കർത്താവിന്റെ വലിയ നാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നമ്മൾ കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ഉത്തമഗീതത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ആ വേദഭാഗത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഉത്തമഗീതം 5-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശൂനമയോട് യെരൂശലേം പുത്രിമാർ ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുണ്ടെന്ന്. അവൾ ആത്മാവിൽ അവന്റെ പ്രിയന്റെ ശ്രേഷ്ഠത വർണ്ണിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, അവന് വെണ്മയും ചുവപ്പുള്ളവനാണ്. നമ്മളത് ചിന്തിക്കുകയുണ്ടായി, 10,000 പേരിൽ അതിശ്രേഷ്ഠനാണ്. വീണ്ടും നമ്മൾ ചിന്തിച്ചു, അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കമാണ്. അവന്റെ കുറുനിരകൾ ചുരുണ്ട് കാക്കയെ പോലെ കറുത്തുവരിക്കുന്നു. 12-ാം വാക്യത്തിൽ അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികെയുള്ള പ്രാവുകൾക്ക് തുല്യം, അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാവും. നമ്മൾ 12-ാം വാക്യം വരെയാണ് ചിന്തിച്ചത്. നമുക്കിനി 13 തൊട്ടുള്ള വാക്യം നമുക്ക് ചിന്തിക്കാം. നമുക്ക് 13-ാം വാക്യം വായിക്കാം. നമ്മുടെ കർത്താവിന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അംഗപ്രത്യംഗ വർണ്ണനയാണ് ആത്മാവിനാൽ ആ ശ്രേഷ്ഠത നമുക്ക് വരച്ചു തരുന്നത്. വാസ്തവത്തിൽ നമ്മൾ ആരാധനയ്ക്കൊക്കെ കടന്നു വരുമ്പോൾ വളരെയധികം ചിന്തിക്കാൻ കഴിയുന്ന വേദഭാഗങ്ങളാണ്. നമ്മളിവിടെ വായിക്കുന്ന ഓരോ ഭാഗങ്ങളെ മറ്റനേക തിരുവചനത്തോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് കഴിയും. 13-ാം വാക്യം, അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറും തൈകളുടെ വാരവും, അവന്റെ അധരം താമരപ്പൂ പോലെയും ഇരിക്കുന്നു, അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മുഖത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അവന്റെ മുഖമാണ്. അല്പം മുമ്പ് നമ്മൾ അവന്റെ കണ്ണുകളെക്കുറിച്ച് കണ്ടു. ഒരു മനുഷ്യന്റെ മുഖം അവന്റെ വാസ്തവത്തിൽ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ കർത്താവിന്റെ മുഖത്തെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ കവിൾത്തടങ്ങളെക്കുറിച്ച് പറയുന്നു. വളരെയധികം ചിന്തിക്കുകയും പലപ്പോഴും ആരാധനയ്ക്ക് ഞാൻ ഈ ഭാഗം ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അവന്റെ കവിള് സുഗന്ധ സസ്യങ്ങളുടെ തടവും നറും തൈകളുടെ വാരവുമാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ his cheeks are like a bed of spices like sweet flowers. സുഗന്ധ വർഗ്ഗങ്ങൾ നിരത്തിയിരിക്കുന്നതും സുഗന്ധ പൂക്കൾ നിരത്തിയിരിക്കുന്നതുമായ ഒരു പ്രതലം പോലെയാണ് എന്റെ പ്രിയന്റെ മുഖം. നമ്മൾ തിരുവേദനത്തെ ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അല്പം മുമ്പ് അവന്റെ കണ്ണുകളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇവിടെ പരിശുദ്ധാത്മാവ് അവന്റെ മുഖത്തെക്കുറിച്ച് വർണ്ണിച്ചറിയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ ഈ കർത്താവിന്റെ മുഖത്തിന്റെ തേജസ് ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരെ അസൂയ ഉളവാക്കി കാണും. അതുകൊണ്ടാണ് കർത്താവിനെ വളരെ ഉപദ്രവിച്ചായിട്ട് പ്രത്യേകിച്ച് മുഖത്തിന് ഒരുപാട് ഹേമം അവർ വരിച്ചതായിട്ട് നാം കാണുന്നത്. നമുക്കറിയാം, അവൻ മരിക്കുമ്പോൾ 33 വയസ്സുണ്ട്, നല്ല യൗവനം. അവന്റെ തലമുടി നമ്മളിവിടെ വായിച്ചതുപോലെ കറുത്തിരിക്കുകയാണ്, നരകൾ ബാധിച്ചിട്ടില്ലേ. അവന്റെ യൗവനത്തെ അത് കാണിക്കുന്നുണ്ട്. അവന്റെ കണ്ണുകൾ ആത്മാവിൽ ഇത് രേഖപ്പെടുത്തുന്നെങ്കിലും വാസ്തവത്തിൽ ആ കണ്ണുകൾ നൈർമല്യതയുള്ള കണ്ണുകളായിരുന്നു, ആർദ്രതയുള്ള കണ്ണുകൾ. മറ്റുള്ളവരെ കണ്ട് കരയുന്നതും വാസ്തവത്തിൽ ആത്മാവിനെ ദുഃഖിപ്പിക്കാത്തതുമായ കണ്ണുകള് വാസ്തവത്തിൽ ആ മുഖത്തിനൊരു തേജസ്സായിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. എന്നാൽ അതുപോലെ തന്നെ പ്രവാചകന്മാർ ആ മുഖത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവന്റെ മുഖത്ത് രോമങ്ങൾ വളർന്നു നിന്നിരുന്നു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാവ് 50:6 നാം വായിക്കുന്നുണ്ട്, അടിക്കുന്നവർക്ക് എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ 33 വയസ്സിൽ കർത്താവിന്റെ മുഖത്ത് രോമങ്ങൾ വളർന്നു നിന്നിരുന്നു. ഒരു പക്ഷെങ്കിൽ അവനൊരു സൗന്ദര്യം തന്നെ അത് കൊടുത്തു കാണും. എന്നാൽ ആ മുഖത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ യെശയ്യാവ് 50:6 നാം ഇങ്ങനെ വായിക്കുന്നു, അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു, എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറിച്ചതുമില്ല. 7-ാം വാക്യത്തിൽ വരുമ്പോൾ, അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. തീക്കല്ല് പോലെ ആക്കി, ലൈക്ക് എ ഫ്ലിന്റ് സ്റ്റോൺ, ഉറപ്പുള്ള പാറക്കഷ്ണം പോലെ എന്റെ മുഖത്തെ ആക്കിയെന്ന് പറഞ്ഞാൽ മുഖത്തെ ഒരുപാട് അവർ ഉപദ്രവിച്ചിട്ടും അചഞ്ചലനായി നിന്നു. നമ്മളിവിടെ വായിക്കുന്നു, അടിക്കുന്നവർക്ക് എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് കവിളും കാണിച്ചു കൊടുത്തു. വളരെ ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇങ്ങനെയാണ്, ഐ ഹിറ്റ് നോട്ട് എന്നാണ്. ഞാൻ മറച്ചില്ല. അടിച്ചപ്പോള് ആ മുതുക് മാറ്റിയില്ല, രോമം പറിച്ചപ്പോള് ആ മുഖം മാറ്റിക്കളഞ്ഞില്ലേ. കർത്താവിന്റെ മുഖം മാറ്റിയില്ല, ഐ ഹിറ്റ് നോട്ട്. കർത്താവിനെ ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ ആ കരങ്ങളൊക്കെ നീട്ടിക്കൊടുത്തു. റോമാക്കാരെ ക്രൂശിക്കണമെങ്കിൽ വളരെ ബലം പ്രയോഗിച്ചാണ് ക്രിമിനൽസിന്റെ കൈകളൊക്കെ പിടിച്ചു വലിക്കുന്നത്. കർത്താവ് എന്നെയാണ് തിരയുന്നതെങ്കിൽ അവരെ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അടിക്കുന്നവർക്ക് കരങ്ങൾ നീട്ടിക്കൊടുത്തു. അടിച്ചപ്പോൾ മുഖം കാണിച്ചു കൊടുത്തു. രോമം പറിക്കുന്നവർക്ക് മുഖം കാണിച്ചു കൊടുത്തു. ചാട്ടവാർ കൊണ്ട് അടിച്ചപ്പോൾ പുറം മാറ്റിയില്ല, അവനത് കാണിച്ചു കൊടുത്തു. അതാണ് യെശയ്യാവ് 50:6 വായിക്കുന്നത്, ഐ ഹിറ്റ് നോട്ട്. എന്നാൽ ലൂക്കോസ് 22:63-64 വാക്യം എടുക്കുമ്പോൾ, ലൂക്കോസ് 22:63-64 വാക്യത്തില് യേശുവിനെ പിടിച്ചവർ അവനെ കണ്ണുകെട്ടി തല്ലി. ഇംഗ്ലീഷിൽ വായിച്ചാൽ ദേ സ്ട്രക്ക് ഹിം ഓൺ ദ ഫേസ് എന്നാണ്.
അവനെ കണ്ണുകെട്ടി തല്ലിയെന്ന മലയാളത്തിലെ, പക്ഷെ ഇംഗ്ലീഷിൽ ദേ സ്ട്രക്ക് ഹിം ഓൺ ദ ഫേസ്, അവന്റെ മുഖത്ത് അവർ അടിച്ചു. മീഹ പ്രവചനത്തിലെ ഒരു പ്രവചനം നമുക്ക് നോക്കാം. മീഹ പ്രവചനം, കർത്താവിന്റെ ആ പ്രവാചകൻ 5-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാടകോരുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. കർത്താവിന്റെ ജനനത്തെക്കുറിച്ചാണ് മീഹ പറയുന്നത്. അവൻ ഇസ്രായേലിന്റെ ന്യായാധിപതിയാണ്. ന്യായാധിപതി മറ്റുള്ളവരെ ശിക്ഷിക്കേണ്ടവനാണ്. എന്നാൽ ഇവിടെ അവനെ കുറിച്ച് പറയുന്ന ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. അപ്പോൾ കർത്താവിനെ ആ വിധത്തിൽ അടിച്ചതായിട്ട് പ്രവാചകൻ പറയുന്നു. വടികൊണ്ടവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചിട്ട് അടിച്ചതായിട്ട് നമുക്കറിയാം. എന്നാൽ ഇവിടെ പ്രവാചകൻ പറഞ്ഞു വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. ലൂക്കോസ് 22 രേഖപ്പെടുത്തി, അവർ കരം കൊണ്ട് അവന്റെ മുഖത്തടിച്ചു. ദേ സ്ട്രക്ക് ഹിം ഓൺ ഹിസ് ഫേസ്. അടിക്കുന്നവർക്ക് മുഖം കാണിച്ചു കൊടുത്തു. വടികൊണ്ട് കർത്താവിന്റെ മുഖത്തടിച്ചെന്നാണ് മീഖ പറയുന്നത്. കരങ്ങൾ കൊണ്ട് അടിച്ചൊന്ന് സുവിശേഷകന്മാർ രേഖപ്പെടുത്തി. വീണ്ടും മത്തായി 27:30 നമ്മള് യെശയ്യാവിൽ വായിച്ചു, അടിക്കുന്നവർക്ക് എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം തുപ്പലിനും നിന്നയ്ക്കും തുപ്പലിനും മറച്ചില്ലേ. അപ്പോൾ മുഖത്ത് എന്ത് മറച്ചില്ലെന്നാ പറയുന്നത്? തുപ്പലിന് മറച്ചില്ലേ. നമ്മള് മത്തായി 27:30 വായിക്കുന്നു, ആൻഡ് ദ സ്പിറ്റ് അപ്പോൺ ഹിം, അവർ അവന്റെ മേൽ തുപ്പി. നമ്മളൊന്ന് ചിന്തിച്ചേ, ആ റോമൻ പടയാളികൾ വടികൊണ്ടടിച്ചു, കരങ്ങൾ കൊണ്ടടിച്ചു, അവന്റെ മുഖത്ത് കാർക്കിച്ച് അവർ തുപ്പി. അത്രമാത്രം അവനെ നിന്ദിച്ചു. അവിടെ അവന്റെ മുഖം മറച്ചില്ലേ. നമുക്ക് ന്യായമായിട്ടൊന്ന് ചിന്തിക്കാം. വടികൊണ്ട് മുഖത്തടിച്ചിട്ട്, കരങ്ങൾ കൊണ്ട് മുഖത്തടിച്ച്, മുൾക്കിരീടം ശിരസിൽ വെച്ച് ആഞ്ഞടിച്ച്, മുഖമെല്ലാം രോമമൊക്കെ പിടിച്ച് പറിച്ച്, ആ രോമമൊക്കെ മുഖത്തൊന്ന് പറിച്ച്, ആ ചോരയൊക്കെ കട്ട പിടിച്ച്, തുപ്പലും ഒക്കെ മുഖത്ത് പിടിക്കുമ്പോൾ ആ മുഖം എങ്ങനെയിരിക്കും? വികൃതമായിരിക്കും. നമ്മളതാണ് യെശയ്യാവ് 52:14 വായിക്കുന്നു. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് അവനെ അടിച്ച് ആ വിധത്തിൽ വിരൂപമാക്കി. ഇനി നമുക്ക് ശൂന്യമി എന്തുകൊണ്ടാണ് ആ മുഖത്തെ ഈ വിധത്തിൽ ഉപമിച്ചെന്ന് നോക്കിയാട്ടെ. ഈ വിധത്തിൽ അവന്റെ മുഖത്തോട് അവർ വളരെ ഉപദ്രവങ്ങൾ ചെയ്തു. പക്ഷേ 13-ാം വാക്യം ഉത്തമഗീതം 5:13 പറയുന്നു, അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുംതൈകളുടെ വാരവുമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ധ്യാനിച്ചു. സുഗന്ധ പൂക്കള് നിരത്തി വെച്ചിരിക്കുക, റോസ് പോലെയുള്ള പൂക്കള്. ആ പൂക്കളെ നമ്മൾ എത്ര അടിച്ചാലും എന്തോ സംഭവിക്കും? സൗരഭ്യം വരും. സുഗന്ധ ചൂർണങ്ങൾ നിരത്തിയിരിക്കുക, ആ സുഗന്ധ ചൂർണങ്ങളെ അടിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ നിന്ന് സൗരഭ്യങ്ങൾ കടന്നു വരും. നമ്മുടെ കർത്താവിന്റെ മുഖത്തെ ഈ വിധത്തിൽ അവർ അടിച്ചപ്പോൾ, വികൃതമാക്കിയപ്പോൾ, ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൗരഭ്യവും ഒരു സൗന്ദര്യവും അവിടെ കാണുവാൻ കഴിഞ്ഞു. അവനെ അടിച്ചപ്പോൾ അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി ഇടനില നിന്നു, അവൻ മധ്യസ്ഥ ചെയ്തു. പിതാവേ, ഇവർ ചെയ്യുന്നതിനെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതിന്റെ മൂലഭാഷയുള്ള ബന്ധത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് അവൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നെന്നാണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണേ, ഇവരോട് ക്ഷമിക്കണേ. യാതൊരു ഈ വിധത്തിൽ ഉപദ്രവിക്കുന്ന മനുഷ്യനെയും ക്ഷമിച്ചു കൊടുക്കുവാൻ ആരും സന്നദ്ധരാകില്ല. എന്നാൽ കർത്താവിന്റെ മുഖത്ത് അവർ അടിച്ചപ്പോൾ, നമ്മളിവിടെ ഓർത്തതുപോലെ, ആ സൗരഭ്യ ചൂർണങ്ങൾ തകർക്കുമ്പോൾ, ആ സുഗന്ധം പുറത്തു വരുന്ന പോലെ കർത്താവിന്റെ മുഖത്തെ അവർ അടിച്ച് വികൃതമാക്കിയപ്പോൾ, അവൻ വിരൂപമായപ്പോൾ വളരെ സൗരഭ്യം ഉയരത്തിലേക്ക് കയറി. സ്തോത്രം. അവന്റെ മഹത്വം നമ്മളോട് നോക്കാട്ടെ. അവൾ എടുത്തു പറഞ്ഞു അവന്റെ അധരങ്ങളെക്കുറിച്ച്. ഹിസ് ലിപ്സ് ലൈക്ക് ലില്ലീസ് ഡ്രോപ്പിംഗ് സ്വീറ്റ് സ്മെല്ലിംഗ് മിറ. ആ 13-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗം, അവന്റെ കണ്ണുകളെ, അവന്റെ കവിൾത്തടങ്ങളെ, അവന്റെ അധരങ്ങൾ. അധരത്തെക്കുറിച്ച് അവൾ പറഞ്ഞു, അവന്റെ അധരം താമരപ്പൂ പോലെ. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ താമരപ്പൂ എന്നാണ്. താമരപ്പൂ എന്നല്ല, അതിന്റെ ഭാഷാന്തരത്തിൽ അതിന്റെ അർത്ഥം മുഴുവൻ പോയി. ഹിസ് ലിപ്സ് ലൈക്ക് ലില്ലീസ് ഡ്രോപ്പിംഗ് സ്വീറ്റ് സ്മെല്ലിംഗ് മിറ. താമരപ്പൂ എന്നുള്ളത് ഇംഗ്ലീഷിൽ ലില്ലിയാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം വളരെ ഓർത്തു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ഞാൻ താഴ്വരയിലെ ലിലി പുഷ്പമാണെന്ന് കർത്താവ് പറഞ്ഞു. 2:2 എന്റെ പ്രിയ മുള്ളുകളുടെ ഇടയിലെ ലിലി പുഷ്പമാണെന്ന് പറഞ്ഞു. പിന്നെ 2:16 നമ്മൾ അവിടെ വായിക്കുന്നു, അവന് താമരകളുടെ ഇടയിൽ, ലില്ലി പുഷ്പത്തിന്റെ ഇടയിലെ ആടുകളെ മേയ്ക്കുന്നു. 2:16 ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലായി. ആ ലില്ലി വെണ്മ നിറം അത് വിശുദ്ധിയെ കാണിക്കുകയാണ്. അവന്റെ അധരത്തെ ലില്ലി പുഷ്പത്തോട് തുലനം ചെയ്തെങ്കിൽ എന്താണ് അവിടെ നിന്ന്? മാത്രമല്ല അവൾ എടുത്തു പറഞ്ഞു, ഇറ്റ് ഈസ് ഡ്രോപ്പിംഗ് സ്വീറ്റ് സ്മെല്ലിംഗ് മിറ. സുഗന്ധമുള്ള മൂരിന്റെ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ അധരം.
അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ അവൾക്ക് അത്ര വിലപ്പെട്ടതായിരുന്നു. കാരണം എന്നാ? അവളുടെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചത് അവന്റെ വാക്കുകളാണ്. കർത്താവിന്റെ വാക്കിനെ കുറിച്ച് നമുക്ക് മറ്റൊരു പ്രവാചകൻ പറഞ്ഞ് ശ്രദ്ധിക്കാം. യെശയ്യാ 50:4 നോക്കിയാട്ടെ. യെശയ്യാ പ്രവചനം 50:4 വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. കർത്താവിന്റെ ആ വാക്കുകളെ കുറിച്ച് പറഞ്ഞത് ചേർത്ത് ചിന്തിക്കുമ്പോൾ അവന്റെ അധരത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിച്ചാല് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ രാവിലെ തോഴും എഴുന്നേൽക്കുന്നു. കർത്താവിനെ എന്തിനാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. എടുത്തു പറയുന്നു, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. രാവിലെ തോറും ഉണർന്ന് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് അവന് ശിഷ്യന്മാരുടെ നാവ് കിട്ടിയെന്ന് പറഞ്ഞാൽ he has received the tongue of a disciplined, ശിക്ഷണ വിധേയമായ ഒരു നാവ് കിട്ടിയെന്ന്. അന്ന് രാവിലെ ദൈവസന്നിധിയിൽ അവൻ സമയം ചെലവഴിച്ചു. അതിരാവിലെ ഇരുട്ടുള്ള സമയം അവന്റെ സന്നിധിയിൽ പോയി ചെലവഴിച്ചു. യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഇവിടെ പ്രവാചകൻ പറയുകയാണ്. രാവിലെ അവനെ ഉണർത്തി പിതാവിന്റെ സന്നിധിയിൽ അവൻ സമയം ചെലവഴിച്ചു. ശിഷ്യന്മാരുടെ നാവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം he received a tongue of a learned or a disciple or he had a disciplined tongue. പറയേണ്ടത് പറയാൻ, പറയേണ്ടാത്തത് പറയാതിരിപ്പാൻ, ആ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധേയമായി ഉപയോഗിപ്പാൻ വളരെ ഡിസിപ്ലിൻ ടങ്ക് കിട്ടി. നമ്മൾ യാക്കോബിൽ ഒരു വാക്യമുണ്ട്, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരം മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ കഴിയുന്ന സൽഗുണപൂർത്തിയുള്ള പുരുഷനായി. അപ്പോൾ യേശുക്രിസ്തു സൽഗുണപൂർത്തിയുള്ള പുരുഷനായിരുന്നു. കാരണം എന്താ? അവന്റെ ആധാരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നത്, ഈ ശൂനമി പറയുന്നു, അത് മൂരിന്റെ തൈലമായിരുന്നു, ലില്ലി പുഷ്പമാണ്. അത് വിശുദ്ധിയുള്ളത് മാത്രമേ അവിടെ നിന്ന് പുറപ്പെട്ടു വന്നുള്ളൂ. ആ അധരം മൂരിൻ തൈലം പോലെ പൊഴിക്കുന്നു പറഞ്ഞാൽ അവളോടുള്ള സ്നേഹത്തിന്റെ ഫലമായി അവൻ അനുഭവിച്ച കഷ്ടമാണ് മൂര് കാണിക്കുന്നത്. സഫറിംഗ് ലവ്. മൂര് നമ്മൾ ഓർത്തു, മൂര് എന്തിനെ കാണിക്കുന്നു? സഫറിംഗ് ലവ്. അവളുടെ സ്നേഹം മൂലം കഷ്ടത അനുഭവിച്ച പ്രിയന്റെ സ്നേഹമാണ് അധരത്തത് നെറ്റിറ്റ് വീഴുന്നത്. വീണ്ടും നമ്മള് ചില വാക്യങ്ങൾ അവന്റെ വാക്കുകളെ കുറിച്ച് നോക്കാം. സങ്കീർത്തനം 45:2 ഇങ്ങനെ വായിക്കുന്നു, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. ഗ്രേസ് ഈസ് poured upon thy lips. ഗ്രേസ് എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കുകളൊക്കെ എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് ഗ്രേഷ്യസ് വേർഡ്സ്. വീണ്ടും ലൂക്കോസ് 4:22 കർത്താവിനെ കേട്ടവർ പറഞ്ഞ വാക്ക്. ലൂക്കോസ് 4:22 എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. They were amazed at the gracious words which has come out of his lips. അവന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നത് ലാവണ്യ വാക്കുകളാണ്. ലൂക്കോസ് 4:22. പിന്നീട് അവനെ പിടിക്കാൻ പോയ ചേവകർ പറയുന്ന മറുപടി യോഹന്നാൻ 7:46. അവർ പിടിക്കാതെ പോന്നു. അപ്പോൾ അവൻ എന്താ പിടിക്കാതെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാൾ സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. യെസ്, അതുപോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ലേ? അവളോടുള്ള സ്നേഹത്തിന്റെ വാക്കുകളാണ്. അത് മൂരിന്റെ തൈലം പൊഴിക്കുന്നത് പോലെ വിശുദ്ധിയുടെ അധരങ്ങൾ. ലോകത്തിലുള്ള മനുഷ്യന്റെയൊക്കെ അധരം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. റോമർ 3:13 പാപികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, ദുർഗന്ധം വമിക്കുന്നതാണ്. എന്നാൽ എന്റെ പ്രിയന്റെ അധരങ്ങൾ വിശുദ്ധി മാത്രം. വിശുദ്ധി മാത്രം. മാത്രമല്ല അവളോടുള്ള സ്നേഹത്തിന്റെ വാക്കുകളാണ്, ആ കൃപയുടെ വാക്കുകളാണ് പുറത്തു വരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ കാതിൽ വീണ വാക്കുകള്, നമ്മുടെ പാവം ക്ഷമിച്ചു, നമ്മളെ സ്നേഹിക്കുന്നു, നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചു, നമ്മളെ സ്വതന്ത്രരാക്കി, നമ്മുടെ കടങ്ങൾ വീട്ടി. നോക്കുക, ഇതെല്ലാം ആ അധരങ്ങൾ കൊണ്ട് ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾ കൊതിച്ചു, അവന്റെ അധരം കൊണ്ട് എന്നെ ചുംബിക്കണം. യെസ്, അവന്റെ അധരങ്ങൾ കൊണ്ട് എന്നെ ചുംബിക്കണം. അവന്റെ ആ അധരങ്ങൾ കൊണ്ട് ഈ വിലയേറിയ വാക്കുകളുടെ ചുംബനം, അധര ചുംബനം എനിക്ക് വേണം. അവന്റെ ആ വായിൽ നിന്ന് പുറപ്പെട്ട മഹത്വം മനസ്സിലാക്കിയപ്പോൾ അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ എന്ന് അവനോട് കേണപേക്ഷിക്കുകയാണ്. അപ്പോൾ അവന്റെ മുഖത്തിന്റെ മഹത്വം നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. അവന്റെ കണ്ണുകള്, അവന്റെ കവിൾത്തടങ്ങള്, അവന്റെ അധരങ്ങള്, അധരത്ത് നിറ്റിറ്റു വീഴുന്ന വാക്കുകള്, കർത്താവിന്റെ മഹത്വം എടുത്തു കാണിച്ചു. ഇനിയും അവന്റെ കരങ്ങളെ ഒന്ന് നോക്കിയാട്ടെ. 14 വാക്യം, അവന്റെ കൈകൾ ഗോമോദകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. യെസ്, അവന്റെ his hands are as gold rings set with the beryl. ഒരു പ്രത്യേക വജ്രമാണ്, ഗോമോദകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാണങ്ങൾ എന്നാണ്.
ഇംഗ്ലീഷിൽ ഞാൻ അത് വായിച്ചു. ഹിസ് ഹാൻഡ്സ് ആർ ആസ് ഗോൾഡ് റിംഗ്സ് സെറ്റ് വിത്ത് ബെറൽ. ഒരു ഭാഷാന്തരത്തിൽ ഹിസ് ആംസ് ആർ റൗണ്ടഡ് ഗോൾഡ് സെറ്റ് വിത്ത് ജുവൽസ്. JFB കമന്ററി പറയുന്നത് ലോർഡ്സ് ഹാൻഡ് ആർ കമ്പയർഡ് ടു സിലിണ്ടേഴ്സ് ഓഫ് ഗോൾഡ് യൂസ്ഡ് എസ് സിഗ്നറ്റ്. മുദ്രമോതിരത്തിന് പകരമായി ഉപയോഗിക്കുന്ന സ്വർണ്ണ സിലിണ്ടർ പോലെയാണ് അവന്റെ കരമെന്നാണ്. മുദ്രമോതിരം പോലെ. അവന്റെ കരത്തെക്കുറിച്ച് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:22. ആ കരങ്ങൾ കൊണ്ട് ചിലത് ദൈവം ചെയ്യിച്ചതായിട്ട് വായിക്കുന്നു. ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറേനായ യേശു, അവന്റെ കരങ്ങൾ കൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തികൾ അവൻ ദൈവമാണെന്നും അവരുടെ മശിയാണെന്നും ഉള്ളത് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ആ കരം വളരെ അത്ഭുതങ്ങൾ ചെയ്തു. ആ കരം സ്പർശിച്ചതൊക്കെ അത്ഭുതപൂർണമാക്കി മാറ്റി. അവനൊരു പേരുണ്ട്, എന്താണെന്നറിയാമോ? അത്ഭുത മന്ത്രി. ന്യായാധിപന്മാർ 14 നമ്മൾ വായിക്കുന്നുണ്ട്. മനോഹയുടെ ഭാര്യയൊക്കെ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പേര് പറഞ്ഞത്? അത്ഭുതം. എന്റെ പേര് ചോദിക്കുന്നത് എന്താണ്? അത് അതിശയം. ഇംഗ്ലീഷിൽ വായിച്ചാൽ വണ്ടർഫുൾ. വണ്ടർഫുൾ എന്നാ. കർത്താവാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ന്യായാധിപന്മാർ 14 അധ്യായത്തില് അവന്റെ പേര് വണ്ടർഫുൾ എന്നാ. നമ്മള് യെശയ്യാ 9 വരുമ്പോൾ അവന് കൊടുത്തിരിക്കുന്നവരെ വണ്ടർഫുൾ കൗൺസിലർ. കാരണം എന്നാ? അവൻ തൊടുന്നതെല്ലാം വണ്ടർഫുൾ ആയി മാറുകയാണ്, അല്ലേ? കർത്താവ് എന്തിനെയെല്ലാം തൊട്ടോ അതെല്ലാം വണ്ടർഫുള്ളായി. അവന്റെ കരം അതാണ്, ദൈവികമായ കരം. രോഗികളെ സ്പർശിച്ചപ്പോൾ അവർക്ക് സുഖം വന്നു. 5 അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ 5000 പേരെ പോഷിപ്പിച്ചു. മറ്റൊരു സന്ദർഭത്തിൽ 4000 പേരെ പോഷിപ്പിച്ചു. വളരെ മനോഹരമായ ഒരു ഭാഗം ലൂക്കോസ് 29:30. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അതിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ദാറ്റ് ഇസ് ആൻ അൺകൺട്രോളബിൾ ആനിമൽ എന്നുള്ളതാണത്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുത. അതിന്റെ പുറത്തൊന്നും ആർക്കും കയറാനൊക്കെയല്ല. ആരും കയറിയിട്ടില്ലാത്ത കഴുത പുറത്ത് കയറിയാൽ കഴുത ഓടും 4 വഴിക്കും. പക്ഷേ അവന്റെ കരങ്ങൾ അത് തൊട്ടപ്പോൾ ആ കഴുത എന്ത് ചെയ്തു? ഈ ജനങ്ങളെല്ലാം ഇളകി മറിഞ്ഞിട്ടും അത് യെരുശലേമിലോട്ട് നടന്നുപോയി. അവന്റെ കരങ്ങളുടെ അത്ഭുതമാണ് അവിടെയൊക്കെ കാണിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് യെശയ്യാവ് 58:1 പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? നമുക്കിന്ന് മറുപടി പറയാം, ഞങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു. യെസ്, ലോകത്തുള്ള മനുഷ്യനത് വെളിപ്പെട്ടിട്ടില്ല. യഹോവയുടെ ഭുജം, യെശയ്യാവ് 58:1 യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? വാസ്തവത്തെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി. അവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇറങ്ങി വന്നു. ആ തിരിക്കരം കൊണ്ട് അത് അനേക അത്ഭുതങ്ങൾ അവൻ ചെയ്തു. അവളുടെ ജീവിതത്തെ സ്പർശിച്ചു. അവളുടെ ജീവിതത്തിന് രൂപാന്തരം സംഭവിച്ചു. അനേക പാപികൾക്ക് മോക്ഷം കിട്ടി. എന്തെല്ലാം അത്ഭുതം ആ കരങ്ങൾ കൊണ്ട് ചെയ്തു. ആ കരത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഓർക്കുക. വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 7 നക്ഷത്രങ്ങൾ അവന്റെ വലങ്കയിൽ പിടിച്ചിരിക്കുകയാണ്. ആ 7 നക്ഷത്രം എന്താണ്? 7 സഭയ്ക്കുള്ള ദൂതന്മാരാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരാണ്, ദൂത് കൊടുക്കുന്നവരാണ്. അവരെ ആ കരം കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. യോഹന്നാൻ 10:28 ദൈവജനത്തോടുള്ള ബന്ധത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ അവയ്ക്ക് നിത്യവൻ കൊടുക്കുന്നു, അവയെ ഒരു നാൾ നശിക്കില്ല, അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല, ആരോ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആ കരത്തിൽ ദൈവമക്കൾ സുരക്ഷിതരാണ്. വീണ്ടും തിരുവനന്തപുരത്തിൽ വായിക്കുന്നു, കീഴേ ശാശ്വത ഭുജമുണ്ട്. നമ്മളെ താങ്ങുന്ന ശാശ്വത ഭുജം, നമ്മളെ പിടിച്ചിരിക്കുന്ന വലങ്കരം, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന വലങ്കരം. ആ കരത്തെക്കുറിച്ച് അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവന്റെ കൈകൾ ഗോമോദകം പതിച്ച സ്വർണ്ണനാളങ്ങളാണ്. ഹിസ് ഹാൻഡ്സ് ആർ ആസ് ഗോൾഡ് റിംഗ്സ് വിത്ത് ബെറിൽ. ബെറിൽ എന്ന് പറഞ്ഞ ഗോമോദകം. എന്തിനാണ് അവിടെ പരിശുദ്ധാത്മാവ് ശൂന്യമയിൽ കൂടെ ആ കരങ്ങളിൽ ഗോമോദകം പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? ഗോമോദകത്തിന്റെ നിറം നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊരു പ്രത്യേക വജ്രമാണ്. മഹാപുരോഹിതന്റെ മാർവിലുണ്ട്, പുത്തൻ യെരുശലേമിന്റെ അടിസ്ഥാനത്തിലുണ്ട്. ദാനിയേൽ 10:6 അവിടെ പ്രത്യക്ഷപ്പെട്ട ദൈവപുരുഷനെ കുറിച്ച് അവന്റെ ദേഹം ഗോമോദകം പോലെയായിരുന്നു. ഗോമോദകം നീലയും പച്ചയും കൂടെ കലർന്ന നിറമാണ്. നീലയും പച്ചയും ഗോമോദകത്തിന്റെ, ബെറിയലിന്റെ പ്രത്യേക നിറമാണ്. പരിശുദ്ധാത്മാവ് അറിയാതെ ഉപയോഗിച്ചതല്ല. നീലയും പച്ചയും കൂടെ നിറം കലർന്നു. ഇനി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ടെ, നീല നിറം എന്തിനെ കാണിക്കുന്നു? സ്വർഗീയ നിറം, ആകാശം നീലയാണ്. പച്ച നിറം എന്തിനെ കാണിക്കുന്നു? ഈ ഭൂമി അവൻ പച്ച പുതപ്പിച്ചിരിക്കുകയാണ്, പ്രകൃതിയെ കാണിക്കുന്നു. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചേ, ആകാശത്തിന്റെ നിറം നീലയാണ്, സമുദ്രം നീലിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ ആകാശത്തിന്റെ നിറം അവിടെ പ്രതിഫലിക്കുകയാണ്. മാത്രമല്ല കരം മുഴുവൻ എന്താണ്? പച്ച നിറമാണ്. അപ്പോൾ അവന്റെ കരം കൊണ്ട് ആ നീലയും പച്ചയുമുള്ള വജ്രം പതിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെ സൃഷ്ടിച്ച കരം. ആ കരത്തിന്റെ മഹത്വമാണ്. നമ്മൾ കൊലോസ്യർ 1:16 എന്ത് വായിക്കുന്നു? അവൻ മുഖാന്തരം അവനായിട്ട് സകലവും സൃഷ്ടിച്ചു.
അവൻ മുഖാന്തരം അവനായി സകലവും സൃഷ്ടിച്ചു. ആ കരങ്ങൾ നോക്കുക, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെന്ന് മാത്രമല്ല, ആ കരങ്ങളാണ് സകലവും സൃഷ്ടിച്ച കരം. ആകാശത്തിന്റെയും ഭൂമിയുടെയും നിറം പതിച്ച വജ്രം അവന്റെ കരത്തിലുണ്ട്, ആ സ്വർണ്ണനാളങ്ങളിൽ പതിപ്പിച്ചിട്ടുണ്ട്. എത്ര മഹത്വപൂർണമാണ്! മാത്രമല്ല, ഈ ആകാശവും ഭൂമിയും ഒക്കെ അവന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. സങ്കീർത്തനം 19 നമ്മൾ വായിക്കുന്നുണ്ട്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഹാൻഡി വർക്ക്സ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അവന്റെ മഹത്വത്തെ വിളിച്ചു പറയുകയാണ്, എല്ലാം. അപ്പോൾ അവന്റെ കരത്തിന്റെ മഹത്വം അവൾ എടുത്തു പറഞ്ഞപ്പോൾ അടുത്തായിട്ട് പറഞ്ഞു തന്നെ അവന്റെ ഉദരമാണ്. അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. പരിശുദ്ധാത്മാവിന്റെ ആ പ്രയോഗമൊക്കെ നോക്കിക്കാട്ടെ. ഹിസ് ബെലി ഈസ് ലൈക്ക് ബ്രൈറ്റ് ഐവറി ഓവർലെയ്ഡ് വിത്ത് സഫയേഴ്സ്. സഫയർ വജ്രം പതിപ്പിച്ച ഐവറി അല്ലെങ്കിൽ ആനക്കൊമ്പ് ദന്തനിർമ്മിതമാണ്. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഉദരം ബൈബിളിൽ എപ്പോഴും കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ബവൽസ് കാണിക്കുന്നത് വികാരത്തെയാണ്, ഫീലിംഗിനെയാണ്. നമുക്കതിന്റെ ദൃഷ്ടാന്തമാണ് 5:4 വാക്യം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. 5:4 വാക്യം. എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈ നീട്ടി, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. മൈ ബവൽസ് വെർ മൂവ്ഡ് ഫോർ ഹിം. ആ വികാരം, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി എന്ന് പറഞ്ഞാൽ അവളുടെ ആന്തരികമായ ഡീപ് ഫീലിംഗിനെ അത് കാണിക്കുന്നു. അപ്പോൾ വചനത്തിൽ എപ്പോഴും ഉദരം ആ വികാരത്തെ കാണിക്കുന്നു, ഫീലിംഗ്സിനെ കാണിക്കുന്നു. കർത്താവിന്റെ ആന്തരിക ഫീലിംഗ് ആണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. പ്രിയയ്ക്ക് വേണ്ടിയുള്ള അവന്റെ ആന്തരിക ഫീലിംഗ് എന്താണെന്ന് നോക്കാട്ടെ. അവന്റെ കൈകൾ പ്രവർത്തനത്തെ കാണിച്ചെങ്കിൽ അവന്റെ ഉദരം നമ്മൾ വായിക്കുന്നു ബ്രൈറ്റ് ഐവറി, ദന്തനിർമ്മിതമാണ്. നമുക്കറിയാം, ദന്തനിർമ്മിതം ഐവറി എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. അത് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒരാന കൊല്ലപ്പെടണം, അല്ലെങ്കിൽ അത് മരിക്കണം. വളരെ പെയിൻ ഉണ്ട് ആ പ്രൊഡക്റ്റിന്. മാത്രമല്ല, കൊമ്പെടുത്തു കഴിഞ്ഞ് അതിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വായിക്കുന്നു ദന്തനിർമ്മിതമെന്ന, ലൈക്ക് ബ്രൈറ്റ് ഐവറി ഓവർലേ. അത് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ. എന്ന് പറഞ്ഞാൽ അവന്റെ അകത്തുള്ള ആന്തരിക ആ എന്നെക്കുറിച്ചുള്ള അവന്റെ ചിന്തകൾ, അവൾ പറയുന്നു വളരെ ഇറ്റ് വാസ് എ പ്രൊഡക്റ്റ് ഓഫ് ഗ്രേറ്റ് പെയിൻ. വളരെ വേദനയുടെ, വളരെ അവന്റെ ആന്തരിക വേദന എന്ന് പറഞ്ഞാൽ അവളെക്കുറിച്ചുള്ള സ്നേഹത്തിൽ അവൻ എന്ത് കഷ്ടവും സഹിപ്പാൻ അവന്റെ ഉള്ളം അവളെ ചൊല്ലി ഉരുകുകയായിരുന്നു. എന്ത് സഹിപ്പാനും അവളെ നേടുവാനുള്ള അവന്റെ ആന്തരികമായ ഫീലിംഗ്. എന്നാൽ അവിടെ എടുത്തെഴുതി അത് നീല നിറമുള്ള സഫയർ. സഫയറിന്റെ നിറം എന്നാ? നീല നിറമാണ്, നീലരത്നമാണ് സഫയർ എന്ന് പറയുന്നത്. ഐവറിയിലെ, അതായത് ആനക്കൊമ്പിലെ ഈ നീലരത്നം പതിപ്പിക്കണമെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഭയങ്കര ഡെലിക്കേറ്റ് വർക്കാ. ആനക്കൊമ്പ് കൊണ്ടുള്ള സാധനത്തിൽ നീലരത്നമുള്ള സഫയർ, സഫയറിന്റെ നിറം നീലരത്നമാണ്. നീലരത്നം പതിപ്പിച്ച് അത് പണിതെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ അർത്ഥം നോക്കിയേ. വീണ്ടും തിരുവചനത്തിൽ വായിക്കുന്നു, നീലനിറം നമ്മൾ ഓർത്തു ആകാശത്തെ കാണിക്കുകയാണ്, സ്വർഗത്തെ കാണിക്കുകയാണ്. അവളോടുള്ള ബന്ധത്തിൽ അവന്റെ ആന്തരിക ആ ഫീലിംഗ് ഉണ്ടല്ലോ, ദൈവസ്നേഹത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. യെസ്, അവന്റെ ആന്തരിക ഫീലിംഗ്, അവളോടുള്ള അവന്റെ എമോഷൻ, അത് വാസ്തവത്തിൽ പിതാവിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. എന്താണ് കാരണം? നോക്കുക, ഇവിടെ നീലരത്നം ആ സഫയറാണ് പതിച്ചിരിക്കുന്നത്. കാരണമെന്ന് ചിന്തിച്ചേ. നമ്മൾ യോഹന്നാൻ 3:16 വായിക്കുന്നത് എന്താണ്? ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. പിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ പിതാവിന്റെ സ്നേഹം, ഈ ലോകത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആഴം പുത്രൻ മനസ്സിലാക്കി. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. തന്റെ പുത്രനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ അവൻ സ്നേഹിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹി ഈസ് സോ ലവ്ഡ്. ഹിസ് ലവ് വാസ് സോ ഡീപ്. ആരുടെ സ്നേഹമാണ്? പിതാവിന്റെ സ്നേഹം. ക്രൂശിലേക്ക് അവൻ പോകുന്നു. നമുക്കൊരു വാക്യം നോക്കാം. യോഹന്നാൻ 17:23. അവൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് അവന്റെ വലിയൊരു ദൗത്യം അവൻ പറയുന്നു. നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കേണ്ട ഒരു വാക്യമാണ്. യോഹന്നാൻ 17:23. നീ എന്നെ അയച്ചിരിക്കുന്നെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്നും ലോകമറിയുവാൻ. എഴുന്നേൽപ്പീൻ, നമുക്ക് പോകാം, യെരുശലേമിലേക്ക് പോകാം, ക്രൂശിൽ മരിക്കാം, ലോകത്തിലുള്ളവർ മനസ്സിലാക്കട്ടെ. നമ്മള് 14:31. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നെന്നും പിതാവ് എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ ചെയ്യുന്നെന്ന് ലോകമറിയട്ടെ, എഴുന്നേൽപ്പിൻ നാം പോകാം. പത്രോസൊക്കെ പറഞ്ഞു, പോകല്ലേ, നീ ക്രൂശിക്കപ്പെടലെന്നൊക്കെ പറഞ്ഞപ്പോൾ എഴുന്നേൽപ്പിൻ നാം പോകാം. എവിടോട്ട്? യെരുശലേമിലോട്ട്. മരണത്തിനു വേണ്ടി പോവുകയാണ്. എന്തിനാ പോകുന്നത്? എഴുന്നേൽപ്പിൻ, പിതാവ് എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ ചെയ്യുന്നെന്ന് ലോകമറിയട്ടെ.
എന്റെ പിതാവിനോട് കൽപ്പിച്ച പോലെ. എന്നിട്ട് ഇവിടെ പറയുന്ന എന്നാ 17-ാം അധ്യായത്തിൽ 17-21 പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്ന് അവരറിയണം. നമ്മൾ ഇന്നും അതിന്റെ ആഴം മനസ്സിലാക്കിയിട്ടില്ല. പിതാവ് പുത്രനെ ഏതളവിൽ സ്നേഹിക്കുന്നു അതേ അളവിൽ നമ്മളെ പിതാവ് സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്ന് ലോകം അറിയുവാൻ എഴുന്നേൽപ്പിൻ, പോകാം, ക്രൂശിലേക്ക് പോകാം. ഹി വാസ് മൂവ്ഡ് വിത്ത് ദാറ്റ് ഹെവൻലി ലവ്, ഹെവൻലി ഫീലിംഗ്. അതാണ് അവന്റെ ബവൽ. ഇറ്റ് വാസ് മെയ്ഡ് ഔട്ട് ഓഫ് ബ്രൈറ്റ് ഐവറി ഓവർലെയ്ഡ് വിത്ത് സഫയർ. ആ ബ്ലൂ നിറമുള്ള ആ വജ്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്നു. എത്ര മഹത്വമാണെന്ന് നോക്കിയാട്ടെ. കർത്താവിന്റെ മഹത്വം അവിടെ കാണിക്കുന്നു. ഇനിയും അവന്റെ കാലുകളെ കുറിച്ച് എടുത്തു പറഞ്ഞു. 15-ാം വാക്യത്തിൽ അവന്റെ തുട തങ്കച്ചോട്ടിൽ നിർത്തിയ വെൺകൽ തൂൺ. അവന്റെ തുടയെന്നുള്ളത് ഇംഗ്ലീഷിൽ ഹിസ് ലെഗ്സ് ആർ ആസ് പില്ലേഴ്സ് ഓഫ് മാർബിൾ സെറ്റ് അപ്പോൺ സോക്കറ്റ്സ് ഓഫ് ഫൈൻ ഗോൾഡ്. ഹിസ് ലെഗ്സ്, അവന്റെ കാലുകൾ. എന്തിനെയാണ് കാലുകൾ കാണിക്കുന്നത്? ഇവിടെ എടുത്തു പറഞ്ഞു ആസ് പില്ലേഴ്സ്, അത് തൂണുകൾ പോലെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തൂണുകൾ എന്തിനെ കാണിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. കാൽ ചുവട് പിന്തുടർന്നു ചെല്ലാനായിട്ട് അവരുടെ കാൽ കാലുകളെ നടപ്പിനെ കാണിക്കുന്നെങ്കിൽ നോക്കുക, ഈ കാലുകളെ പില്ലറായിട്ട് പറഞ്ഞിരിക്കുന്നു. പില്ലർ സ്റ്റെബിലിറ്റിയാ കാണിക്കുന്ന വചനത്തിൽ എപ്പോഴും. വെളിപ്പാട് 3:12 നമ്മൾ തെളിവായിട്ട് ചിന്തിക്കുകയുണ്ടായി. വെളിപ്പാട് 3:12 എന്താ പറയുന്നത്? ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. അപ്പൊ തൂണ് സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നു. ഇവിടെ നോക്കുക, പ്രിയന്റെ കാലുകള് ഇവിടെ എടുത്തു പറഞ്ഞു മാർബിൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, വെൺകൽ തൂണാണ് എന്ന് പറഞ്ഞാൽ അവനുള്ള ശക്തിയെ കാണിക്കുന്നു. ഫേംനെസ് ഓഫ് പർപ്പസ്, ശക്തിയെ കാണിക്കുന്നു. കാരണം എന്നാ? ആ കാലുകളാണ് പാപത്തെ ചുമന്നൊഴിച്ചത്. നോക്കുക, ബലമില്ലാത്തൊരു കാലാണെങ്കിൽ ഒരു ചുമടെടുക്കാനൊക്കെ ഒക്കില്ല. നല്ല ബലം വേണം കാലിന്, നല്ല ചുമടെടുക്കണമെങ്കിൽ. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാണ്. സോ അവന്റെ കാലുകള് വെൺകൽ തൂണുകളാണ്. ആ പാപത്തിന്റെ ഭാരത്തെ ചുമന്നൊഴിക്കുവാൻ കഴിഞ്ഞു. അതാണ് പഴയ നിയമത്തിൽ വായിക്കുന്നത്. ആ വിറകുകെട്ട് മുഴുവൻ എടുത്തു പിതാവ് അബ്രഹാം എടുത്തു. ദാസന്മാര് ചുമന്നുകൊണ്ടുവന്ന വിറകുകെട്ട് മുഴുവൻ എടുത്തിട്ട് ഇസഹാക്കിന്റെ തലയിലോട്ട് വെച്ചു കൊടുത്തു. ഇസഹാക്ക് ആ വിറകുകെട്ട് എടുത്തുകൊണ്ടാണ് ചുമൽ കയറിയത്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാണ്. ലോകത്തിന്റെ പാപം മുഴുവൻ ചുമന്ന് അവൾക്ക് വേണ്ടി മാറ്റുവാൻ കഴിവുള്ള കാലുകളെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അത് എന്തിനാണ് വെച്ചിരിക്കുന്നത്? സെറ്റ് അപ്പോൺ സോക്കറ്റ്സ് ഓഫ് ഫൈൻ ഗോൾഡ്. തനി തങ്കത്തിൽ അതിന്റെ ചുവടുകൾ നിർത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർക്കണം, അവന്റെ ഡിവൈൻ നേച്ചറിനെ കാണിക്കുന്നു തനി തങ്കം. അപ്പോൾ അവന്റെ ആ ഫേംനെസ്, അവന്റെ ഉറപ്പ്, മാറ്റമില്ലായ്മ, അവൻ ദൈവം കൂടെയാണ്. അവനുള്ള ശക്തിയുടെ മഹത്വം ചിന്തിച്ചാട്ടെ. ഈസ് ഡിവൈൻ ഓൾസോ. അതുകൊണ്ടാണ് നമ്മുടെ ശിക്ഷ അനുഭവിപ്പാൻ അവന് കഴിഞ്ഞത്, പിതാവിൽ നിന്നുള്ള ശിക്ഷ അനുഭവിപ്പാൻ കഴിഞ്ഞത്. അവളുടെ പാപത്തിന്റെ ഭാരം മുഴുവൻ ചുമന്നു മാറ്റി, അവളുടെ ശിക്ഷ മുഴുവൻ ചുമന്നു മാറ്റി, അവളുടെ സകല ദൈവത്തിൽ നിന്ന് അവളെ അകറ്റിയ സകലവും അവൻ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അവന്റെ ശിരസിൽ പിതാവ് ചുമത്തിയപ്പോൾ അത് ചുമന്നൊഴിച്ചു. അവന്റെ കാലുകളുടെ ബലം അവളെടുത്ത് കാണിക്കുകയാണ്. ഇനി നോക്കിയേ, ആ 15-ാം വാക്യത്തില് അവന്റെ രൂപത്തെക്കുറിച്ച് പറയുന്നത്, അവന്റെ രൂപം ലെബനോനെ പോലെ, ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. ഹിസ് കൗണ്ടനൻസ് ഈസ് as Lebanon, excellent as cedars. യഹൂദയിലെ പർവ്വതനിരകളിലുള്ള ഒരു കൂട്ടം പർവ്വതനിരകളാണ് ലെബനോനിലെ ഈ വനങ്ങൾ. ഏറ്റവും കൂടുതൽ പച്ചിലിപ്പുള്ള, അതായത് പച്ച നിറഞ്ഞു നിൽക്കുന്ന, വലിയ വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു പർവ്വത നിരയാണ്. 6 മാസത്തോളം അതിന്റെ മുകളിൽ സ്നോ ക്യാപ്റ്റാണ്, സ്നോ മൂടി കിടക്കുകയാണ്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും കട്ടികൂടിയ മഞ്ഞ് പെയ്യുന്ന പ്രതലം ഈ ലെബനോന്റെ വനാന്തരങ്ങളാണ്. അവിടുത്തെ വൃക്ഷങ്ങൾ വളരെ മനോഹരമാണ്, വളരെ മനോഹരം. നോക്ക്, അവന്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലെബനോനിലെ ദേവദാരു പോലെ ഉത്കൃഷ്ടമാണ്. എക്സലന്റ് as cedars. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ 1 രാജാക്കന്മാർ 4:53 ദേവദാരുവും ഈസോപ്പും അവന്റെ ഔന്നത്യത്തെയാണ് കാണിക്കുന്നത്. എക്സ്ട്രീം ഔന്നത്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിൽ ഉപരിയായിട്ടൊന്ന് കമ്പയർ ചെയ്യുവാനായിട്ടില്ല. ആ വൃക്ഷലതാദികളിൽ ലെബനോനിലെ ദേവദാരു എന്ന് പറഞ്ഞാൽ ഇനി അതിലപ്പുറമായിട്ടൊന്ന് കമ്പയർ ചെയ്യാനില്ല. ലെബനാനിലെ ദേവദാരു മുതൽ ചൂരനിൽ വളരുന്ന ഈസോപ്പ്, അതിനേക്കാട്ടിൽ കുറച്ച് പറയാനുമില്ല. കർത്താവിന്റെ ശ്രേഷ്ഠതയെ അവൾ വർണ്ണിക്കുകയാണ്. ഇറ്റ് ഈസ് സോ എക്സലന്റ്, ഹി ഹാസ് എൻ എലിവേറ്റഡ് ക്യാരക്ടർ. അത്ര ഉന്നതമായ അവന്റെ മഹത്വം, സ്നേഹം, കൃപ, സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന അവന്റെ ശ്രേഷ്ഠത അവൾ എടുത്തിവിടെ വർണ്ണിക്കുകയാണ്.
ഇത് പറഞ്ഞിട്ട് 16-ാം വാക്യം, അവന്റെ വായ ഏറ്റവും മധുരമുള്ളത്. ഹിസ് മൗത്ത് ഈസ് മോസ്റ്റ് സ്വീറ്റ്. അതിന്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ അണ്ണാക്കെന്നാണ്, പാലറ്റ് ഓഫ് ടേസ്റ്റ് എന്നാണ്. യെസ്, അങ്ങനെയാണ് അതിന്റെ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ. എന്ന് പറഞ്ഞാൽ അണ്ണാക്കാണ് നമുക്ക് രുചി തരുന്നത്, മധുരം തരുന്നത്. നോക്കുക, അവന്റെ സംസാരങ്ങൾ അവളിൽ ആഴമേറിയ വാസ്തവത്തിൽ ആ രുചികൾ അനുഭവിപ്പാനായിട്ടിടയാക്കി. ആഴമേറിയ രുചികൾ നമ്മൾ നേരത്തെ പഠിച്ചു. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, യൗവനക്കാരുടെ ഇടയിൽ ഒരു നാരകം പോലെ എന്റെ പ്രിയന്റെ നിഴലിൽ ഞാൻ ഇരുന്ന് അതിന്റെ പഴങ്ങൾ ഭക്ഷിച്ചു. അതെന്റെ നാവിന് അണ്ണാക്കിന് മധുരമായിരുന്നു. മൈ പലറ്റ്, അത് രുചികരമായിരുന്നു. എന്റെ പ്രിയനോടുള്ള ബന്ധത്തിലുള്ള സംസാരം, സംസർഗം, അവന്റെ വാക്കുകളൊക്കെ അവൾ പറയുന്നു ഏറ്റവും മധുരമാണ്. ഇറ്റ് ഈസ് സോ സ്വീറ്റ്, മോസ്റ്റ് സ്വീറ്റ്. അത് അവൾ സന്തോഷിക്കുകയാണ്. കാരണം അവന്റെ വായിൽ നിന്ന് അതിനെക്കാട്ടിൽ മഹത്വമുള്ളമായ ഒന്ന് കേൾപ്പാൻ ഈ ലോകത്തിൽ മറ്റൊരിടത്തും അവൾക്ക് കഴിയില്ല. അത് പുറപ്പെട്ടു വന്നു. അത് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു, അവൻ സർവാംഗ സുന്ദരനാണ്. ഹി ഈസ് ഓൾ ടുഗദർ ലവ്ലി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2-3 ഭാഗങ്ങളാണ് അവിടെ. ഹി ഈസ് ഓൾ ടുഗദർ ലവ്ലി. അവനെ ഏത് വിധത്തിലെടുത്തു, ഈസ് ഇൻ വേർഡ്സ്, ഈസ് ഡീഡ്സ്, അവന്റെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം എടുത്തു. ഹി ഈസ് ഓൾ ടുഗദർ ലവ്ലി. കർത്താവിന്റെ വാക്കിലെ, പ്രവൃത്തിയിലെ, നമ്മെക്കുറിച്ചുള്ള ചിന്തയിലെ, അവന്റെ വികാരത്തിലെ എല്ലാം ഹി ഈസ് ഓൾ ടുഗദർ ലവ്ലി. അവൻ സർവാംഗ സുന്ദരനാണ്. അവനിലൊരു ഊനമില്ലാത്തവനാണ്. യെരൂശലേം പുത്രി, ഇവനാണ് എന്റെ പ്രിയൻ. ഓ, ആ വാക്കുകളൊന്നും നോക്കിയേ, നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞെടുക്കേണ്ട വാക്കുകളാണ്. ഇവനാണ് എന്റെ പ്രിയൻ, ഇവനാണ് എന്റെ സ്നേഹിതൻ. ഹി ഈസ് മൈ ബെലവഡ്, ഹി ഈസ് മൈ ഫ്രണ്ട്. ഹി ഈസ് നോട്ട് ഓൺലി മൈ ബെലവഡ്, ബട്ട് ഹി ഈസ് മൈ ഫ്രണ്ട്. എന്റെ പ്രിയനെന്ന് മാത്രമല്ല, ഹി ഈസ് മൈ ഫ്രണ്ട് ഓൾസോ. ആരാണ് ഒരു കൂട്ടുകാരൻ? വചനത്തിൽ വായിക്കുന്നു, സദൃശവാക്യം 17:17, സദൃശവാക്യം 17:17 ഇങ്ങനെ വായിക്കുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. അത് ഈ വാക്കിനോടൊന്ന് ചേർത്ത് ചിന്തിച്ച്, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ഹീസ് മൈ ബെലവഡ്, ഹീസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ അവൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നവനാണ്. 2, എന്റെ അനർത്ഥ ദിവസത്തിൽ അവൻ എന്റെ സഹോദരനാണ്, എന്നെ കൈവിടില്ലേ. നോക്കുക, ഈ ലോകത്തിലെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞാൽ വലിയ ബന്ധമാണ്. അവരെ ഒരിക്കലും വിട്ടുമാറാത്തൊരു കൂട്ടരാ സ്നേഹിതന്മാർ. സ്നേഹിതന്മാരോട് ഹൃദയം തുറന്ന് സംസാരിക്കും. അവരുടെ എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും അവർ വാസ്തവത്തിൽ അവരെ വിട്ടുപോകില്ലേ. അതാണ് തിരുവചനത്തിൽ വായിക്കുന്നത്, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, അനർത്ഥ ദിവസത്തിൽ അവൻ സഹോദരനായി മാറും. നമ്മുടെ കർത്താവിനെ കുറിച്ച് ശൂനമി പറയുകയാണ്, ഹീസ് മൈ ബെലവഡ്, ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ ഫ്രണ്ട്. അവൻ എന്റെ പ്രിയൻ മാത്രമല്ലേ, ഹീസ് എ ഫ്രണ്ട് ടു മീ. എന്റെ ആവശ്യങ്ങളിൽ, എന്റെ പരാജയങ്ങളിൽ എന്നെ വിട്ടുപോകാതെ എന്നോട് പറ്റി നിൽക്കുന്ന ഒരു കൂട്ടുകാരനാണ് അവൻ. സദൃശവാക്യം 18:24 എന്നാൽ സഹോദരനെക്കാട്ടിൽ പറ്റുന്ന സ്നേഹിതന്മാരുമുണ്ട്. സ്വന്തം സഹോദരന്മാരെക്കാട്ടിൽ പറ്റുന്ന സ്നേഹിതന്മാരുമുണ്ട്. ആ സ്നേഹിതന്മാരിൽ ഏറ്റവും വലിയ സ്നേഹിതനാണ് ആര്? എന്റെ പ്രിയൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവിനെ കുറിച്ച് പറഞ്ഞ മഹത്വപൂർണമായ കാര്യങ്ങൾ. ഹി ഈസ് മൈ ബെലവഡ്, ഹി ഈസ് മൈ ഫ്രണ്ട്. ഇവനാണ് എന്റെ സ്നേഹിതൻ. അവർ ചോദിച്ചു, നിന്റെ പ്രിയൻ എങ്ങനെയുള്ളവനാണ്? അവനെ കുറിച്ച് അങ്ങോട്ട് വർണ്ണിച്ച് ആത്മാവിൽ വർണ്ണിച്ചിട്ട് അവൾ പറയുന്നു, ഹീസ് മൈ ബെലവഡ്, ഹീസ് മൈ ഫ്രണ്ട്. ഇത് കേട്ടപ്പോൾ അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അവരിൽ സംഭവിച്ച വ്യത്യാസം നോക്കിക്കട്ടെ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു? നിന്റെ പ്രിയൻ ഏത് വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു? ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം. അവന്റെ മഹത്വം അങ്ങോട്ട് വർണ്ണിച്ചപ്പോൾ മറ്റുള്ളവർ പറയുകയാണ്, ഇതുവരെ അവർ ചോദിച്ചതെന്നാ, നിന്റെ പ്രിയൻ എന്നാ ഇത്ര വലിയ വിശേഷത? ഇപ്പോൾ അവർ പറയുക, ഞങ്ങളും കൂടെ അന്വേഷിക്കാം. യെസ്, ഇതാണ് നമ്മുടെ സാക്ഷ്യം. നമ്മുടെ സാക്ഷ്യം ഇതാണ്. നമ്മൾ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കാത്തവരും എന്ത് പറയും? ഞങ്ങൾ വന്ന് അന്വേഷിക്കാം, ഞങ്ങൾ വന്ന് പരിശോധിക്കാം. വാസ്തവത്തിൽ അതിവിടെ സംഭവിക്കുകയാണ്. ശമര്യക്കാരത്തെ സ്ത്രീ എന്ത് സംഭവിച്ചു? യോഹന്നാന്റെ സുവിശേഷം ഒന്നെടുത്താട്ടെ, 4-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. 42-ാം വാക്യം. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നെന്ന് സ്ത്രീയോട് പറഞ്ഞു. ആ ശമര്യക്കാരത്തി പറഞ്ഞ വാക്കുകൾ ഹേതുവായി അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, നീ പറഞ്ഞ വാക്ക് നിമിത്തമല്ല, ഞങ്ങൾ തന്നെ കണ്ടു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. യെസ്,
ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ കുറിച്ച് നമ്മൾ അതിന്റെ പശ്ചാത്തലം പഠിച്ചു നോക്കിയാൽ മറ്റൊരു കാര്യം അറിയാം. ആ ഭൂതഗ്രസ്തൻ കല്ലറയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അവൻ അവിടെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് ആർക്കും പിടിച്ചടക്കുവാൻ വയ്യാത്ത ഭൂതം ബാധിച്ച ലെഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യൻ. അവന്റെ കിടപ്പ് ശവക്കല്ലറകളിലാണ്. അപ്പോൾ ആ ലോകത്തിൽ അവിടെ ഉള്ളവർക്കെല്ലാം പ്രസിദ്ധമാണ് ഈ വിധത്തിൽ ഭൂതം ബാധിച്ച എല്ലാവർക്കും ഭയമുള്ള മനുഷ്യൻ കർത്താവിനെ സുഖപ്പെടുത്തി. അവൻ ഒരു കാര്യമേ കർത്താവിനോട് പറഞ്ഞുള്ളൂ, നിന്നോടുകൂടെ എനിക്ക് വരണം. കർത്താവ് സമ്മതിച്ചില്ല. കാരണം എന്നാണെന്നറിയാമോ? അതിനൊരു പശ്ചാത്തലമുണ്ട്. യേശു ക്രിസ്തുവിനെ ആ പട്ടണത്തിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അവനെ നിർബന്ധിച്ചിട്ട് അവർ ആ പട്ടണത്തിൽ നിന്ന് പറഞ്ഞയച്ചു. കർത്താവിനെ അറിഞ്ഞ ഒരുവൻ അവിടെയുണ്ട്. അത് ഈ ഭൂതഗ്രസ്തൻ, സുഖം പ്രാപിച്ച ഭൂതഗ്രസ്തനാണ്. അവനെ കൂടെ കർത്താവ് കൊണ്ടുപോയാൽ പിന്നെ ആ പട്ടണത്തിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ആരുമില്ലേ. അവനെ കർത്താവ് അവിടെ വിട്ടേച്ചു പോയി. നമ്മൾ ചരിത്രം പഠിച്ചാൽ, താഴോട്ട് വായിച്ചാൽ, യേശു ക്രിസ്തു പിന്നെ മടങ്ങി ആ പട്ടണത്തിൽ കൂടെ വരുമ്പോൾ പട്ടണം മുഴുവൻ ഇളകിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ കർത്താവിനെ കാണുവാൻ. കാരണം എന്നാ? ഈ മനുഷ്യന്റെ സാക്ഷ്യമാണ്. ഇവിടെ വാസ്തവത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഈ ശൂനമി ഈ പ്രിയനെ കുറിച്ച് പ്രേമപരവശയെ അന്വേഷിച്ചപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, നിന്റെ പ്രിയൻ എന്താണ് ഇത്ര വലിയ വിശേഷത? ഞങ്ങൾക്കതൊന്നും മനസ്സിലാകുന്നില്ലേ? അവന്റെ മഹത്വം അങ്ങോട്ട് വർണ്ണിച്ചു. അവനെ കുറിച്ചുള്ളത് വർണ്ണിച്ചപ്പോൾ അവർ തന്നെ പറയുകയാണ്, ഞങ്ങളും കൂടെ നിന്റെ കൂടെ അന്വേഷിക്കാം. അവരിൽ ഒരു വലിയ ദാഹമുളവാക്കി. നമ്മളെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഉപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ദാഹമുളവാക്കും. നമ്മളെ വാസ്തവത്തിൽ മറ്റു മനുഷ്യരോട് ഇടപെടുമ്പോൾ, നമ്മൾ മറ്റുള്ള മനുഷ്യരോട് സംസർഗം നടത്തുമ്പോൾ നമ്മളിലുള്ള കർത്താവിനെ കണ്ടുമുട്ടുവാൻ മറ്റുള്ളവരിലൊരു ദാഹമുളവാകും. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. ഇവിടെ വാസ്തവത്തിൽ അവൾ അതാണ് ചെയ്യുന്നത്. നമ്മള് പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നു, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അവൾ ചെയ്തതാണ്, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിച്ചു. ആരാണിവര്? ഞങ്ങളും കൂടെ അന്വേഷിക്കാന്ന് പറഞ്ഞു. ആരാണിത്? 5:8 നമ്മൾ വായിച്ചു. ആരാണ്? യെരുശലേം പുത്രിമാരാണ് അവർ. യെരുശലേം പുത്രിമാർ, ഡോട്ടേഴ്സ് ഓഫ് യെരുശലേം. അവർ പുത്രിമാരാണ്. രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മൾ ഓർത്തതുപോലെ they have not grown into a bridal love. ഒരു കാന്തയുടെ പ്രേമത്തിലേക്ക് അവൾ വളർന്നിട്ടില്ല. അവർക്കൊരു കാന്തിയായി തീരുവാനുള്ള ഒരു വളർച്ച സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കൊടുത്ത പേരാണ് പുത്രിമാർ. പക്ഷെ യെരുശലേം പുത്രിമാരാണ്. അവരെ കൃപയുടെ കരവലയത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ്. ഞാനിത് വായിച്ചപ്പോൾ ഒരു വാക്യം ഓർത്തു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 1:4 വാക്യമല്ലേ? 1:4 നമ്മൾ വായിച്ചു. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. ഡ്രോ മീ ആഫ്റ്റർ thee, we will make haste. ഞങ്ങൾ ഒന്നിച്ചോടി വരാം. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്നെ വലിച്ചാൽ എന്ത് സംഭവിക്കും? ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി വരും. അവളെ കർത്താവ് ആകർഷിച്ചു. അവന്റെ മഹത്വം കൊണ്ട് അവളെ ആകർഷിച്ചപ്പോൾ അവൾ അനേകരെ അവന്റെ പുറകെ ഓടുവാനിടയാക്കി. ഇവിടെ അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ശൂനമി ആ പ്രിയന്റെ മഹത്വം വർണ്ണിച്ചപ്പോൾ അനേകർ അവനെ അന്വേഷിപ്പാനായിട്ട് ഇടയാക്കി തീർക്കുകയാണ്. ഇവിടെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്കിനിയും ശാന്തമായിട്ട് ആ ഭാഗത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. നമുക്ക് വളരെ മനോഹരമായി നമുക്ക് അനുഭവപ്പെടുന്ന ചില ഭാഗങ്ങളാണ് ഇനി കാണുന്നത്. ഞങ്ങളും അവനെ അന്വേഷിക്കാം എന്ന് അവർ പറയുകയാണ്. 2-ാം വാക്യത്തിൽ അവൾ പറയുന്നു, തോട്ടങ്ങളിൽ മേയ്പ്പാനും താമരപ്പൂ പറിപ്പാനും എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. യെസ്, അവൻ എവിടെയാണെന്ന് അവർ ചോദിച്ചു. അവൾ നേരത്തെ അന്വേഷിച്ചു, എന്റെ പ്രാണപ്രിയനെ നീ എവിടെയാണ് ആടിനെ മേയ്ക്കുന്നതെന്ന് ചോദിച്ചു. ഇല്ലേ? ഓർമ്മയില്ലേ? 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നീ എവിടെയാണ് ആടിനെ മേയ്ക്കുന്നത്? ഇപ്പോൾ അവൾ പറയുന്നത് എന്താണ്? അവൻ ആട് മേയ്ക്കുന്നത് തന്റെ തോട്ടത്തിലാണ്. ആ പദമൊന്ന് ശ്രദ്ധിച്ചേ. തോട്ടങ്ങൾ എന്നല്ല പറഞ്ഞ, തോട്ടമെന്നാണ്. സിംഗുലറാണ്. കാരണം എന്താ? ദൈവത്തിന് ഒരു തോട്ടമേ ഉള്ളൂ. ആ തോട്ടം എന്താണ്? അവന്റെ സഭയാണ്. അവൻ വാസ്തവത്തിൽ തന്റെ ജനത്തെ പരിപാലിക്കുന്നു. 6-ന്റെ 2-ാം വാക്യമാണ്, അവനെ മേയ്ക്കുന്നത് അവന്റെ തോട്ടത്തിലാണ്. ദാറ്റ് ഈസ് ഹിസ് ചർച്ച്. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുന്നില്ലേ. ഹി ഈസ് ഫീഡിങ് ഹിസ് ഫ്ലോക്സ്. അവന്റെ ആടുകളെ അവൻ പാലിക്കുകയാണ്. ഇല്ലേ? മൈ ബെലവഡ് ഹാസ് ഗോൺ ഇൻ ടു ഹിസ് ഗാർഡൻ ടു ദ ബെഡ് ഓഫ് സ്പൈസസ് ടു ഫീഡ് ഇൻ ദ ഗാർഡൻ. 2 കാര്യം ചെയ്യുന്നു. ടു ഫീഡ് ഇൻ ദ ഗാർഡൻ ആൻഡ് ടു ഗ്യാദർ ലില്ലീസ്. ആ ലില്ലി പുഷ്പങ്ങളെ അവൻ ശേഖരിക്കുവാനും ആടിനെ പാലിക്കുവാനും തോട്ടങ്ങളിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. കർത്താവിന്റെ ശുശ്രൂഷയുടെ മഹത്വമാണ് ഇവിടെ കാണുന്നത്. കർത്താവ് ഇന്നും തന്റെ സഭയെ പരിപാലിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാൾ കൈവിടില്ലെന്ന് അവൻ പറഞ്ഞു. അവൻ ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്നില്ലേ. ഇവിടെ ഒന്ന് നോക്കിയാട്ടെ. ഇവിടെ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇവള്
ഇവൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിനോടുള്ള ഒരു ബന്ധമില്ലാതെ, അഭേദ്യമായ ബന്ധമില്ലാതെ നമുക്കൊരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയില്ല. ഞാനൊന്നുകൂടെ വിശദീകരിക്കാം. കാറൽ മാർക്സിനെ അറിയാതെ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കാം. കാറൽ മാർക്സുമായിട്ട് ഒരു പരിചയവുമില്ല. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അംഗീകരിച്ചൊരുത്തിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കാം. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ചില സിദ്ധാന്തങ്ങൾ അവർ അംഗീകരിച്ചു. എന്നാൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ ഹി നീഡ്സ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. യെസ്, ഒരു പ്രിൻസിപ്പിളോ ചില തത്വങ്ങളോ കമ്മ്യൂണിസ്റ്റുകാർ ഫോളോ ചെയ്യുന്ന പോലെയുള്ള ചില മാനിഫെസ്റ്റോയോ പിൻഗമിച്ചാൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധ്യമല്ല. വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? ഇറ്റ് ഈസ് ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധവും അവനോടുള്ള പ്രേമത്തിന്റെ വർധനയുമാണ് ആത്മീയ വർധന. ഇവിടെ ആ പാഠം കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആത്മിക പിന്മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മിക പിന്മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അവനോടുള്ള സ്നേഹത്തിന്റെ കുറവാണ്. അല്ലേ? നമ്മള് വെളിപാട് ദിവസം 2:5 വായിക്കുന്നില്ലേ? നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ആ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അവളുടെ പിന്മാറ്റത്തിലേക്ക് അവൾ തുടങ്ങിയാണ്. ഏത് പിന്മാറ്റവും എവിടെ ആരംഭിക്കുന്നതെന്നറിയാമോ? കർത്താവിനോടുള്ള സ്നേഹം കുറയുമ്പോഴാ. കർത്താവിനോടുള്ള സ്നേഹം കുറയുമ്പോഴാ ഈ ഏത് പിന്മാറ്റവും തുടങ്ങുന്നത്. ഒരു മനുഷ്യനും യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം കുറയാതെ പിന്മാറ്റത്തിൽ പോകില്ലേ? അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തില് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 21 വാക്യത്തില് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളും. കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. യൂദ 21 പറയുന്നു, നമ്മളെ ആ സ്നേഹത്തിൽ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? ഈ പ്രിയനെ കുറിച്ച് പഠിക്കുമ്പോൾ, അവനെ ധ്യാനിക്കുമ്പോൾ, അവനെക്കുറിച്ച് വാസ്തവത്തിൽ അയവിറക്കുമ്പോൾ നമുക്ക് കൂടുതലായ ആ സ്നേഹത്തിൽ കുടികൊള്ളുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് വലിയ പാഠമാണ്. അവനോടുള്ള സ്നേഹം കുറഞ്ഞാൽ നമ്മൾ പിന്മാറ്റത്തിലേക്ക് തുടങ്ങും. ഏത് പിന്മാറ്റത്തിന്റെ ആരംഭം കർത്താവിനോടുള്ള സ്നേഹത്തിലുള്ള വരുന്ന കുറവാണ്. അവനോടുള്ള സ്നേഹം വർദ്ധിച്ചാൽ ആത്മിക വർധന നമുക്ക് സംഭവിക്കുകയാണ്. അവൻ ആ തോട്ടത്തിൽ ഉണ്ടെന്നുള്ളത് അവൾക്ക് ബോധ്യമായി. അവൻ അവിടെ ആടുമേയ്ക്കുന്നു എന്നുള്ളത് മനസ്സിലായി. ലില്ലി പുഷ്പങ്ങളെ അവൻ പറിപ്പാൻ അവിടെ ഇറങ്ങിപ്പോയി. എന്താണ് അവന്റെ സഭ? എന്താണ്? സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. നോക്കുക, ആ പദമൊന്ന് ശ്രദ്ധിച്ചാട്ടെ. തന്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. അവന്റെ സഭ എന്താണ്? അവന്റെ സഭ സുഗന്ധ സസ്യങ്ങളുടെ തടവാണ്. കർത്താവിന്റെ മുഖം എന്തായിരുന്നു? 5:13 സുഗന്ധ സസ്യങ്ങളുടെ തടവാണ്. അല്ലേ? 5:13 അവന്റെ മുഖം സുഗന്ധ സസ്യങ്ങളുടെ തടമാണെന്ന് പറഞ്ഞു. നോക്കുക, അവളിൽ ആ ക്യാരക്ടർ കാണുകയാണ്. അവന്റെ സഭ ഇന്ന് എന്താണ്? സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. അവനിൽ നിന്ന് പുറപ്പെട്ട സുഗന്ധം തന്നെയാണ് അവളിൽ നിന്നും പുറപ്പെടുന്നത്. ഞാൻ താഴ്വരയിലെ ലില്ലി പുഷ്പമാണ്, നീ മുള്ളുകളുടെ ഇടയിൽ ലില്ലി പുഷ്പം പോലെ ഇരിക്കുന്നു. നോക്കിയേ, എന്റെ മുഖം സുഗന്ധ സസ്യങ്ങളുടെ തടവാണെങ്കിൽ സഭയെ നോക്കി പറഞ്ഞു, നീ സുഗന്ധ സസ്യങ്ങളുടെ തടവാണ്. അവനിൽ വിളങ്ങുന്ന സൗരഭ്യം, അവന്റെ സൗന്ദര്യം എവിടെ വിളങ്ങുന്നു? അവന്റെ സഭയില് വിളങ്ങുന്നു. അതെത്ര നല്ലൊരു പാഠമാണെന്ന് നോക്കിയാട്ടെ. ആ തോട്ടത്തിന് കൊടുത്ത പേര് സുഗന്ധ സസ്യങ്ങളുടെ തടം. 4:16 നോക്കിയാട്ടെ. 4:16 നമ്മൾ പഠിക്കും, വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക, എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിന്റെ വിശിഷ്ടഫലം ഭജിക്കട്ടെ. നോക്കുക, അവന്റെ തോട്ടത്തിൽ നിന്ന് ലോകത്തിലോട്ട് പുറപ്പെടേണ്ടത് സുഗന്ധമാണ്, സൗരഭ്യമാണ്. ആ തോട്ടത്തിന് കൊടുത്ത പേര് സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. ലോകം ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രതലമാണ്. ലോകത്തിന്റെ മനുഷ്യൻ സ്വയത്തിലും പാപത്തിലും മുഴുകിയിരിക്കുകയാണ്. എന്നാൽ അവന്റെ പ്രിയയുടെ തോട്ടത്തിൽ നിന്ന് ആ സുഗന്ധം പുറപ്പെടണം. നമ്മൾ അതാണ് ഇവിടെ വായിച്ചത്. അവന്റെ തോട്ടം വാസ്തവത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തോട്ടമാണ്. അവിടെ തെന്നിക്കാറ്റും വടതിക്കാറ്റും ഒക്കെ അവൻ അടുപ്പിക്കുന്നു നമുക്കറിയാം. അവൾ തന്നെ ചലഞ്ച് ചെയ്യുന്നു, വരട്ടെ, വടതിക്കാറ്റോ തെന്നിക്കാറ്റോ വരട്ടെ, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശട്ടെ. കഷ്ടതയിലും സന്തോഷത്തിലും ഒക്കെ അവിടെ നിന്ന് പുറപ്പെടേണ്ടത് ആ സൗരഭ്യമാണ്. എന്നാൽ മറ്റൊരു പദം, അവൻ അവിടെ ലില്ലി പുഷ്പങ്ങളെ പറിക്കുകയാണ്, പൂക്കളെ പറിക്കുകയാണ്. ടു ഗ്യാദർ ദ ലില്ലീസ്. നമ്മൾ 2:2 വായിച്ചു, അവൾ മുള്ളുകളുടെ ഇടയിലെ ലില്ലി പുഷ്പമാണ്. ഞാൻ നേരത്തെ ഇത് ഓർപ്പിച്ചല്ലോ. കർത്താവ് ലില്ലി പുഷ്പങ്ങളെ ഗ്യാദർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചിന്തിക്കാം. അവന്റെ തോട്ടമായ അവന്റെ സഭയിൽ നിന്ന് ചില വിശുദ്ധന്മാരെ അവൻ തന്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളുന്നു. ഞാൻ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഈ ഭാഗം എടുത്തിട്ടുണ്ട്. നോക്കുക, ദൈവജനം ഇരിക്കുന്നത് മുള്ളിന്റെ ഇടയിലാണ്. ഈ ലോകത്തിൽ മുള്ളുകൾ പാപം മൂലം ഉണ്ടായി. ആ മുള്ളുകളുടെ ഇടയിലാണ് അവർ ഇരിക്കുന്നത്. അവന്റെ തോട്ടത്തിൽ അവൻ വരുന്നു,
തോട്ടത്തിന് ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്നു, അവനോടെ ആടുകളെ മേയ്ക്കുന്നു. എന്നാൽ ചിലപ്പോൾ അവന്റെ സന്തോഷമാണ് ആ തോട്ടത്തിൽ നിന്ന് ഒരു പൂ പറിച്ചെടുക്കുന്നത്. അവൻ ചില പുഷ്പങ്ങളെ പറിച്ചെടുക്കും. എന്നാൽ ഒരു കാര്യം നമുക്ക് തീർച്ചയാകാം, അവന്റെ തോട്ടമാണ്, അവനാണ് അതിന്റെ ഉടമസ്ഥൻ, അവന്റെ പ്ലഷറിനാണ് അവൻ ആ പുഷ്പങ്ങളെ പറിച്ചെടുത്താൽ അവൻ എവിടെ നിന്നാ പറിച്ചെടുക്കുന്നത്? മുള്ളിന്റെ ഇടയിൽ നിന്നാണ്. പിന്നെ അവർക്കൊരിക്കലും മുള്ളിന്റെ അനുഭവമില്ലേ, അവർക്കൊരിക്കലും ദുഃഖത്തിന്റെ അനുഭവമില്ലേ? വചനം എത്ര കൃത്യമാണെന്ന് നോക്കിയേ. ഒരിക്കലും മുള്ളിന്റെ അനുഭവം, ഈ ലോകത്തിൽ പാപമുളവാക്കിയ യാതൊരു മുള്ളും പിന്നീട് അവർക്കില്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവ് അറിയാതല്ല ഒരു വിശുദ്ധനെ ലോകത്ത് നിന്ന് മാറ്റുന്നത്. അവൻ അറിയാതെ, അവന്റെ പൂർണ്ണ നിശ്ചയമില്ലാതെ ഒരൊറ്റ വിശുദ്ധനും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടില്ലേ. 90 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. അവൻ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. കർത്താവാണ് ആ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുക എന്ന് പറഞ്ഞാൽ അവനാണ് ചിലരെ വിളിച്ചവന്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നത്. അവനാണ് ചില ലില്ലി പുഷ്പങ്ങളെ പറിച്ചെടുക്കുന്നത്. നമുക്കതിന് ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം എന്നാ, ഈ തോട്ടത്തിന്റെ ഉടയവൻ അവനാണ് അതിന്റെ അവകാശി. ഞാനൊരു തോട്ടം നട്ടുണ്ടാക്കിയാൽ എനിക്കൊരു പൂ അതിൽ നിന്ന് പറിക്കാൻ അവകാശമില്ലേ? ഉണ്ട്, അവനതിന് അവകാശമുണ്ട്. ഇവിടെ ഒരു വാക്കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ എടുത്തു പറഞ്ഞു നിന്റെ പ്രിയൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഇംഗ്ലീഷ് അത് വായിച്ചാൽ മൈ ബിലവഡ് ഈസ് ഗോൺ ഡൗൺ ഇൻ ടു ഹിസ് ഗാർഡൻ. ആ വാക്ക് ശ്രദ്ധേയമാണ്. മൈ ബിലവഡ് ഈസ് ഗോൺ ഡൗൺ ഇൻ ടു ഹിസ് ഗാർഡൻ. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയെന്ന. ഈ ഗോൺ ഡൗൺ, യെസ്, ഹി ഡിഡ്ന്റ് ഗോ അപ്പ്. അവൻ ഉയരത്തിലേക്ക് പോയെന്നല്ലേ, ഹി ഹാസ് ഗോൺ ഡൗൺ. ഒരു വാലിയിലേക്ക് ഇറങ്ങിപ്പോയി. നമ്മൾ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിച്ചു, താഴ്വരയിലെ ലില്ലി പുഷ്പമാണ്. എന്റെ പ്രിയ താഴ്വരയിൽ മുള്ളുകളുടെ ഇടയിൽ ഇരിക്കുന്നു. ഈ ഭൂമിയാണ് ആ താഴ്വര കാണിക്കുന്നത്. വളരെ താഴ്ചയുള്ളൊരു പ്രതലം, താഴ്വര ഈ ലോകത്തെ കാണിക്കുന്നു. അവൻ അവിടോട്ട് ഇറങ്ങി വന്നു. വെളിപ്പാട് ദിവസം 2-3 അധ്യായം അവൻ ഇന്നും സഭയുടെ മധ്യത്തിൽ നടക്കുകയാണ്. ദൈവസഭയുടെ മധ്യത്തിൽ, അവന്റെ സഭയ്ക്ക് മധ്യത്തിൽ. നോക്ക്, അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയ കാര്യമല്ല. ഹി ഈസ് ഇൻ ഹിസ് മിഡ്സ് ഓഫ് ഹിസ് ചർച്ച്. അവന്റെ സഭയുടെ മധ്യത്തിൽ അവനുണ്ട്. എന്തിനാണ്? തോട്ടങ്ങളിൽ മേയ്പ്പാനാണ്. യെസ്, അവൻ മേയ്പ്പാൻ പോയിരിക്കുകയാണ്. തന്റെ തോട്ടത്തിൽ അവൻ മേയ്ക്കാൻ പോയിരിക്കും. ഈ ഫീഡ് ദിസ് ഫ്ലോക്ക് എമംഗ് ദ ലില്ലീസ്. 2:17 നോക്കിയാട്ടെ. 2:17 സോറി, മലയാളത്തിൽ 16 2:16. യെസ്, അവൻ ലില്ലി പുഷ്പങ്ങളുടെ ഇടയിൽ ആട് മേയ്ക്കുന്നു. ഹി ഫീഡ് ദിസ് ഫ്ലോക്ക് എമംഗ് ദ ലില്ലീസ്. വിശുദ്ധിയുള്ള പ്രതലത്തിൽ അവൻ ആട് മേയ്ക്കുന്നു. 1 പത്രോസ് 2:25. അതുകൊണ്ടാണ് കർത്താവിനെ പറഞ്ഞത് അവൻ ഇടയ ശ്രേഷ്ഠനാണ്. ഈസ് ദ ഗ്രേറ്റ് ഷെപ്പേർഡ്. എങ്ങനെയാണ് ഗ്രേറ്റ് ഷെപ്പേർഡ് ആയത്? യോഹന്ന അവിടെ വായിക്കുന്നു, ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവൻ. ആത്മാക്കളുടെ ഇടയൻ, ഈസ് ദ ഷെപ്പേർഡ് ഓഫ് ദ സോൾ. നമ്മുടെ പ്രാണനെ നടത്തുന്ന, നയിക്കുന്ന ആ പ്രിയനാണ് അവൻ. എത്ര മനോഹരമാണെന്ന് നോക്കിയാട്ടെ. കർത്താവ് നമ്മളെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ തന്റെ തോട്ടത്തിൽ ഇരിക്കുകയാണ്. യെസ്, ഇസ് റിന്യൂവൽ, ഇസ് ലിവിംഗ് പ്രസൻസ് ആൻഡ് റിന്യൂഡ് കമ്മ്യൂണിയൻ. അവൾക്കത് മനസ്സിലായി, എന്റെ പ്രിയൻ ഇവിടെയുണ്ട്. വളരെ ഈ ലോകത്തിലെ, ദുഷ്ടൻ വാഴുന്ന ലോകത്തിലെ കർത്താവ് തന്റെ സഭയുടെ മധ്യത്തിൽ അവളെ ശുശ്രൂഷിപ്പാൻ അതിന്റെ മധ്യത്തിലുണ്ട്. തോട്ടങ്ങളിൽ മേയ്ക്കുന്നു, താമരപ്പൂ പറിക്കുന്നു. അവൻ തോട്ടങ്ങളിലേക്ക്, സുഗന്ധസസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ അതിന്റെ നടുക്കേട്ട് ഇറങ്ങിപ്പോയിട്ട് വായിക്കുന്നു. പിന്നീട് അടുത്ത വാക്യം, ഞാൻ എന്റെ പ്രിയനുള്ളവൾ, എന്റെ പ്രിയൻ എനിക്കുള്ളവൾ. അവൻ താമരയിടയിൽ മേയ്ക്കുന്നു. വീണ്ടും എടുത്തു പറഞ്ഞു, ഹി ഫീഡത്ത് എമംഗ് ദ ലില്ലീസ്. ഹി ഫീഡത്ത് എമംഗ് ദ ലില്ലീസ്. അവൻ എവിടെയാണെന്നുള്ള ഉറപ്പ് അവൾ കൊണ്ടപ്പോൾ അവൾക്ക് കുറച്ചുകൂടെ ആത്മിക വെളിച്ചമുണ്ടായി. എന്നാൽ ഇവിടെ ഒരു ഭാഗം പറഞ്ഞ് ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. എന്താണെന്നറിയാമോ? അവൾ എടുത്തു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, എന്റെ പ്രിയൻ എനിക്കുള്ളവൾ. 2:16 നോക്കിയേ. 2:16 ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ നോക്കിയേ. 2:16 എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവർ. ഇപ്പം പറഞ്ഞതോ, ഞാൻ എന്റെ പ്രിയനുള്ളവൾ, എന്റെ പ്രിയൻ എനിക്കുള്ളവർ. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. അവൾ ആത്മീയമായി വളർന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. എന്താണെന്നറിയാമോ? ഒരു ഭാര്യയെ സംബന്ധിച്ച് ലളിതമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒരു ഭാര്യ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഒരു സ്ത്രീ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, അവൾ സൃഷ്ടിക്കപ്പെട്ടത് ഒരു പുരുഷന് വേണ്ടിയാണ്, അല്ലേ?
മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഷീ വാസ് ക്രിയേറ്റഡ് ഫോർ ഹിം ആൻഡ് ക്രിയേറ്റഡ് ഫ്രം ഹിം. അവനിൽ നിന്ന് അവളെ ഉണ്ടാക്കി, അവന് വേണ്ടി അവളെ ഉണ്ടാക്കി. അവള് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവൾക്ക് ആ ബോധമുണ്ടാവുമ്പോൾ ഒരു ഭാര്യയ്ക്ക് മനസ്സിലാകും എന്താണ്, ഞാൻ എന്റെ ഭർത്താവിനുള്ളതാണ്. ആ പറയുന്നതും എന്റെ ഭർത്താവ് എനിക്കുള്ളതാണെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഞാൻ എന്തിനാണ് എന്റെ എക്സിസ്റ്റൻസ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്, ഞാൻ ഈ ഭൂമിയിൽ എന്തിനു ജീവിക്കുന്നു, എന്തിനാണ് എന്നെ ഒരു സ്ത്രീയായിട്ട് ഞാൻ സൃഷ്ടിച്ചത്, അതിന്റെ പർപ്പസ് ഒന്ന് ചിന്തിച്ചേ. ഐ ആം ഹിസ്, ഞാൻ അവന്റേതാണ്, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. വചനത്തിൽ ഇതല്ലേ പറയുന്നത്, നാം അവൻ മുഖാന്തരം അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അവയെ സൃഷ്ടിച്ചത് ആദമിന് വേണ്ടിയാണ്, നമ്മെ സൃഷ്ടിച്ചത് കർത്താവിന് വേണ്ടിയാണ്. നോക്ക, ഇവിടെ അവൾ ആ റിയലൈസേഷനിലേക്ക് വന്നു, ഞാൻ എന്റെ പ്രിയനുള്ളവളാണ്. ഐ ആം മൈ ബെലവഡ്. നേരത്തെ പറഞ്ഞു എന്റെ പ്രിയൻ എനിക്കുള്ളതാണ്. വാസ്തവത്തിൽ അതിനകത്ത് ആത്മീയ അർത്ഥമുണ്ട്. അവൻ എന്റേതാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവളിൽ നിന്ന് അനുഭവിക്കാനായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടി ഉന്നതമാണ് ഇത്. ദൈവദാസന്മാരിൽ പലരും ചിന്തിക്കുന്നു, വി ആർ ഹിസ് ബൈ ക്രിയേഷൻ, വി ആർ ഹിസ് ബൈ റിഡംഷൻ, വി ആർ ഹിസ് ബൈ ദ പ്രസന്റേഷൻ ഓഫ് ദ ഫാദർ. അല്ലേ? യോഹന്നാൻ 17 പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ എനിക്ക് ലോകത്തിൽ നിന്ന് തന്നവർ. അപ്പൊ ചിലരെ പിതാവ് പുത്രന് വേണ്ടി കൊടുത്തു, നമ്മളൊക്കെ അതിൽപ്പെട്ടു. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ വീണ്ടെടുത്തു, പിതാവ് നമ്മളെ അവന് ദാനമായി കൊടുത്തു. നാലാമത് നാം നമ്മെ തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. വി ആർ ഹിസ്, നമ്മൾ അവന്റേതാണ്. 4 വിധത്തിൽ അവൻ നമ്മെ സൃഷ്ടിച്ചു, അവൻ നമ്മെ വീണ്ടെടുത്തു, പിതാവ് നമ്മളെ അവന് വേണ്ടി പ്രസന്റ് ചെയ്തു, 4ാമത് നാം നമ്മെ തന്നെ അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. 4 വിധത്തിൽ. അവൾ പറയുന്ന വാക്കിന്റെ അർത്ഥം നോക്കുക, ഐ ആം മൈ ബെലവഡ്സ്, ഞാൻ എന്റെ പ്രിയനുള്ളതാണ്. വലിയ വെളിച്ചമാണ്, വലിയ വെളിച്ചം, വലിയ അർത്ഥപൂർണമായ ഒരു വെളിച്ചമാണെന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നു. അവൻ വീണ്ടും എടുത്തു പറഞ്ഞു, ഫീഡത്ത് അമംഗ് ദ ലിലീസ്, അവൻ വിശുദ്ധിയുള്ള പ്രതലത്തിലാണ് അവൻ ആടുമേയ്ക്കുന്നത്. നമുക്കറിയാം, അവനെ സ്നേഹിക്കുന്ന വിശുദ്ധന്മാരുടെ നടുവിൽ. ലവോദിക്ക സഭയെക്കുറിച്ച് അത് പറയുന്നുണ്ടോ? ഇല്ല. ലവോദിക്ക സഭയ്ക്ക് കർത്താവ് എവിടെയാണ്? അവൻ സഭയ്ക്ക് പുറത്തു നിൽക്കുകയാണ്, അതിനകത്തോട്ട് കയറാൻ വാതുക്കൽ മുട്ടുകയാണ്. വിശുദ്ധന്മാരുടെ സംഘത്തിൽ അവന് ആ വിശുദ്ധിയുള്ള പ്രതലത്തിൽ അവൻ വാസ്തവത്തിൽ അവൻ ആടുമേയ്ക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ മഹത്വം സഭയോടുള്ള ബന്ധത്തിലൂടെ കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഇനിയും പ്രിയൻ അവളെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് 4 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. 4 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളെ ഇത്രയും മഹത്വപൂർണമായ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പ്രിയൻ, എ ന്യൂ കമൻഡേഷൻ ബൈ ദ ബെലവഡ്. പ്രിയൻ, നമ്മൾ ഓർത്തു, അവളെ ഉത്സാഹിപ്പിക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്, അവളെ ചെറിഷ് ചെയ്യുകയാണ്. ആ ചെറിഷിംഗ് ആണ് ഇവിടെ കാണുന്നത്. 4ാം വാക്യം നോക്കിയാട്ടെ, എന്റെ പ്രിയെ, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ, യെരുശലേം പോലെ മനോഹര, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. എന്റെ പ്രിയെ, നോക്ക് അവന്റെ കമന്റേഷൻ, thou art beautiful o my love as തിർസ. നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ. 3 കാര്യം പറഞ്ഞു. തിർസ പോലെ സൗന്ദര്യമുള്ളത്, യെരുശലേം പോലെ മനോഹര, കൊടികളോടുകൂടിയ സൈന്യം. തിർസ പോലെ സൗന്ദര്യമുള്ളവൾ. എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് നോക്കാം. പിതാവിന്റെ രാജ്യത്തിൽ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പിതാവിന്റെ രാജ്യത്തിൽ എന്തായിരിക്കുന്നു? തിർസ പോലെ സൗന്ദര്യമുള്ളവൾ. നമുക്കതിന്റെ പുറകിലോട്ട് ഒരൽപ്പം ചരിത്രം എടുത്തു നോക്കാം. തിർസ എന്ന് പറയുന്നത് ഒരു കനാന്യ നഗരമായിരുന്നു. വേണേ വാക്യം നോക്കാം. നോക്കുക, യോശുവ സ്ഥലം പിടിച്ചെടുക്കുകയാണ്. തിർസ പോലെ നിനക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ആത്മീയാർത്ഥമുണ്ട്. യോശുവയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, എന്നാൽ യോശുവയും ഇസ്രായേൽ മക്കളും യോർദാനക്കര പടിഞ്ഞാറ് ലെബനോന്റെ താഴ്വരയിൽ ബൽഗദ സെയീരിലേക്ക് കയറ്റത്തിൽ മൊട്ടക്കുന്നുവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിന് ഗോത്രവിഭാഗ പ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവർ ആകുന്നു. യോശുവ പിടിച്ചെടുത്ത് യോർദാന്റെ അപ്പുറേ കൊടുത്ത സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ രാജാക്കന്മാരുടെ പേര് പറയുകയാണ്. പറഞ്ഞു വരുമ്പോൾ അതിന്റെ 24-ാം വാക്യം നോക്കിയാട്ടെ, തിർസ രാജാവ് 1. അപ്പോൾ കനാന്യ രാജാക്കന്മാരിൽ ഒരാളാണ് തിർസ രാജാവ്, അതിനകത്ത് സംശയമില്ല. ഇവിടെ എടുത്തു പറഞ്ഞു, തിർസ പോലെ നീ സൗന്ദര്യമുള്ളവളാണ്. ഇനി നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ഉൽപ്പത്തി 15 എടുക്കാം. ഉൽപ്പത്തി 15 ഈ കനാന്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വെളിപ്പാട് ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. ഉൽപ്പത്തി 15 16 തൊട്ടുള്ള വാക്യമാണ്. അവിടെ പറയുന്നു, 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു.
അവര് മിസ്രൈമിൽ 400 വർഷം അടിമകളായി കിടക്കാൻ പോവുകയാണ് ഇസ്രായേൽ മക്കൾ. 4ാം തലമുറക്കാരാണ് മടങ്ങി വരുന്നത്, യോശുവയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുമ്പോൾ ദൈവം പറഞ്ഞു, അവരുടെ എന്താ പറഞ്ഞത്, അവരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ their iniquity had an end എന്ന് പറഞ്ഞാൽ അക്രമം കൊണ്ടും അതിക്രമം കൊണ്ടും നിറഞ്ഞവരായി മാറി. കനാന്യരെ വാളുകൊണ്ട് വെട്ടിവീഴ്ത്തുകയാണ്. ആ വെട്ടിവീഴ്ത്തുന്ന ഒരു സ്ഥലമാണ് തിർസ, പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ വളരെ മാലിന്യം നിറഞ്ഞ, അതിക്രമം നിറഞ്ഞു വന്നു. തിരുവചനം അത് പഠിപ്പിക്കുന്നു. അപ്പോഴാണ് ദൈവം അത് പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുത്ത ശേഷം എന്ത് സംഭവിച്ചു? ആ സ്ഥലം എന്തായി തീർന്നെന്നറിയാമോ? 1 രാജാക്കന്മാർ 14:17 വാക്യം. 1 രാജാക്കന്മാർ 14:17 വാക്യം. യെസ്, നമുക്ക് രഹോബോം ജെറബോം നമുക്കറിയാം. ശലോമോന്റെ 2 മക്കളാണ്. 10 ഗോത്രങ്ങളുള്ള ഇസ്രയേലും 2 ഗോത്രങ്ങളുള്ള ജൂഡയും ഇങ്ങനെ 2ആയിട്ട് ഭാഗിക്കപ്പെട്ടു. അതില് ഇസ്രയേലിന്റെ രാജാക്കന്മാർ വാണിരുന്ന സ്ഥലമായിരുന്നു ഈ തിർസ. നമ്മളിവിടെ വായിക്കുന്നു, യെരോബയാമിന്റെ ഭാര്യ ഈ തിർസയുടെ അവിടെ കടക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ വാസസ്ഥലമാക്കി. ഒന്ന് ചിന്തിച്ചേ, ആത്മീയാർത്ഥം ചിന്തിച്ചേ. പിതാവിന്റെ രാജ്യത്തിൽ നീ എങ്ങനെയാണെന്ന് അവളെ കുറിച്ച് പറയുകയാണ്. ഇവിടെ എടുത്തു പറഞ്ഞു, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവളാണ്. തിർസ ഒരിക്കൽ കനാന്യ രാജാക്കന്മാരുടെ വാസസ്ഥലമായിരുന്നു. ഇന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രയേലിന്റെ രാജാക്കന്മാരുടെ വാസസ്ഥലമായി. വചനത്തിൽ ഇതിനു മുമ്പ് നമ്മൾ 2 ഭാഗം ചിന്തിച്ചതുപോലെ ഒന്ന് പറയാമോ ഏതാണെന്ന്? ഓർക്കുന്നുണ്ടോ നോക്കട്ടെ. 2 ഭാഗം പറഞ്ഞു. ഒന്ന്, ഞാൻ കറുത്തവളെങ്കിലും സൗന്ദര്യമുള്ളവളാണ്. ഐ ആം ബ്ലാക്ക് ബട്ട് കോംലി. എന്നിട്ട് എടുത്തു പറഞ്ഞു എന്താണ്? കേദാര്യ കൂടാരങ്ങളെ പോലെ കറുത്തിരുന്നു, ശലോമോന്റെ തിരശ്ശീല പോലെ ഞാൻ അഴകുള്ളവളായി. കേദാര്യ കൂടാരങ്ങൾ നമ്മൾ പഠിച്ചു. അതിക്രമവും അക്രമവും നിറഞ്ഞു നിന്ന ജഡീകന്മാരുടെ കൂടാരമായിരുന്നു. ഇന്ന് അതെങ്ങനെയായി മാറി? ശലോമോന്റെ തിരശ്ശീല സമാധാന പ്രേമികളായി, സമാധാനത്തിന്റെ കൂടാരമായി മാറി. വീണ്ടും ഇവിടെ എടുത്തു പറഞ്ഞു, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ. ഒരിക്കൽ കനാന്യ രാജാക്കൻ അതിക്രമവും പാപവും നിറഞ്ഞു നിന്ന ആ പട്ടണമെന്ന് ദൈവത്തിന്റെ വാസസ്ഥലമായി, ദൈവജനം വസിക്കുന്ന ഇടമായി. എന്തൊരർത്ഥമാണ്! നമ്മുടെ ജീവിതമാണ് എടുത്ത് കാണിക്കുന്നത്. നിന്റെ സൗന്ദര്യത്തെ പിതാവ് കാണുമ്പോൾ ഒരിക്കൽ നീ കനാന്യർ വാഴുന്ന പട്ടണം പോലെയായിരുന്നു, അതിക്രമം നിറഞ്ഞു നിന്ന പട്ടണമായിരുന്നു, അശുദ്ധി നിറഞ്ഞു നിന്ന പട്ടണമായിരുന്നു. ഇന്ന് അവന്റെ ജനം പാർക്കുന്ന സ്ഥലമായി, വിശുദ്ധന്മാരുടെ പ്രതലമായി, താമരകളുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധിയെ കാണിച്ചു. ഇന്ന് ആ കനാന്യ രാജാക്കന്മാരുടെ പട്ടണം ദൈവജനത്തിന്റെ പട്ടണമായി മാറി. 1:5 നമ്മൾ വായിച്ചു, കറുത്തവൾ അഴകുള്ളവളായി മാറി. കോംലി ആസ് ജെറുസലേം. 2ാമത് എടുത്തു പറഞ്ഞു, യെരുശലേം പോലെ മനോഹര. യെരുശലേം പോലെ മനോഹര. ഇതിന് വളരെ ആഴമേറിയ അർത്ഥമുണ്ടെന്ന് ദൈവദാസന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമിയുടെ 4 ദിക്കിലും സൂചകമായി നിൽക്കുന്നു എന്ന് പറയുന്നു അവന്റെ 4 മലകൾ. സിയോൻ, അക്ര, മോറിയ, ബസാത്ത എന്ന 4 മലകള് 4 ദിക്കുകളെ സൂചിപ്പിച്ചുകൊണ്ട് യെരുശലേമിൽ നിൽക്കുമ്പോൾ വേദപണ്ഡിതന്മാർ മറ്റൊരു കാര്യം പറയുന്നു, ഭൂമിയുടെ മധ്യഭാഗമാണ് യെരുശലേം. യെസ്, എസെക്കിയേൽ 5:5 ഭൂമിയുടെ മധ്യഭാഗമാണ്. അതിന് സംശയമില്ല. വചനത്തിൽ പല വാക്യങ്ങളുണ്ട്. ദൈവം ഭൂമിയുടെ കേന്ദ്രമാണ് യെരുശലേം എന്ന് പറയുന്നു. അപ്പോൾ നോക്കിയാൽ യെരുശലേം പോലെ നീ സൗന്ദര്യമുള്ളവൾ എന്ന് പറയുമ്പോൾ ഇന്ന് സിയോൻ എന്ന് പറഞ്ഞാൽ യെരുശലേമാണ്. 132 സങ്കീർത്തനം 13-14 വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു. യഹോവ സിയോനെ തെരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമാക്കുകയും ചെയ്യാൻ ഇച്ഛിച്ചു. എന്നാൽ ഒരു വാക്യം സഫന്യ 3:17 മലയാളത്തിൽ അത് അത്രത്തോളം അർത്ഥപൂർണമാണോ എന്നറിയില്ല. സഫന്യ 3:17. യെസ്, ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. He will rest in his love. He will rest in his love. അവൻ തന്റെ പ്രേമത്തിൽ വിശ്രമിക്കുന്നു. അവൻ തന്റെ പ്രയത്നമെല്ലാം കണ്ട് തൃപ്തനാകുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. നോക്കുക, യെരുശലേം എന്ന വാക്കിന്റെ അർത്ഥം ശാലേം, പീസ്, സിറ്റി ഓഫ് പീസ്. സിറ്റി ഓഫ് പീസ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ സിയോനെ തെരഞ്ഞെടുത്തു. അത് തന്റെ വാസസ്ഥലമാണ്, അത് തന്റെ വിശ്രമ സ്ഥലമാണ്. എവിടെയാണ് അവൻ വിശ്രമിക്കുന്നത്? അവൻ തന്റെ സ്നേഹത്തിൽ വിശ്രമിക്കുന്നു. ഇന്ന് പുതിയ നിയമ സിയോൻ എന്ന് പറയുന്നത് അവന്റെ സഭയാണ്. സഭയ്ക്ക് മധ്യത്തിൽ എന്താണുള്ളത്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. യെരുശലേം പുത്രിമാരുടെ പ്രേമത്താൽ വിചിത്ര ഖചിതമായിരിക്കുന്നു ശലോമോന്റെ പല്ലക്കിന്റെ അകം.
ദൈവസഭയ്ക്കകം മുഴുവൻ അത് വിചിത്രമായിരിക്കുന്നത് ആരുടെ പ്രേമം കൊണ്ടാ? യെരുശലേം പുത്രിമാരുടെ പ്രേമം, ദൈവജനത്തിന്റെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായ ഒരു പ്രതലം. അവിടെ അവൻ എന്തുണ്ട്? വിശ്രമമുണ്ട്. അവന് വിശ്രമമുണ്ട്. ലോകത്തിൽ അവന് വിശ്രമിപ്പാൻ ഒരിടമില്ലായിരുന്നു. അവൻ ജനിക്കുവാനായിട്ടൊരിടം തപ്പിയപ്പോൾ അവിടെ എല്ലാം കേട്ട വാർത്ത എന്താ? ഇവിടെ സ്ഥലമില്ല, നോ വേക്കൻസി. എന്നാൽ അവന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തു. അവന്റെ വാസസ്ഥലമായി തീർന്നു. സഭ അവൻ വസിക്കുന്ന ഇടമാണ്. അവൻ അതിനെ ഇച്ഛിച്ചു. തിരുവചനത്തിൽ വായിക്കുന്നു, അതവന്റെ വിശ്രാമമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തോടെ വിശ്രമിക്കുന്നത്? അവന്റെ സ്നേഹത്തിൽ അവൻ വിശ്രമിക്കുന്നു. സഫന്യ പറയുന്നു, ഹി വിൽ റെസ്റ്റ് ഇൻ ഹിസ് ലവ്. സ്നേഹത്തിൽ വിശ്രമിക്കുകയാണ്. അവനെ സ്നേഹിക്കുന്നവരുടെ മധ്യത്തിൽ അവൻ വിശ്രമിക്കുകയാണ്. അവൻ വിശ്രമം എന്ന് പറയുന്ന ഒരൊറ്റ പ്രതലം ഭൂമിയിൽ ഉള്ളത് എവിടെയാണ്? സഭയാണ്. അവന്റെ സ്നേഹത്തിൽ അവൻ വിശ്രമിക്കുന്നു. സ്വർഗം അവന്റെ വിശ്രമ സ്ഥലമാണ്. സ്വർഗത്തിൽ അവൻ വിശ്രമ സ്ഥലമാണ്. ഭൂമിയിൽ അവൻ വാസസ്ഥലമായി തിരഞ്ഞെടുത്തത് സിയോനാണ്. ആ സിയോൻ അവന്റെ വിശ്രമ സ്ഥലമാണ്. എത്ര മനോഹരമാണ്! 48 സങ്കീർത്തനം 2-3 വാക്യത്തിൽ എടുത്തു പറഞ്ഞു, മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദമാണ്. സഭയുടെ വീണ്ടും ഒരു പഠനമാണ്. നമ്മള് നോക്കുക, തൃശ പോലെ നീ സൗന്ദര്യമുള്ളവൾ, യെരുശലേം പോലെ മനോഹര. അവൻ വിശ്രമിക്കുന്ന ഇടമാണ് യെരുശലേം. അത് ദൈവസഭയുടെ മഹത്വത്തെ കാണിച്ചു. മൂന്നാമത് അവളെ കുറിച്ച് പറഞ്ഞു, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. കൊടികളോടുകൂടിയ സൈന്യം, ടെറബിൾ ആസ് എൻ ആർമി വിത്ത് ബാനേഴ്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് പഠിച്ചതല്ലേ? പാതാള ഗോപുരങ്ങൾ തന്റെ സഭയ്ക്കെതിരായിട്ട് ആഞ്ഞടിക്കുകയാണ്. പക്ഷെങ്കിൽ അവന്റെ കർത്തൃത്വത്തിൽ വിധേയപ്പെട്ട് കഴിഞ്ഞ സഭ അവൻ നയിക്കുന്ന വലിയൊരു സൈന്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, സ്നേഹക്കൊടി കീഴിൽ അവരെ നിരത്തി. 2:4 വായിക്കുന്നു, അവന്റെ മീതെ പിടിച്ച കൊടി സ്നേഹമായിരുന്നു. ആ സ്നേഹക്കൊടിക്ക് കീഴിൽ അവൾ അണിനിരുന്നപ്പോൾ, അവന്റെ കർത്തൃത്വം അംഗീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ വായിക്കുന്നു, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. ദൈവസഭ വാസ്തവത്തിൽ ഒരു സൈന്യമാണ്. 2 ശമൂവേൽ 22:35 വായിച്ചാട്ടെ. ദാവീദ് പറഞ്ഞു, അതെല്ലാവരും പറയേണ്ട ഒരു വാക്കാണ്, സഭ മുഴുവൻ പറയേണ്ട വാക്കാണ്. നമ്മെ അവന്റെ സൈന്യത്തിൽ ചേർത്ത് കഴിഞ്ഞു. അവന്റെ സൈന്യമാണ് നാം. 2 ശമൂവേൽ 22:35 വായിച്ചേരെ. ഓ, അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമ്രകവചം കുലയ്ക്കുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, സോ ദാറ്റ് എ ബോ ഓഫ് സ്റ്റീൽ ഈസ് ബ്രോക്കൺ ബൈ മൈൻ ആംസ്. താമ്രകവചം എന്റെ കരങ്ങൾ കൊണ്ട് ഓടിക്കുന്നു. എന്തുകൊണ്ട്? അവൻ എന്റെ കരങ്ങളെ യുദ്ധാഭ്യാസം വരുത്തി. അവൻ എന്റെ കരങ്ങളെ യുദ്ധത്തിന് വേണ്ടി ട്രെയിൻ ചെയ്തു. നമ്മൾ ആരാണ്? വാസ്തവത്തിൽ ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന പോരാളികളാണ്. നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. നമ്മൾ എടുക്കുന്ന വാളെന്താണ്? ആ വചനമെന്ന ആത്മാവിന്റെ വാളാണ് നമ്മുടെ കരത്തിലെടുക്കുന്നത്. അവൻ എന്റെ കരങ്ങളെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുന്നു. താമ്രകവചത്തെ ഒടിക്കുവാൻ എന്റെ കരങ്ങളെ അവൻ പരിശീലിപ്പിക്കുന്നു. എന്തൊരു വാക്യമാണെന്ന് നോക്കിയാട്ടെ. അങ്ങനെ അണിനിരന്നൊരു സൈന്യം, ദൈവത്തിന്റെ സഭ ആ വിധത്തിൽ വചനമെടുത്ത് കൈകാര്യം ചെയ്യുവാൻ വാസ്തവത്തിൽ ശീലിച്ചു കഴിഞ്ഞാൽ അവരെന്തൊരു സൈന്യമായിരിക്കും. ഒരു കാലത്ത് വേർപെട്ട സഭകളെ കുറിച്ച് പറയുമായിരുന്നു, ഉപദേശപരമായിട്ടൊക്കെ പ്രശ്നം വന്നാൽ അമ്മച്ചിമാര് മതിയായിരുന്നു എന്ന് പറയുമായിരുന്നു. കാരണം എന്താ? യെസ്, ലിറ്ററലി അമ്മച്ചിമാര് മതിയായിരുന്നു. യഹോവ സാക്ഷികളെ ഓടിക്കണല്ലോ, ദുരുപദേശം കൊണ്ടുവന്നവരെ ഓടിക്കണല്ലോ, പ്രായം ചെന്ന അമ്മച്ചിമാര് മതിയായിരുന്നു. അവർ അത്ര വൈദഗ്ധ്യമുള്ളവരായിരുന്നു വചനത്തിൽ. അവരുടെ കരങ്ങൾ യുദ്ധാഭ്യാസം വന്നതായിരുന്നു. വചനം കേട്ടും പഠിച്ചും ധ്യാനിച്ചും അവരുടെ കരങ്ങൾ താമ്ര കവചത്തെ ഒടിക്കുവാൻ ഉതകുന്ന വിധത്തിൽ യുദ്ധത്തിന് അഭ്യാസം ലഭിച്ച കരങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം ജനം എങ്ങനെയായിരിക്കും? അവർ അവന്റെ സൈന്യത്തിൽ അഭ്യാസം ലഭിച്ച സൈന്യമായിരിക്കും. യെസ്, ഇവിടെ നമ്മൾ വായിക്കുന്നു, അവന്റെ സൈന്യം ആ ക്യാപ്റ്റന്റെ കീഴിൽ അണിനിരന്ന് കഴിയുമ്പോൾ ആ വിധത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സൈന്യങ്ങൾ എന്തൊരു സൈന്യമായിരിക്കും ഈ ലോകത്തിൽ. വാസ്തവത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, നീ കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരയാണ്, ടെറബിളാണ്. ആ വിധത്തിൽ പരിശീലനം ശ്രദ്ധിച്ച കരമുള്ള സൈന്യത്തിന്റെ ആളുകൾ അവന്റെ കൊടിക്കീഴിൽ അണന്നിരുന്നാൽ ഇവിടെ വായിക്കുന്നു ടെറബിളാണ്. അങ്ങനെയുള്ള സൈന്യത്തോട് എതിർപ്പാൻ സാധ്യമല്ലേ? ഇസ്രയേലിനോട് അറബികൾ യുദ്ധം ചെയ്യുന്ന പോലെ അല്ലേ? ഏത് ആംഗിളിലും യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെങ്ങനാ തിരിച്ചടിക്കുന്നതെന്ന് അറിയില്ല. ദേ ആർ ടെറബിൾ. അവരുടെ ഡിഫൻസിലും ഒഫൻസിലും അവർ ടെറബിളാണ്. അതുപോലെ ദൈവജനമായി തീരുവാനായിട്ട് കർത്താവ് ട്രെയിൻ ചെയ്യുന്നു. അവളുടെ സൗന്ദര്യം പറഞ്ഞപ്പോൾ തിർസ പോലെ നോക്കിയാട്ടെ, തിർസ പോലെ സൗന്ദര്യം. കനാന്യ രാജാക്കന്മാരുടെ പട്ടണം, യെരുശലേം രാജാക്കന്മാരുടെ കൊട്ടാരവും
വാസസ്ഥലവുമാക്കി മാറ്റി. യെരുശലേം പോലെ മനോഹര. നമ്മൾ ഓർത്തു, ലോകത്തിന്റെ കേന്ദ്രമാണ് യെരുശലേം. നമുക്കവിടെ ഒരു കാര്യം കൂടെ ചിന്തിക്കാം. ദൈവിക ചിന്തയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അവന്റെ സഭയാണ്. യെസ്, യെരുശലേം ആശ്ചര്യമായ ലോകത്തിന്റെ കേന്ദ്രമാണെങ്കിൽ യുഗങ്ങളുടെ കേന്ദ്രമെന്ന് പറയുന്നത് എന്താണ്? സഭയാണ്. അവന്റെ പുത്രന് വേണ്ടി ഒരു മണവാട്ടി. നിങ്ങൾക്കൊരു പുസ്തകം ലഭ്യമാണെങ്കിൽ നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ ഹൃദയം വളരെ സന്തോഷിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട് ആ ബുക്ക്. പോൾ ബിൽഹാമർ എഴുതിയ ഡിസ്റ്റൈൻ ഫോർ ത്രോൺ. മലയാളത്തിൽ അത് സിംഹാസന നിയുക്തർ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. സിംഹാസന നിയുക്തർ പോൾ ബിൽഹാമർ എഴുതിയ. ഇംഗ്ലീഷിൽ അത് ഡെസ്റ്റൈൻ ഫോർ ത്രോൺ. എന്റെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടുപിടിച്ചാൽ ചിലപ്പം കിട്ടും. അത് വായിച്ചാൽ സന്തോഷത്തും കൊണ്ട് ആദ്യം മറന്നുപോകും. ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സകല യുഗങ്ങളുടെ ആ ദൈവദാസൻ രേഖപ്പെടുത്തുകയാണ് എല്ലാ യുഗത്തിന്റെയും പദ്ധതി. അവന് കാലങ്ങളെ നിർമ്മിക്കുന്നു, ലോകത്തെ നിർമ്മിക്കുന്നു, ഈ ഭൂമിയെ മനുഷ്യന് വാസയോഗ്യമാക്കുന്നു, വാസയോഗ്യമാക്കി യുഗങ്ങളെ തിരിച്ചിട്ട് നോക്കുക, ഓരോ യുഗങ്ങൾ വരുന്നത് മുഴുവൻ എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ലക്ഷ്യം. അവസാനം ന്യായപ്രമാണ യുഗം വന്നു, അതിൽ കൂടെ ദൈവപുത്രനെ കൊണ്ടുവന്നു. ദൈവപുത്രന്റെ മരണ പുനരുത്ഥാനം എന്തിനു വേണ്ടിയാണ്? ഒരു സഭയെ ഉളവാക്കുവാൻ. അപ്പോൾ ഈ യുഗങ്ങളുടെ മുഴുവൻ ലക്ഷ്യം, ദൈവത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നത് ചർച്ച്, അവന്റെ പുത്രനൊരു മണവാട്ടി. ഇന്ന് ഈ യുഗത്തിൽ ശത്രുവാഴുന്ന ലോകത്തിൽ അവരിവിടെ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ആത്മീയ പോരാട്ടത്തിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്, അവരെ പരിശീലിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ദേ ആർ ഡെസ്റ്റൈൻഡ് ഫോർ ത്രോൺ. അവർ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവരാണ്. അതിനുവേണ്ടി രാജാക്കന്മാരെ ബാല്യപ്രായത്തിൽ ശീലിപ്പിക്കുന്ന പോലെ ദേ ആർ ട്രെയിൻഡ് ഹിയർ. ഈ ശത്രുവിന്റെ രാജ്യത്തിട്ട് അവരെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ യുഗങ്ങളുടെ മുഴുവൻ ശ്രദ്ധയെന്ന് പറയുന്നത്, ദൈവത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നത് വാസ്തവത്തിൽ സഭയാണ്. യെരുശലേം ലോകത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന പോലെ ദൈവിക പദ്ധതിയിൽ സഭ അവന്റെ കേന്ദ്രമായിരിക്കുന്നു. ഇവിടെ എടുത്തു പറഞ്ഞു, യെരുശലേം പോലെ നീ മനോഹരമാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മുടെ മനോഹരത്വമോടെ ചൂണ്ടിക്കാണിച്ചു. പിന്നീട് ആ സൈന്യത്തിന്റെ ഭയങ്കരത്വം ചൂണ്ടിക്കാണിച്ചു. കൊളികളോട് അണിനിരന്ന യുദ്ധാഭ്യാസം ലഭിച്ച ഭയങ്കരമായ സഭ. ഇത് പറഞ്ഞിട്ട് പ്രിയൻ പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. പ്രിയനാണ് ഇത് പറഞ്ഞെന്ന് നോക്കണം. എന്താ പറയുന്നത്? 5-ാം വാക്യം, നിന്റെ കണ്ണെങ്കിൽ നിന്ന് തിരിക്കുക, അതെന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. യെസ്, ടേൺ അവേ thine eyes from me, for they have overcome me. അതെന്നെ കവർന്നു പിടിച്ചിരിക്കുന്നു. ആ സ്നേഹം, ആ പ്രിയൻ അത് പറയണമെങ്കിൽ സ്നേഹത്തിന്റെ കാഠിന്യം അവിടെ കണ്ണിൽ കണ്ടുവെന്നാണ്. അവളുടെ സ്നേഹത്തിന്റെ കാഠിന്യം, അവനോടുള്ള അവന്റെ സ്നേഹത്തിന്റെ അഗാധത നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? 4:9 പഠിച്ചില്ലേ? എന്റെ സഹോദരി, എന്റെ കാന്തേ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചു. നോക്കുക, ആ നോട്ടം വിശ്വാസം, കഴുത്തിലെ മാല അനുസരണം. ഇപ്പോൾ എടുത്തു പറയുകയാണ്. എന്താ പറയുന്നത്? നിന്റെ കണ്ണിനെ മാറ്റുക. For they have overcome me. എന്നെ അത് കടന്നു പിടിച്ചു എന്ന് പറഞ്ഞാൽ അത്ര അവനെ പിടിച്ചടക്കുന്ന സ്നേഹമാണ് ആ പ്രിയ അവനെ സ്നേഹിക്കുമ്പോൾ. കാരണം അവന്റെ പ്രയത്നത്തിൽ അവൻ തൃപ്തനാകുകയാണ്. അവൻ ഈ പ്രവർത്തിച്ചതെല്ലാം എന്തിനാണ്? ഇന്നും പ്രവർത്തിക്കുന്ന എന്തിനാണ്? വാസ്തവത്തിൽ അവളെ ജീവിതത്തിൽ സ്നേഹമുള്ളവളാക്കി തീർക്കാനാണ്, അവളെ നേടിയെടുക്കാനാണ്, അവളുടെ സ്നേഹം കവർന്നെടുക്കാനാണ്. ആ സ്നേഹം അവന് വാസ്തവമായി കിട്ടുമ്പോൾ അവന്റെ കൺമുമ്പിൽ വാസ്തവത്തിൽ ആ സഭ അത്ര സൗന്ദര്യവും, അവളുടെ നോട്ടത്തിൽ അവൻ പറയുന്നു, എന്നെ ഭ്രമിപ്പിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം അത്ര വലിയ ആത്മീക സത്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവനത് വഹിക്കുവാൻ കഴിയുന്നതിലുപരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്നേഹം അവന് കൊടുത്താൽ, യെസ്, അവനതിൽ എത്ര തൃപ്തനായി മാറും. രണ്ടാമതെടുത്ത് അവിടെ തലമുടിയെ കുറിച്ച് പറഞ്ഞു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. നമ്മൾ നേരത്തെ ഓർത്തില്ലേ? ഗിലെയാദ് മലഞ്ചെരുവ് 4:2 നമ്മൾ പഠിച്ചതാണ്. ഗിലെയാദ് മലഞ്ചെരുവ്, സിറിയൻ ഗോട്ടുകൾ, കറുത്ത് നീണ്ടുകിടക്കുന്ന സിൽക്കിഷ് രോമമുള്ള ഗിലെയാദ് മലഞ്ചെരുവ്, അത് ഭക്ഷിച്ചു കിടക്കുന്ന ആടുകൾ. ജെറമ്യാവ് 50:19, മീഖ 7:14 ഗിലെയാദിലെ പുൽമേടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ഉണ്ടായി. തലമുടി തിരുവചനത്തിൽ എന്തിനെ കാണിക്കുന്നു എന്നുള്ളതും ഓർത്തു. സമർപ്പണത്തെ കാണിക്കുകയാണ്. എന്നാൽ ഇവിടെ നോക്കണം, ഇവിടെ തലമുടി എടുത്തു പറയുമ്പോൾ ദൈവദാസന്മാർ പറയുന്നു, അവളുടെ ശിരസിൽ നിന്ന് വളർന്ന തലമുടി, അവളുടെ ചിന്താഗതിയിൽ നിന്ന് വളർന്നു വന്ന സമർപ്പണം, അവനെക്കുറിച്ചുള്ള അപ്രീസിയേഷനിൽ നിന്ന് കടന്നു വന്ന സമർപ്പണം, അതാണ് ഇപ്പോൾ എടുത്തു പറയുന്നതെന്നാണ്. പിന്നീട് എടുത്തു പറഞ്ഞു, അതോട് ചേർന്ന് നിന്റെ പല്ല് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു. യെസ്,
അവയിലൊന്നും മച്ചയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതാണ് രോമം കത്രിച്ച് കുളിച്ചു കയറി വരുന്ന ആടുകൾ. വളരെ പ്രാധാന്യമുണ്ട്. കമ്പിളി രോമം തിരുവനന്തപുരത്തിൽ എന്തിനെ കാണിക്കുന്നു? ജഡത്തിന്റെ പ്രതീകം കാണിക്കുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ഈ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുമ്പോൾ കമ്പിളി വസ്ത്രം ധരിക്കാൻ പാടില്ലേ? ജഡികമായ പുകഴ്ചയും ഒന്നും പാടില്ലേ? നോക്കുക, ഈ ആടുകൾ അങ്ങനെ കുളിച്ചു കയറി വരുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ രോമം കത്രിച്ച് കുളിച്ചു കയറി വരുന്നു എന്ന് നേരത്തെ പറയുകയുണ്ടായി. അവരുടെ വിശുദ്ധിയെ കാണിക്കുന്നു. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞത് ആ പല്ലുകളാണ്. കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു, അവയിലൊന്നും മച്ചയായിരിക്കും, അതെല്ലാം ഇരട്ട പ്രസവിച്ചിരിക്കുന്നു. നോക്കുക, ആ പല്ലുകൾ ഇരട്ട പിറന്നു ആശയം എടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആശയം എടുത്താൽ അതിന്റെ അർത്ഥം എന്താ? നല്ല ആരോഗ്യമുള്ള പല്ലുകൾ. എന്തിനു വേണ്ടിയാണ്? നല്ല കട്ടിയുള്ള ആഹാരത്തെ അതിന് ചവച്ചരച്ച് ഭക്ഷിക്കുവാനായിട്ട് പ്രാപ്തിയായി പല്ലുകൾ കിളുത്തു കഴിഞ്ഞു. പാല് മാത്രം കുടിച്ചിരിക്കുകയല്ലേ, ദൈവജനത്തെ ധാരാളമായി അരച്ച് ചവച്ച് അതിനെ സ്വയമാക്കി വീണ്ടും അയവിറക്കുവാൻ തക്കവണ്ണം അവൾക്ക് വളർച്ച പ്രാപിച്ചപ്പോൾ ആ പല്ലുകൾ രണ്ടിനെ കുറിച്ച് എടുത്തു പറഞ്ഞു. യെസ്, നമ്മൾ നേരത്തെ ചിന്തിച്ചില്ലേ, ടൂത്ത്ലെസ് ക്രിസ്ത്യൻസ്, പാല് കുടിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന പല്ല് വളരാത്ത വിശ്വാസികൾ. എന്നാൽ ഇതിന് വേറെ ഒരു ആശയമുണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആ പല്ലുകളെ കുറിച്ച് അല്ലാതെയും എടുക്കാം. നിന്റെ പല്ല് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു, കുത്തും കോമായും ഇട്ടിട്ട് ഈ ആശയം എടുക്കാൻ നമ്മളിപ്പോൾ ചിന്തിച്ചാൽ വേറൊരു ആശയമുണ്ട്. അവയിൽ ഒന്നും മച്ചയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. ഈ ആടുകൾ എന്ത് ചെയ്യുന്നു? അവ ഇരട്ട പ്രസവിക്കുന്നതാണ്. അവയൊന്നും മച്ചയായിട്ടിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവ ഫലം കായ്ക്കുന്നു എന്നാണ്. ഫലം കായ്ക്കുന്നു. 2 പത്രോസ് 1:5-8 വരെ, ഇത് നിമിത്തം ഞാൻ തന്നെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രിയോട് സ്നേഹം കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആകില്ല എന്ന് ഇംഗ്ലീഷിൽ വായിച്ചാൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ്സും ബാരനും ആകില്ല. നിങ്ങൾക്ക് ഫലമുണ്ടാകും, നിങ്ങൾ ഫലവത്തായി മാറും. എന്നാൽ ഇത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഫ്രൂട്ട്ലെസ് ആയി പോകും, ഫലമില്ലാത്തവരായി മാറും. അപ്പോൾ വിശുദ്ധന്മാർക്ക് ഫലമില്ലാതെ പോകും. ഫലമില്ലാതെ പോകുന്നതിന്റെ കാരണം എന്നാ? കാരണം അവർക്ക് വളർച്ചയുണ്ടായിട്ടില്ല. ഇവിടെ വായിക്കുന്നു, സകല ഉത്സാഹം കഴിക്കണം. വിശ്വാസികളായി മാറി. വിശ്വാസത്തോടുകൂടെ വീര്യം വേണം, വീര്യത്തോട് പരിജ്ഞാനം വേണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം വേണം. ഒരു ദൈവദാസൻ പറഞ്ഞു, നോക്ക്, ഇതെല്ലാം പത്രോസിന്റെ അനുഭവമാണ്. പത്രോസിന് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസത്തോടുകൂടി വീര്യമൊന്നുമില്ലായിരുന്നു, അല്ലേ? അവനെ ചിലപ്പം പ്രാഗി ആണയിട്ടിട്ടൊക്കെ ഓടിപ്പോയി. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പം വീര്യം വന്നപ്പോൾ അത് ഇന്ദ്രിയജയവും പരിജ്ഞാനവും ഇല്ലാത്ത വീര്യം. വാളൊക്കെ എടുത്ത് അങ്ങ് വെട്ടിയത് പോലെ ചൊവ്വേ നേരെ പോലും അല്ല വെട്ടിയത്. കഴുത്തിന് വെട്ടിയത് എവിടാ കൊണ്ടത്? കാതിനാ കൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പം പത്രോസിന്റെ ഇന്ദ്രിയജയമില്ലാത്തവനായി മാറി. ഇത് ഓരോന്നും പത്രോസിന്റെ പരാജയമാണ് കാണിക്കുന്നത്. പത്രോസ് പലതും അനുഭവത്തിൽ നിന്ന് എഴുതിയ വിശ്വാസമുണ്ട്, കുറച്ചു കഴിഞ്ഞപ്പം വീര്യമില്ലാത്തവനായി പോയി. വീര്യമുണ്ടായിരുന്നു, കുറെ കഴിഞ്ഞപ്പം പരിജ്ഞാനമില്ലാതെ പോയി, ഇന്ദ്രിയമില്ലാതെ പോയി. ഇങ്ങനെ ഓരോന്ന് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ യെരൂശലേമിൽ പോകരുത്, ക്രൂശിക്കപ്പെടരുത്. ഇതൊക്കെ പരിജ്ഞാനമില്ലാത്ത വാക്കുകളാണ്. കർത്താവ് സാത്താൻ എന്നൊക്കെ വിളിക്കുന്നില്ലേ? അവള് പത്രോസിന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഇത് ഓരോന്ന് കൂട്ടണം. വിശ്വാസത്തോടെ വീര്യം, വീര്യത്തോടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയം, ഇന്ദ്രിയത്തോടെ സ്ഥിരത, സ്ഥിരതയോടെ ഭക്തി, ഭക്തിയോടെ സഹോദരപ്രീതി. ഇവ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ, ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ്സും ബാരനും ആകില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫലകരമായി മാറും, ഫ്രൂട്ട്ഫുൾ ആവും. ഇവിടെ നോക്കുക, ശൂന്യമയെ കുറിച്ച് പറഞ്ഞു, അവൾ ഒന്നും മച്ചയായിരിക്കുന്നില്ല, എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾ, സന്താനപുഷ്ടിയുള്ളവരാകുന്നു. എന്ന് പറഞ്ഞാൽ ആത്മീയ ശിശുക്കളെ ജനിപ്പിക്കുവാൻ കഴിയുന്നു. പൗലോസും മറ്റും പറയുന്നില്ലേ? ഒനോസിമസിനെ കുറിച്ചൊക്കെ പറയുന്നത് തന്നെ. ഫിലോമോന്റെ ലേഖനത്തിൽ ഒനോസിമസിനെ കുറിച്ച്, ഞാൻ തടവിലിരിക്കുമ്പോൾ ജനിപ്പിച്ച എന്റെ മകനായ ഒനോസിമോസ്. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതി, നിങ്ങൾക്ക് ഗുരുക്കന്മാരേറെ ഉണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല, ഞാനല്ലോ സുവിശേഷം മൂലം നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. അവള് ആത്മീയ പിതാക്കന്മാരുണ്ട്. തടവിൽ വെച്ച് പോലും പൗലോസിനും മറ്റും ജന്മം കൊടുപ്പിക്കുവാൻ കഴിഞ്ഞു, ആത്മീയ ശിശുക്കളെ ജനിപ്പിച്ചു. അത്ര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. കാരണം എന്നാ? തടവിൽ കിടക്കുമ്പോഴും അവന്റെ വീര്യം വർദ്ധിക്കുകയാണ്. കിട്ടപ്പെട്ട് കിടക്കുക ചങ്ങലയില്, പക്ഷെ അവന്റെ വിശ്വാസത്തോടെ വീര്യം ഏറി നിന്നു, പരിജ്ഞാനം ഏറി നിന്നു. ആ തടവിൽ കിടക്കുന്നവരും നമ്മൾ ഒരു ഭാഗത്ത് വായിക്കുന്നു, പത്രോസ് ലേഖനത്തിലല്ലേ വായിക്കുന്നത്, കൈസരുടെ അരമനയിലുള്ളവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അതിന്റെ ഗൗരവം ഓർത്തിട്ടുണ്ടോ?
കൈസറുടെ അരമന എന്ന് പറഞ്ഞാൽ സീസറിന്റെ അരമനയാണ്. സീസറിന്റെ അരമനയിൽ ഉള്ളവർ വന്ദനം ചെല്ലണമെങ്കിൽ സീസറിന്റെ അരമനയിൽ വിശ്വാസികൾ ഉണ്ടായി കഴിഞ്ഞു. കാരണം എന്നാ? 2 കാലം ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പൗലോസിന്റെ. അവരുടെ ഇതനുസരിച്ച് ഓരോ യാമം കഴിയുമ്പോൾ പടയാളികൾ മാറി മാറി വരും കാവൽ നിൽക്കാൻ. യാമങ്ങൾ മാറുമ്പോൾ പടയാളികൾ മാറി വരും. പൗലോസ് അത് തന്നെ അവസരമാക്കി ഉപയോഗിച്ചു. ഈ പടയാളികളോട് സുവിശേഷം പറഞ്ഞു, അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. അവരിൽ നിന്ന് ആ സുവിശേഷം പടർന്നു. അവസാനം കൈസറുടെ അരമനയിൽ ഒരു കൂട്ടം ആളുകൾ ദൈവജനത്തെ വന്ദനം ചെല്ലുന്നവരായി മാറി. എന്തുകൊണ്ടാണ്? ഹി വാസ് ഫ്രൂട്ട്ഫുൾ. അവൻ തടവിൽ കിടന്നു എന്നുള്ളതല്ല വിഷയം, അവിടെയും അവൻ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. കൈസറുടെ അരമനയുള്ളവരെ വന്ദനം ചെയ്യുവാൻ, സാഹചര്യങ്ങൾക്ക് അതീതമായി ഫലകരമായി മാറുവാൻ ഇടയായി. ഇവിടെ ആ പ്രിയെക്കുറിച്ച് പറയുമ്പോൾ അവയിലൊന്നും മച്ചയായിരിക്കും, അതെല്ലാം ഇരട്ട പ്രസവിക്കുന്നു. ഫലകരമായ ഒന്നിനെ കുറിച്ച് കാണിക്കുന്നു. 7-ാം വാക്യത്തിൽ അവളുടെ ജീവന്റെ തുടിപ്പിനെ കാണിക്കുന്നു. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിന്റെ ഉള്ളിൽ മാതളപ്പഴത്തിന്റെ കണ്ണം പോലെ ഇരിക്കുന്നു. യെസ്, പൊമിംഗുറേറ്റ്സ്, ചെന്നികള് ഇവിടെ എടുത്ത് പറയുന്നത് ടെമ്പിൾ. അതിനെക്കുറിച്ച് പറയുന്നത് നെറ്റിക്കും ചെവിക്കും ഇടയിലുള്ള ഭാഗമാണെന്നാ പറയുന്നത്. ചെന്നി, കവിൾ തടവെന്നെടുക്കാം. ഈ ഭാഗമൊക്കെ ചിന്തിക്കാം. അവളുടെ ബുദ്ധി നിലനിൽക്കുന്ന ആ ഭാഗം എന്ന് ചിന്തിക്കാം, അവളുടെ കവിൾ തടവെന്ന് ചിന്തിക്കാം. അതിൽ ഒരു കാര്യം എന്താ? ഈ മാതള നാരകം എപ്പോഴും കാണിക്കുന്നത് സമൃദ്ധമായ ജീവൻ. നമ്മൾ നേരത്തെ ചിന്തിച്ചു, മാതള നാരകം മുറിച്ചു വെച്ചാൽ എന്തോ സംഭവിക്കും? നിറച്ചല്ലിയ, നിറച്ച നീരാണ്. അത് മുഴുവൻ ജീവന്റെ തുടിപ്പിനെ കാണിക്കുന്നു. അവളുടെ കവിൾത്തടങ്ങൾ അതുപോലെ നിൽക്കുന്നതാണ്. ജീവന്റെ തുടിപ്പ് കാണുകയാണ്. യെസ്, സമൃദ്ധമായ ജീവൻ. ഞാൻ നിങ്ങൾക്ക് ജീവൻ, സമൃദ്ധമായ ജീവൻ തരുന്നു. അവന്റെ മഹത്വത്തിനും സന്തോഷത്തിനും ജീവന്റെ തുടിപ്പ് അവളിൽ കാണുകയാണ്. യെസ്, ക്ഷീണിച്ച് മെലിഞ്ഞ് പട്ടിണി കിടന്ന് ഒട്ടിയ കവിളുകളല്ല പ്രിയയ്ക്ക്, ജീവന്റെ തുടിപ്പുള്ള കവിളുകളാണ്. പ്രിയൻ ആനന്ദപ്രദമായി തീർന്ന കവിളുകൾ, ജീവന്റെ തുടിപ്പ് അവിടെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞു. അടുത്ത ഭാഗം ശ്രദ്ധിക്കണേ, വളരെ രസകരമായ ഒരു ഭാഗമാണ്. 8-ാം വാക്യം. 8-ാം വാക്യം. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായുള്ളവോ ഒരുത്തി മാത്രം. അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു. കന്യമാരും അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും. രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ. ഇത് വ്യത്യസ്തമായ ആത്മീയ നിലവാരത്തെ കാണിക്കുന്നു. വ്യത്യസ്തമായ ആത്മീയ നിലവാരം. നമ്മൾ വെളിപ്പാട് ദിവസം 2-3 അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് അവസാനത്തെ 4 സഭ ഇന്ന് നിലനിൽക്കുന്ന സഭയാണ്. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഈ 4 സഭയിൽ ആദ്യത്തെ 3 സഭ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. എന്നാൽ അവസാനത്തെ 4 സഭ ഇന്നുണ്ട്, ഇപ്പോഴുണ്ട്. വേണമെന്ന് എടുത്തോ, അത് ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാനൊക്കെ കഴിയുന്ന ഭാഗമാണ്. എഫെസോ സഭ, സ്മുർന സഭ, പെർഗമോ സഭ. ഈ 3 സഭകളുടെ പരാജയമാണ് ത്വയതര സഭ ഉണ്ടാകാനിടയായത്. ത്വയതര സഭ അന്ധകാര യൂത്തിന്റെ സഭയാണ്, റോമൻ സഭ, റോമൻ ചർച്ച്. ആ റോമൻ ചർച്ചിൽ നിന്ന് നവോത്ഥാന സഭയുണ്ടായി. നവോത്ഥാന സഭയും കുറച്ചു കഴിഞ്ഞപ്പോൾ ജീവനില്ലാത്ത സഭയായി. എന്താണ്? സർദി സഭ. സർദി സഭ കർത്താവളോട് പറയുന്നുണ്ട്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്തെന്നോർത്ത് അത് കാത്തുകൊള്ളുക. അവൾ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്താണ്? വിശ്വാസ നീതീകരണമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്നാനത്താൽ വീണ്ടും ഞാൻ സംഭവിക്കുമെന്ന് പഠിപ്പിച്ച് രക്ഷിക്കപ്പെടാത്തവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തപ്പോൾ സർദി സഭയോട് പറഞ്ഞു, നിനക്ക് ജീവനുള്ളവെന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാണ്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്തെന്ന് ഓർക്കണം. അവൾ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് വിശ്വാസ നീതീകരണമാണ്. അത് വിട്ടുകളഞ്ഞു. ഇന്ന് പ്രോട്ടസ്റ്റന്റ് സഭകൾ, യാക്കോബ ഇതുപോലുള്ള സഭകളൊക്കെ ശ്രദ്ധിച്ച്, പ്രോട്ടസ്റ്റന്റ് ചർച്ചാണെങ്കിലും ജീവനില്ലാത്ത സഭകളായി. 2-ാമത്തെ സഭ. 3-ാമത്തേത് ഫിലദൽഫിയ സഭ, വചനം കാക്കുന്ന, അവന്റെ നാമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭ. ആ സഭയും ഇന്നുണ്ട്. 4-ാമത്തെ സഭ ധനാഢ്യരായി തീർന്ന ലവോദിക്ക സഭ, ശീതമാനും ഉഷ്ണമാനുമല്ലാത്ത സഭ. ഈ 4 വേദഭാഗത്ത് നോക്കിയാൽ കർത്താവിന്റെ വരവരെയുണ്ട്. 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നോക്കിയേ. 2:22. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്ന ഒരാളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലാക്കിക്കളയും. വലിയ കഷ്ടതയിലാക്കുമെന്ന് പറഞ്ഞാൽ പീഡന കാലഘട്ടം. 3:3 അടുത്ത സഭ. മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. കർത്താവിന്റെ മധ്യാകാശ വരവ്. 3:10 ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷാകാലം, പീഡന കാലഘട്ടം. 3:16 ഞാൻ വായിൽ നിന്ന് ഉമിണ്ണുകളയും. യഥാർത്ഥ സഭയെടുക്കുമ്പോൾ അവളെ തുപ്പിക്കളയും, പീഡനകാലത്ത് വിട്ടുകളയും. അപ്പോൾ ഈ 4 സഭകളെക്കുറിച്ച് കർത്താവിന്റെ വരവിനെക്കുറിച്ചും പീഡനകാലത്തെക്കുറിച്ചും പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ 4 സഭകളും കൺകറന്റ്ലി പോവുകയാണ്, ഒരുപോലെ ഈ ലോകത്തിൽ ഇന്നുമുണ്ട്.
ലോകത്തിലുള്ള സഭകളെ നമ്മൾ അപഗ്രഥിച്ച് പഠിച്ചാൽ ഇതിലേതെങ്കിലും ഒരു കൂട്ടത്തിൽ വരും മിക്കവാറും. ഇത് ഒരുപോലെ പോവുകയാണ്. എന്നാൽ കർത്താവ് അവിടെ ഏറ്റവും സ്നേഹിച്ചത് ഏത് സഭയാണെന്നറിയാമോ? ഫിലദൽഫിയ സഭയാണ്. ഒരു കുറ്റവും അവളോട് പറഞ്ഞില്ലേ. കാരണം എന്നാ? ആ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3:9 വാക്യം. അവിടെ എന്താ പറയുന്നത്? 3:9, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചെന്നറിയുവാനും സംഗതി വരുത്തും. ആ വാക്യം വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരു പ്രത്യേകത തോന്നും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചെന്നറിയുവാനും സംഗതി വരുത്തും. അവരെ കൊണ്ട് നമ്മുടെ മുന്നേ മുട്ടുകുത്തിക്കുമെന്ന. ആരെയാണിത്? എന്റെ വചനം നീ കാത്തു, എന്റെ നാമം നീ നിഷേധിച്ചില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, ശരിയാണ്. യെറ്റ് യു ഹാവ് കെപ്റ്റ് മൈ വേർഡ്. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ വചനങ്ങളെ കാത്തുകൊള്ളും. അപ്പോൾ ഇന്ന് നമ്മളെക്കുറിച്ചൊക്കെ പലതും പറയും, ലോകം പഴിക്കും, ദുഷികളൊക്കെ പറയും. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഒരിക്കൽ അവർ വന്ന് നിന്റെ കാൽക്കൽ മുട്ടുകുത്തും, ഞാൻ നിന്നെ സ്നേഹിച്ചെന്നു അറിയുവാൻ ഇടയാക്കും. യെസ്, കർത്താവ് ഈ സഭയെ ഒരു കുറ്റവും പറഞ്ഞില്ല. എന്നാൽ മറ്റു സഭകളും നിലനിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഠിച്ചു നോക്കിയാൽ കർത്താവിനുള്ള ചില ശേഷിപ്പുകൾ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ സങ്കീർത്തനം 45:9 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. പ്ലൂറലാണ്. രാജകുമാരി ഉണ്ടെന്നല്ല, രാജകുമാരികളുണ്ട്. അപ്പോൾ അവന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. ഇനി നമ്മള് ഒന്ന് ചിന്തിച്ചേ, ഇവിടെ പറഞ്ഞ വാക്യം ഒന്ന് ചിന്തിച്ചേ. ഉത്തമഗീതം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യമാരും ഉണ്ടല്ലോ. ക്വീൻസ്, കൺകുബിൻസ്, വെർജിൻസ്. ആത്മിക ജീവിതത്തിൽ ഈ 3 വിധത്തിലുള്ള വിശ്വാസികളെ കാണാൻ സാധിക്കുന്നു. ഞാനത് വീണ്ടും ഒരു ഭാഗത്തൂടെ തെളിയിച്ചു തരാം. 1 യോഹന്നാൻ 2:12-14 വരെ വായിച്ചാൽ യോഹന്നാൻ പറയുന്നുണ്ട്, എന്താ? പിതാക്കന്മാരെ, ബാല്യക്കാരെ, കുഞ്ഞുങ്ങളെ. 3 കൂട്ടം പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2:12-14 വരെ. 3 ആത്മീയ നിലവാരത്തിൽ വളർച്ച പ്രാപിച്ച പിതാക്കന്മാര്, ബാല്യക്കാര്, കുഞ്ഞുങ്ങള്. 3 വിശ്വാസികളാണ്. പക്ഷെ ആത്മീയ സ്നേഹത്തിൽ അവരുടെ വ്യത്യസ്ത അവസ്ഥയാണ്, വളർച്ചയിലുള്ള വ്യത്യസ്ത അവസ്ഥ. സങ്കീർത്തനം 45:9, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. ഇവിടെ പറഞ്ഞ 3 കൂട്ടരും രാജാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, രാജാവിനോട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ആദ്യത്തെ എടുത്തു നോക്കാം, രാജ്ഞികൾ. 60 രാജ്ഞികൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, 6 മനുഷ്യന്റെ സംഖ്യയാണ്, 10 കൃപയുടെ സംഖ്യയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരുടെ സംഖ്യയെക്കുറിച്ച് നമ്മൾ കണ്ടു. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, 60 യുദ്ധവീരന്മാർ ശലോമോന്റെ പല്ലക്ക് കാവൽ ചെയ്യുന്നു, അല്ലേ? 60 തൂണുകളാണ് ആ പ്രാകാരം ഉണ്ടാക്കുവാനായിട്ട് ദൈവം എടുത്ത് അങ്ങനെ ഉപയോഗിച്ചത്, 60. അല്ല, ഇവിടെ രാജ്ഞികൾ എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചേ, വെപ്പാട്ടികളെക്കാട്ടിലും കന്യകമാരെക്കാട്ടിലും ഉന്നതമായൊരു സ്ഥാനമാണ് രാജ്ഞികൾക്കുള്ളത്. രാജാവിനോട് വളരെ അടുത്ത് നിൽക്കുന്നു, രാജകീയ പദവിയോട് അടുത്ത് നിൽക്കുന്നതാണ് ആര്? രാജ്ഞി. എന്നാല് ഈ രാജ്ഞി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷപ്രദമായ ഒരു ഭാഗം 45-ാം സങ്കീർത്തനമാണ്. അങ്ങ് പ്രസംഗിക്കാൻ തന്നെ തോന്നും അതെടുത്താൽ. കാരണം സന്തോഷം കൊണ്ടാ. 45-ാം സങ്കീർത്തനം ഒരു നിമിഷം നമുക്ക് നോക്കാം. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ടെന്ന് പറയുമ്പോൾ 3 വിധത്തിൽ രാജകുമാരി എന്നുള്ളത് അവിടെ ചിന്തിക്കാം. അതിന്റെ 13-ാം വാക്യം നോക്കിയാട്ടെ. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകസവനും. അന്തഃപുരത്തിലെ രാജകുമാരി, ദ കിങ്സ് ഡോട്ടർ എന്നാണ്. കിങ്സ് ഡോട്ടർ, രാജാവിന്റെ പുത്രി. ആരാ? രാജ്ഞിയാ. വാസ്തവത്തിൽ രാജാവിന്റെ പുത്രിമാരാരാ? രാജ്ഞികളാ. കിങ്സ് ഡോട്ടർ. എന്താ അതിനെ കാണിക്കുന്നേ? നമ്മള് ഒരു രാജാവിൽ നിന്ന് ജന്മം പ്രാപിച്ചതാണ്. യെസ്, നമ്മളൊരു രാജാവിൽ നിന്ന് ജന്മം പ്രാപിച്ചതാണ്. 16-ാം വാക്യം നോക്കിയാട്ടെ. 16-ാം വാക്യം, നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവഭൂമിയിൽ നീ അവരെ പ്രഭുക്കന്മാരാക്കും. മദർ ഓഫ് എ കിങ്. മദർ ഓഫ് എ കിങ്, ഒരു രാജാവിന്റെ അമ്മയാണ്. പ്രിൻസസ്. ലോകത്തിൽ അവരെ രാജ്ഞികളാക്കി തീർക്കുന്നു. ഒരു രാജ്ഞിക്ക് പ്രസവിക്കാൻ കഴിയും. അവൾ ജന്മം കൊടുക്കുന്നത് പ്രിൻസസിനാണ്. മദർ ഓഫ് എ കിങ്. 9-ാം വാക്യം നോക്കിയാട്ടെ. 9-ാം വാക്യം, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. വൈഫ് ഓഫ് എ കിങ് അപ്പോൺ ദ റൈറ്റ് ഹാൻഡ്, നിന്റെ വലത്തുഭാഗത്ത്. ഒന്ന് ചിന്തിച്ച സഭയെക്കുറിച്ച്. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് എ ഹെവൻലി കിങ്. അവൾ, സഭ, ഒരു സ്വർഗീയ രാജാവിന്റെ പുത്രിയാണ്.
സാഫ സ്വർഗീയ രാജാവിന്റെ പുത്രിയാണ്. 2, ആത്മീക മക്കൾക്ക് ജന്മം കൊടുക്കുന്ന ഒരു രാജമാതാവാണ് അവള്. രാജാവിന്റെ പുത്രന്മാർക്ക് ജന്മം കൊടുക്കുന്ന ഒരു രാജമാതാവാണ് അവള്. ആത്മീകമായി മഹത്വത്തിന്റെ രാജാവായ കർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന രാജകുമാരിയാണ് അവള്. കണ്ടോ, 3 വിധത്തിൽ രാജകുമാരിയാണ്. രാജാവിൽ നിന്ന് ജന്മം പ്രാപിച്ചു, രാജാവിന്റെ പുത്രന്റെ മണവാട്ടിയാണ്, രാജകീയ പുത്രന്മാർക്ക് ജന്മം കൊടുക്കുന്നതാണ്. 45 സങ്കീർത്തനത്തിലെ 3 ഭാഗത്ത് നമ്മളത് കാണുന്നു. നമുക്ക് രാജകീയ പ്രൗഢിയുണ്ട്. ഉത്തമയുഗത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ നമ്മൾ വീണ്ടും അത് ചിന്തിക്കും. നമുക്കപ്പോൾ അത് പെട്ടെന്ന് ഓടി വരണം മനസ്സിലെ. 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് പ്രഭുകുമാരി, ഓ പ്രിൻസസ് ഡോട്ടർ, പ്രഭുകുമാരി, ഓ പ്രിൻസസ് ഡോട്ടർ, രാജകീയ പ്രൗഢിയുള്ളവളെ, പ്രഭുത്വമുള്ളവളെ, നമുക്ക് നൽകിയിരിക്കുന്ന രാജകീയ പദവി, പ്രഭുത്വത്തിന്റെ പദവി. നോക്ക്, ആ വിധത്തിലേക്ക് ഉയർന്ന് ഒരു രാജാവിനോടുള്ള ബന്ധത്തിന്റെ പദവികൾ ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകളാണിവർ. രണ്ടാമത് പറഞ്ഞതോ, ഉത്തമയുഗത്തിൽ പറഞ്ഞ രണ്ടാമത് പറഞ്ഞത് വെപ്പാട്ടികൾ, കൺകുബിൻസ്. വെപ്പാട്ടികൾ ആരാണ്? അവർ രാജാവിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഒരു രാജപദവിയിൽ വാസ്തവത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ കൺകുബിൻസ് അല്ലെങ്കിൽ ഇവരാരാണ്? നിയമപരമായിട്ട് മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ. They are bound to the king for the enjoyment of the king only on a legal state, spirit. ഒരു നിയമപരമായിട്ട് മാത്രമേ ഈ വെപ്പാട്ടികൾ രാജാവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുള്ളൂ. യാക്കോബിന്റെ ജീവിതത്തിലെടുത്താല് യാക്കോബിന് ബിൽഹ എന്നും സിൽപ്പ എന്നും പറയുന്ന 2 വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റാഹേലും ലേയും ഉണ്ടായിരുന്നു. യാക്കോബ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലേയായിരുന്നു. നോക്കെ, അവന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. രാജ്ഞി, അവന്റെ ഭാര്യമാരിൽ അവൻ ഏറ്റവും അധികം സ്നേഹിച്ച റാഹേലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യ ഗോളത്തിലും നമ്മൾ നോക്കിയാൽ രാജകീയ പദവിയുടെ പ്രൗഢി അനുഭവിക്കുന്ന, ആ രാജാവിനോട് അടുത്തു നിൽക്കുന്ന പ്രഭുകുമാരിമാരായിട്ടിരിക്കുന്ന വിശ്വാസികളുമുണ്ട്. എന്നാൽ അവനു വേണ്ടി ചില സേവനങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ഒരു ലീഗൽ ഇതിൽ മാത്രം, ഒരു സ്റ്റാറ്റസ്, സ്പിരിറ്റിൽ മാത്രം സേവിക്കുന്ന വിശ്വാസികളുമുണ്ട്. അവർക്ക് വാസ്തവത്തിൽ ആ വിധമായ ഒരു സ്വാതന്ത്ര്യം, രാജ്ഞിയുടെ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പദപ്രയോഗം നോക്കിയാട്ടെ, അടുത്തായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല അസംഖ്യം കന്യകമാരുമുണ്ട്. ആ പദം നോക്കിയാട്ടെ, അസംഖ്യം, ഇന്യൂമറബിൾ വെർജിൻസ്, ധാരാളം കന്യകമാരുണ്ട്. ആരാണത്? കന്യകമാരാരാണ്? തിരുവചനത്തിൽ വായിക്കുന്നു, ലോകത്തിന്റെ കളങ്കം പറ്റാതെ തന്നെ തന്നെ സൂക്ഷിക്കുന്നവരാണ്. വിശ്വാസഗോളത്തിൽ ഒരുപാട് വിശുദ്ധന്മാരുണ്ട്. അവർ പാപമൊന്നും ചെയ്യാതെ തങ്ങളെ തന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്, വിശുദ്ധന്മാരായി ജീവിക്കുന്നു. പക്ഷെങ്കിൽ ഇപ്പോഴും അവരൊരു രാജകീയ പദവിയിലേക്ക് ഉയർന്നിട്ടില്ലേ? രാജാവിനുള്ള ബന്ധത്തിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിട്ടില്ലേ? ഒരു രാജകീയ പ്രൗഢിയിലേക്ക് അവർ ഉയർന്നിട്ടില്ലേ? വേറെ ഒരു കൂട്ടര് ഈ വെപ്പാട്ടികളെ പോലെയാണ്. രാജാവിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നെങ്കിലും ആ രാജ്ഞിയുടെ പദവിയിലേക്ക് ഉയരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലേ? യാക്കോബിന്റെ ബില്ലയും സിൽഫയും പോലെ അവർ വെപ്പാട്ടികളാണ്. എന്നാൽ രാജകീയ പദവി, രാജാവിൽ നിന്ന് ജന്മം കൊണ്ട് രാജാവിന് മക്കളെ പ്രസവിക്കുന്ന ഒരു രാജകുമാരന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത അവളുടെ മഹത്വം ഇവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ ഇത് പറഞ്ഞിട്ട് 9-ാം വാക്യം നോക്കി, പരിശുദ്ധാത്മാവിന്റെ ആ പദപ്രയോഗം, എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. ഞാൻ വളരെയധികം അർത്ഥം കണ്ട് സന്തോഷിച്ചൊരു വ്യക്തിയാണ്. ഇത് പറഞ്ഞിട്ട് മൈ ഡൗ മൈ അൺഡിഫൈൽ ഈസ് ബട്ട് വൺ. ഇംഗ്ലീഷിൽ വായിച്ചാൽ അങ്ങനെയാണ്, മൈ ഡൗ മൈ അൺഡിഫൈൽ ഈസ് ബട്ട് വൺ. ഇങ്ങനെ വ്യത്യസ്തമായ ആത്മീയ നിലവാരമുള്ളവരുണ്ടെങ്കിലും ബട്ട് ദേ ആർ വൺ. എന്തൊരു പ്രയോഗമാണെന്ന് നോക്കി. അവന്റെ സഭയെ അവൻ മൊത്തത്തിൽ കാണുമ്പോൾ അവൻ ഒന്നായി കാണുന്നു. യാക്കോബിനെ സംബന്ധിച്ച് അവന്റെ മക്കളെല്ലാം ഒന്നാണ്, ഇല്ലേ? 12 മക്കള്, 12 ഗോത്രങ്ങൾ അവരിൽ നിന്ന് ഉത്ഭവിച്ചു. അവന്റെ മക്കള്, ഇസ്രായേൽ ഗോത്രത്തെ ജനിപ്പിച്ച മക്കള്. പക്ഷെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, വെപ്പാട്ടികൾ കൂടെ ജനിച്ചവരുണ്ട്. അവൻ ഏറ്റവും സ്നേഹിച്ച റാഹേല് ജന്മം കൊടുത്തവരുണ്ട്. അവൻ അത്രയും സ്നേഹിക്കാത്ത ലേഹ ജന്മം കൊടുത്തവരുണ്ട്. പക്ഷെ അവരെല്ലാവരും ആ കൂട്ടത്തിൽ പെടുന്നു, യാക്കോബിന്റെ കുടുംബം. അങ്ങനെയാണെങ്കിലും യാക്കോബിന്റെ കുടുംബം എന്ന് പറയുമ്പോൾ അതൊന്നാണ്. നോക്ക്, ആത്മീക അളവിലും തോതിലും വ്യത്യസ്തമാണ്. വ്യത്യസ്ത സഭാവിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവിന്റെ സഭ എന്ന് പറയുമ്പോൾ എന്താണ്? ബട്ട് വൺ. യെസ്, കർത്താവ് അത് പറഞ്ഞ പദപ്രയോഗം നോക്കിയേ, എന്തൊരു പ്രയോഗമാണ്. മൈ ഡൗ മൈ അൺഡിഫൈൽ ഈസ് ബട്ട് വൺ. നമ്മള് 1 കൊരിന്ത്യർ 12:13 വളരെ മനോഹരമായിട്ട് അത് വായിക്കുന്നു.
യവനന്മാരോ യഹൂദന്മാരോ സ്വതന്ത്രന്മാരോ ദാസന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ, ഒരേ ആത്മാവിൽ സ്നാനമേറ്റ് ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഈ സത്യം വചനത്തിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എവിടെയാ പഠിപ്പിക്കുന്നത്? വൺ ബോഡി, വൺ ഫ്ലോക്ക്, വൺ ടെമ്പിൾ, വൺ ഗാർഡൻ, വൺ ഹൗസ് ഹോൾഡ്, അല്ലേ? ഒരു ശരീരം, ഒരു ആട്ടിൻകൂട്ടം, ഒരു ആലയം, ഒരു തോട്ടം, ഏകവചനത്തിൽ ഉപയോഗിച്ചു, ഒരു ഭവനക്കാരെ. ഇങ്ങനെ ആ ദൈവജനത്തിന്റെ ആ ഒരുമ ഒന്നിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞപ്പോൾ ആ സർവ്വലോക സഭയാണ് കർത്താവ് പറഞ്ഞത്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ലോക്കൽ ചർച്ചിനെ കുറിച്ചല്ല പറഞ്ഞത്, ആ യൂണിവേഴ്സൽ ചർച്ച്, സർവ്വലോക സഭയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ആ സഭയ്ക്ക് അവൻ കൊടുത്ത പേര് നോക്കിക്കാട്ടെ, ഡൗ ആൻഡ് അൺഡിഫൈൽഡ്. ഡൗ, അവരുടെ ലക്ഷ്യം. പ്രാവിനെ കുറിച്ച് നമ്മൾ സിംഗിൾനെസ് ഓഫ് ദർ ഐസ് ഫോർ ക്രൈസ്റ്റ്, കർത്താവിന് വേണ്ടിയുള്ള ആ പ്രാവിന്റെ ദർശനം, നിഷ്കളങ്ക. യെസ്, കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, നമ്മളെ തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കുവാൻ അവൻ തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി നമുക്ക് നോക്കാം. എന്നിട്ട് എടുത്തു പറഞ്ഞു, അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ചു. രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. എന്താ ഒന്ന് ചിന്തിച്ചു നോക്കുകയും. സ്നാപ യോഹന്നാൻ പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 3:29 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 3:29. പഴയ നിയമ വിശുദ്ധന്മാർ മണവാളന്റെ സ്നേഹിതന്മാരാണ്. ആ സ്ഥാനമാണോ ഒരു മണവാട്ടിക്കുള്ളത്? പുതിയ നിയമ വിശുദ്ധന്മാർ ആരാണ്? അവന്റെ മണവാട്ടിയാണ്. പഴയ നിയമ വിശുദ്ധന്മാർ മണവാളന്റെ സ്നേഹിതന്മാരാണ്. അവർക്കൊന്നും ഈ ഭാഗ്യം കിട്ടിയില്ല. മറ്റൊരു യുഗത്തിലും ഉള്ളവർക്ക് ഈ ഭാഗ്യം കിട്ടിയില്ല. ഇവിടെ വായിക്കുന്നു, അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാണ്. മീതെയുള്ള യെരുശലേമാണ് നമ്മുടെ അമ്മയെന്നുള്ളത് നേരത്തെ പഠിച്ചു. ഗലാത്യർ 4:26. കൃപയുടെ കരവലയത്താൽ രക്ഷിക്കപ്പെട്ടവർ. ആ രക്ഷിക്കപ്പെട്ടവർക്ക് വാസ്തവത്തിൽ മീതെയുള്ള യെരുശലേം അമ്മയാണ്. അവൾക്ക് നമ്മൾ വായിക്കുന്ന എന്താ? ദ ചോയ്സ് വൺ ഓഫ് ഹെർ, ഓൺലി വൺ ഓഫ് ഹെർ മദർ, ദ ചോയ്സ് വൺ ഓഫ് ഹെർ. ഏറ്റവും വലിയ പദവി, ഏറ്റവും വലിയ പദവി. പുതിയ നിയമസഭ എബ്രായലേഖനം 12:26. അവിടെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. ആദ്യജാതന്മാർ, അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, ആദ്യജാതന്മാർക്ക് വലിയ പദവിയാണ്, ഇല്ലേ? വസ്തുക്കൾ ഭാഗിക്കാൻ പോലും ഇരട്ടി പങ്ക് കൊടുക്കുന്നു ആദ്യജാതന്മാർക്ക്. ആദ്യജാതന്മാരുടെ സഭ പുതിയ നിയമസഭ. എന്താണ് പുതിയ നിയമസഭ? എഫേസ്യർ 1:23 എന്താ വായിക്കുന്നത്? എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായി സഭ. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. എഫേസ്യർ 1:23. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന, സകലവും നിറയ്ക്കുന്നത് കർത്താവാണ്. പക്ഷെ അവന്റെ നിറവ് എന്താണ്? അവന്റെ സഭയാണ്. യെസ്, സഭയെ ക്രിസ്തുവിന്റെ ഫുൾനെസ്സായി പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ നിറവെന്ന് പറയുന്നത് അവന്റെ സഭയാണ്. സകലവും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ സഭ. എഫേസ്യർ 1:23. അവൾ ആ സഭയുടെ മഹത്വം എന്നോർത്തേ. എല്ലാവരും അവളെക്കുറിച്ച് വാഴ്ത്തുമെന്നാണ് പറയുന്നത്. സകലരും അവളെക്കുറിച്ച്, കന്യകമാരും അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും. വെപ്പാറ്റികളും അവളെ പുകഴ്ത്തും. യെസ്, അവളുടെ മഹത്വം മറ്റുള്ള യുഗങ്ങളിലുള്ള വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ വലിയ പദവിയാണ് പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ലഭിച്ചത്. അവരൊന്നാണ്. ഏറ്റവും വലിയ സ്നേഹം അനുഭവിക്കുന്ന ഓമനയാണ്. അവരൊന്നായി ദൈവസന്നിധിയിൽ നിൽക്കുന്നു. നമുക്ക് അത് കഴിയുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു വാക്യം 10, 11, 10 വാക്യത്തിൽ കാണുന്നു. ഒന്ന് നോക്കിയേ, സഭയുടെ മഹത്വം. 10 വാക്യം ഇവിടെ നോക്കുന്നു. അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവളാർ. ആരാ ഇത് പറയുന്നത്? ഇവളെ നോക്കി ആരാണ് ഈ പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നു ദൂതന്മാരായിരിക്കും. നമ്മൾ തിരുവചനത്തിൽ ചില വാക്യങ്ങൾ നോക്കാം. 1 പത്രോസ് 1:12. 1 പത്രോസ് 1:12. ദൂതന്മാരായിരിക്കും എന്ന് ചിന്തിപ്പാൻ കഴിയും. കാരണം 1 പത്രോസ് 1:12 നമ്മളിങ്ങനെ വായിക്കുന്നു, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങളെ ശുശ്രൂഷ ചെയ്തതെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സുവിശേഷം അറിയിച്ചവർ ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന് വരുന്ന കഷ്ടവും പിൻവരുന്ന മഹിമയെക്കുറിച്ചും പ്രവാചകന്മാർ പ്രവചിച്ചു. അവർക്കായിട്ടല്ല എന്നുള്ളത് മനസ്സിലായി. പിൻവരുന്ന മഹിമ, കർത്താവിന് വരുന്ന കഷ്ടവും
പിൻവരുന്ന മഹിമയെക്കുറിച്ചും 11ാം വാക്യത്തിൽ അവരുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടുന്ന കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയെ മുമ്പ് കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതെന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അത് തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ വരുന്ന മഹിമയൊക്കെ അവർക്ക് വേണ്ടിയല്ല, പഴയ നിയമ വിശുദ്ധന്മാർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത് മനസ്സിലായി. അവന്റെ മരണം മൂലം വരുന്ന മഹിമ. നമ്മള് യാഗങ്ങൾ പഠിച്ചപ്പോൾ അത് പഠിച്ചില്ലേ? അകൃത്യയാഗത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചില്ലേ? അവന് അതിന്റെ ഫലമായി പിൻവരുന്ന മഹിമ, അതിലേക്ക് ഇവിടെ പത്രോസ് രേഖപ്പെടുത്തുന്നു. അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു, അവരാഗ്രഹിക്കുകയാണ്. ഈ കർത്താവിന്റെ മഹത്വം എന്താണെന്ന് ഈ വെളിപ്പെടുത്തിയ വസ്തുതകൾ ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. എങ്ങനെയുള്ള ദൈവദൂതന്മാർ? എഫേസർ 3:10 നോക്കിക്കേ. എഫേസർ 3:10. എഫേസർ 3:10 വാക്യം. ഓ പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചു നോക്കിയ വാക്യം. അങ്ങനെ ഇപ്പോൾ, നൗ, ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യം എന്ത്? സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവ് യേശുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭമുഖാന്തരം അറിവായി വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രകടനം, ദൈവത്തിന്റെ നിത്യ ഉദ്ദേശത്തിന്റെ ആ വലിപ്പമൊക്കെ ഈ വാഴ്ചകളും അധികാരങ്ങളും സഭയെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ കൂടെ അവർക്ക് വെളിപ്പെടുകയാണ്. അപ്പോൾ സഭയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്? ദൂതന്മാർ. ഈ വചനം അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ സാധ്യമല്ലേ? പത്രോസ് രേഖപ്പെടുത്തി അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തി വാഴ്ചകളും അധികാരങ്ങളും ഈ ബഹുവിധമായ ജ്ഞാനം പഠിക്കുവാൻ സഭയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യെസ്, വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 11:10. 1 കൊരിന്ത്യർ 11:10 ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാലക്ഷ്യം ഉണ്ടായിരിക്കണം. മലയാളത്തിൽ വായിച്ചാൽ അത് അർത്ഥം പിടികിട്ടിയില്ല. അവിടെ വായിക്കുന്നു, and because of the angel the woman ought to have a sign of authority over her head. ദൂതന്മാരെ ആദരിച്ച സ്ത്രീകൾക്ക് തലയിൽ ഒരു ശിരോവസ്ത്രം ഉണ്ടായിരിക്കണം. ദൂതന്മാരെ ആദരിച്ചെന്തിനാ ശിരോവസ്ത്രം? ദൂതന്മാര് വാസ്തവത്തിൽ സഭയെ നോക്കുമ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. സഭ കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പഠിക്കുവാൻ. ഭർത്താവിന് ഭാര്യ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവൾ ശിരോവസ്ത്രം അണിയുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെ സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പഠിക്കുക മാത്രമല്ല, ദൂതന്മാരെ ഓർത്തിട്ട് സ്ത്രീ അങ്ങനെ ഭർത്താവിന് കീഴ്പ്പെടണമെന്നൊരാശ ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് വിട്ടിട്ട് ഇവിടെ ചിന്തിക്കാം. ഇങ്ങനെ ബഹുവിധമായ ജ്ഞാനം സഭയിൽ കൂടെ വെളിപ്പെടുമ്പോൾ ദൂതന്മാരവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് എഫേസർ 2:6-7 വാക്യം. എഫേസർ 2:6-7 വാക്യം. ഇതൊക്കെ പോരാഞ്ഞിട്ട് അവന്റെ കൃപയുടെ അത്യന്ത ധനം, the exceeding greatness of his grace, അത് നമ്മളിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. വരുന്ന യുഗത്തിൽ ദൈവകൃപ എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളെ ദൂതന്മാരെയൊക്കെ വിളിച്ചു പറയും, ഇങ്ങോട്ട് നോക്കിക്കോളാൻ പറയും. അപ്പം ദൈവകൃപയുടെ വലിപ്പം അങ്ങോട്ട് കാണിക്കാൻ ഞാനത് വായിക്കുമ്പോഴൊക്കെ മെഫിബോശത്തിനെ ഓർക്കും. മെഫിബോശത്തിനെ ദാവീദ് തെരഞ്ഞെടുക്കുന്നു. എന്തിനാ തെരഞ്ഞെടുക്കുന്നത്? ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ ദയ കാണിപ്പാൻ. He wanted to demonstrate the grace or mercy of God. അങ്ങനെ ശത്രു കുടുംബത്തിൽ ജനിച്ച മെഫിബോശത്തിനെ തപ്പിയെടുത്തു. ദാവീദിനെ സംബന്ധിച്ച് കുരുടന്മാരെയും മുടന്തന്മാരെയും വെറുപ്പാണ്. ഇപ്പം കിട്ടിയവൻ എങ്ങനെയാ? 2 കാലം മുടന്തുള്ളവനാ. ശത്രു കുടുംബത്തിൽ ജനിച്ചവനാണ്, 2 കാലം മുടന്തുള്ളവനാണ്. ദാവീദിന്റെ കരുണയ്ക്ക് ഒരിക്കലും അർഹതയില്ല. പക്ഷെ ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കിട്ടിയത് ഇവനെയാണ്, ഒരിക്കലും കരുണയ്ക്ക് അർഹതയില്ലാത്തവനെയാ. അവനെ കൊണ്ടുവന്നിട്ട് അവന്റെ അപ്പന്റെ നിലം തിരികെ കൊടുക്കുന്നു. അവൻ ഉറപ്പ് കൊടുത്തു, നീ ഭയപ്പെടണ്ട. അവന് ദാസന്മാരെ കൊടുത്തു. ഇതെല്ലാം പോരാഞ്ഞിട്ട് പറഞ്ഞു, നീ എന്നും എന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം. ദാവീദ് അവനെ തെരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ ദയ അവനിലൊക്കെ കാണിക്കുകയാണ്. പിതാവ് നമ്മളെ തെരഞ്ഞെടുത്തു. അവന്റെ ശത്രുക്കളായി ജീവിച്ചവർ, അവനോട് പുറംതിരിഞ്ഞ് നടന്നവർ, നമ്മൾ അശുദ്ധര്, ദുർമാർഗികള്, നമ്മൾ ദൈവത്തിന് കൊള്ളരുതാത്തവരായി ജീവിച്ചു. നമ്മളെ തെരഞ്ഞെടുത്ത് ഒരിക്കലും കൃപയ്ക്ക് അർഹതയില്ലാത്ത നമ്മളെ തെരഞ്ഞെടുത്തു. ദൈവകൃപ എന്തെന്നുള്ളത് ഇനി വരുന്ന കാലങ്ങൾ അങ്ങോട്ട് കാണിക്കാൻ പോവാ. അപ്പൊ ദൈവം തന്റെ കൃപ അങ്ങോട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിലേ എന്തായിരിക്കും അതിന്റെ വലുപ്പം? നമുക്ക് അലക്സാണ്ടറിന്റെ കഥ അറിയാമല്ലോ, അല്ലേ? ആ പിച്ചക്കാരൻ അടുത്ത് വന്ന് 2 സ്വർണ്ണ നാണയം ചോദിച്ചു. അവന്റെ ബുദ്ധിമുട്ടുകൊണ്ട് അലക്സാണ്ടർ പറഞ്ഞു, അവന്റെ പടയാളികളെ ആ സ്വർണ്ണ നാണയം ഇരിക്കുന്ന പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. നിന്റെ തുണി വിരിക്കാൻ പറഞ്ഞു. 1 കൈ വാരിയിട്ടു, 2 കൈ വാരിയിട്ടു, 3 കൈ വാരിയിട്ടു. ഈ മനുഷ്യൻ അവൻ അത്ഭുതസപ്തനായി നിന്ന് അലക്സാണ്ടറിനോട് മതി എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, എന്നാ നിനക്കിത് മതിയായിരിക്കാം, അലക്സാണ്ടറിന് അത് ചേരുന്നതല്ലേ.
അവന്റെ കൃപ നമ്മളിൽ അങ്ങോട്ട് കാണിക്കാൻ പോകുമ്പോഴേ എന്തായിരിക്കും എന്ന് ഓർത്തേ. നമ്മൾ പറയും മതി കർത്താവേ എന്ന് പറയും. നമ്മൾ അർഹതയില്ലാത്തതെല്ലാം അങ്ങോട്ട് തരികയാണ്. കൃപയുടെ അത്യന്ത ധനം വരും കാലങ്ങളിൽ കാണിക്കുകയാണ്. ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെയും കൃപയുടെയും കരുണയുടെയും കരുതലിന്റെയും അനാദി നിർണയങ്ങൾ ഇന്ന് സഭയെ നോക്കി ദൂതന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന യുഗങ്ങളിലും അവർ പഠിക്കാൻ പോവുകയാണ് കൃപയുടെ അത്യന്ത ധനം. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ സാധാരണ പറയുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. ഒരു കലാകാരന് പെയിന്റും ഒക്കെ ഉണ്ട്. അവന് നല്ലപോലെ ഒന്ന് പടം വരയ്ക്കണമെന്ന് അവന്റെ മനസ്സിൽ തോന്നി. ഒരു ആർട്ടിസ്റ്റ്, അവൻ ഇനിയും വേണ്ടിയത് എന്താ? ബ്രഷുണ്ട്, പെയിന്റൊക്കെ ഉണ്ട്. അവനൊരു ക്യാൻവാസ് കഷ്ണം വേണം, ഒരു പ്രതലം വേണം. എന്തിനാ? ആ കരവിരുതൊന്ന് കാണിപ്പാൻ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം പ്രദർശിപ്പിക്കുന്ന ക്യാൻവാസ് കഷണങ്ങളായി നമ്മൾ തീരാൻ പോവുകയാണ്. നമുക്ക് ചിന്തിക്കാനൊക്കില്ല അതിന്റെ വലിപ്പം. അത്ര വലിയ കൃപയുടെ വലിപ്പം നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇന്നും വാസ്തവത്തിൽ നമ്മളെ ദൂതന്മാരിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നോക്കുക, അവർ ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത്? ഒന്നാമത്, അരുണോദയം പോലെ ശോഭ. 4 കാര്യങ്ങൾ അവിടെ പറയുന്നത്. അരുണോദയം പോലെ ശോഭ. ലുക്കിംഗ് ഫോർത്ത് ആസ് ദ മോർണിംഗ്. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിള്, ഹൂ ഈസ് ദിസ് ദാറ്റ് ഗ്രോസ് ലൈക്ക് ദ ഡോൺ? ആരാണിത്? ഈ പ്രഭാതം പോലെ ശോഭ ഉദിച്ചു വരുന്ന ഇവൾ ആരാണ്? അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ആശയം. അരുണോദയം പോലെ. ഹൂ ഈസ് ദിസ് ദാറ്റ് ഗ്രോസ് ലൈക്ക് ദ ഡോൺ? പ്രഭാത വെളിച്ചം പോലെ അതിങ്ങനെ ഉദിച്ചു വരുന്ന ഇവൾ ആരാണ്? സഭ ആരായിരുന്നു? ആദമിൽ പാപത്തിൽ കറുത്തവളായിരുന്നു. കൃപയങ്ങോട്ട് അവളിൽ പകർന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവളിലുള്ള വെളിച്ചം അസ്തമിക്കുകയാണോ? അല്ല. ഒരു പ്രഭാതത്തിന്റെ ആ പ്രകാശം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോ സംഭവിക്കും? പ്രഭാത കിരണങ്ങൾ പൊട്ടിവിടർന്നാൽ പിന്നെന്തോ സംഭവിക്കും? ആ പ്രകാശം ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കും, അല്ലേ? കൂടിക്കൂടിക്കൊണ്ടിരിക്കും. സദൃശവാക്യം 4:18 വായിച്ചേ. സദൃശവാക്യം 4:18. ഓ പ്രൈസ് ദി ലോർഡ്. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമായി ശോഭിക്കുന്നു. ഒരു നീതിമാന്റെ ശോഭ അത് അസ്തമിക്കുകയല്ല. തിരുവചനത്തിൽ പറയുന്നു, നട്ടുച്ചവരെ അതിങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നീതിമാന്റെ ശോഭ, അവന്റെ പ്രകാശം. ഇവിടെ ചോദിക്കുകയാണ് അവളെ കുറിച്ച്, ഈ പ്രഭാതത്തിന്റെ ശോഭ പോലെ. ഹൂ ഈസ് ദിസ് ദാറ്റ് ഗ്രോസ് ലൈക്ക് ദ ഡോൺ? പ്രഭാത വെളിച്ചം അങ്ങോട്ട് ഉദിച്ചിട്ട് ആ പ്രഭാതം ഇങ്ങനെ ഉദിച്ചുദിച്ച് അതിന്റെ പ്രകാശം ഉദിച്ച് ഉയരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാതയിൽ പ്രകാശത്തിന്റെ അസ്തമനമല്ല ഉണ്ടാകുന്നത്. ഉച്ച സമയത്ത് അത്യുഷ്ണമായ വെളിച്ചം പകരുന്നതുവരെ നമ്മളിൽ അത് ഉദിച്ചുകൊണ്ടിരിക്കും. ആ പ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊലോസ്യർ 1:12-13 വാക്യത്തിൽ വായിക്കുന്നു, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ചു. എന്തിനു വേണ്ടി? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. എത്ര മനോഹരമാണെന്ന് നോക്കിയേ. സഭയെ നോക്കുമ്പോൾ സ്വർഗീയ ദർശനത്തിൽ പിതാവിന്റെ രാജ്യത്തിൽ അവളെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൾക്ക് ദൈവകൃപ ലഭിച്ചു, അവളുടെ ഉള്ളിലേക്ക് സുവിശേഷം കടന്നു ചെന്നു, അവളിലെ പ്രകാശം ഉദിച്ചു. ആ പ്രകാശം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. നട്ടുച്ചയുടെ പ്രഭാതം വരെ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിലൊക്കെ അങ്ങനല്ലേ? നമ്മളിൽ ഉദിച്ച പ്രകാശം കുറയുകയാണോ? അല്ല, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നീതിമാന്മാരുടെ പ്രകാശം. എത്ര മനോഹരമാണ്. ഇനി പിതാവിന്റെ രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് വായിക്കുന്നുണ്ട്, അരുണോദയം പോലെ ശോഭയും. രണ്ടാമത് എടുത്തു പറഞ്ഞു, ചന്ദ്രനെ പോലെ സൗന്ദര്യം. ചന്ദ്രനെ പോലെ സൗന്ദര്യം. ചന്ദ്രനെ പോലെ സൗന്ദര്യം എന്താണ്? എടുത്തു പറഞ്ഞിട്ട് അടുത്തായിട്ട് പറഞ്ഞു, ചന്ദ്രൻ അതിൻ്റെതായ വെളിച്ചമില്ലേ. ചന്ദ്രൻ സ്വയമായി പ്രകാശിക്കുന്ന ഒരു ഗോളമല്ല. എന്നാൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യനുള്ള ബന്ധത്തിലാണ് ആ പ്രകാശം വരുന്നത്. സൂര്യന്റെ ശോഭ അത് പ്രതിഫലിപ്പിച്ചുകൊണ്ട് അന്ധകാരപൂർണമായ ലോകത്തിന് അത് പ്രകാശം കൊടുക്കുകയാണ്. നമുക്ക് ഉൽപ്പത്തി 1:16 വായിച്ചാൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ ആ വാക്യം. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ. ആ 2 വെളിച്ചത്തെ പറഞ്ഞിരിക്കുന്ന 2 വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയെന്ന വചനത്തിൽ 2 വാക്യം ശ്രദ്ധിച്ചാൽ, യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. മത്തായി 5:14 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. 2 വലിയ വെളിച്ചം. ഞാൻ ലോകത്തിന്റെ വെളിച്ചം. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചം. മത്തായി 5:14 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം.
ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ, ആസ് ലോങ് ആസ് ഐ ആം ഇൻ ദിസ് വേൾഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. വലിയ വെളിച്ചം. അവൻ സ്വർഗത്തിലേക്ക് പോയി. അവന്റെ ശോഭ നമ്മുടെ മുഖത്തിൽ അടിച്ചിട്ട് ചന്ദ്രൻ പ്രകാശം കൊടുക്കുന്ന പോലെ നമ്മൾ ഇന്ന് അന്ധകാരപൂർണമായ ലോകത്തിൽ വെളിച്ചം കൊടുക്കുകയാണ്. ഇവിടെ ചോദിക്കുകയാണ്, ചന്ദ്രനെ പോലെ നീ സൗന്ദര്യമുള്ളവളാണ്. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നാൽ മൂന്നാമതെടുത്ത് പറഞ്ഞു, സൂര്യനെ പോലെ നിർമ്മലതയുള്ളവളാണ്. ക്ലിയർ as the sun, pure as the sun. പിതാവിന്റെ രാജ്യത്തിൽ നമ്മൾ ഏത് വിധമായിരിക്കും? വിതൗട്ട് എനി സ്പോട്ട്. ആ സൂര്യനിലേക്ക് നോക്കുവാൻ നഗ്നനേത്രങ്ങൾക്ക് സാധ്യമല്ല. മത്തായി 13:43 ഒന്ന് വായിച്ചേ. മത്തായി 13:43 നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ നമ്മൾ പ്രകാശിക്കും. പിതാവിന്റെ രാജ്യത്തിൽ നമ്മൾ സൂര്യനെ പോലെ പ്രകാശിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട, നമ്മളൊന്ന് ഓർത്തു നോക്കിയേ. നമ്മളെക്കുറിച്ച് പറഞ്ഞു നോക്കിയേ. നമ്മുടെ ശോഭ ഇന്ന് ഉദിക്കുകയാണ്. അരുണോദയം പോലെ. ആസ് ദ ഡോൺ ഇറ്റ് ഗ്രോസ്. ഇരുട്ടുള്ള സമയം സൂര്യന്റെ പ്രകാശം നമ്മൾ അടിച്ചിട്ട് നമ്മളൊരു ചന്ദ്രനെ പോലെ പ്രകാശം ഇരുട്ടുള്ളവർക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഒരിക്കൽ പിതാവിന്റെ രാജ്യത്തിൽ വരുമ്പോൾ സൂര്യനെ പോലെ നമ്മൾ ശോഭിക്കും. നമ്മൾ വായിക്കുന്നു, നാം അവനെ കാണുമ്പോൾ അവനെ പോലെ ആയിത്തീരും. അവൻ എങ്ങനെയുള്ളവനാ? സൂര്യനെ പോലെ മുഖമുള്ളവനാ. ആ സൂര്യനെ പോലെ ശോഭയുള്ളവൻ. അവനെ കാണുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിത്തീരും. നാലാമതെന്താ പറഞ്ഞത്? കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. ചർച്ച് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് എനിമീസ്. ശത്രുവിനോടുള്ള ബന്ധത്തിൽ ആ സഭ എന്തായിരിക്കുന്നു? നമ്മളതിപ്പോഴും പഠിച്ചതാണ്. സ്വമേധയായി അർപ്പിക്കപ്പെട്ട അവന്റെ ജനം അവന്റെ സൈന്യമാണ്. ആ കൊടിക്കീഴിൽ അണിനിരുന്ന സൈന്യമാണ്. നമ്മളതിനെക്കുറിച്ച് പഠിച്ചു. ഇത് പറഞ്ഞിട്ട് ഉടനെ 11ാം വാക്യം നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു കാര്യം അവിടെ കാണാം. എന്താ? ഞാൻ തോട്ടത്തിനരികെയുള്ള സസ്യങ്ങളെ കാണേണ്ടതിനും മുന്തിരിവള്ളി തളിർക്കുകയും മാതളനാറും പൂക്കുകയും ചെയ്തുവെന്ന് നോക്കേണ്ടതിനും അക്രോത്ത് തോട്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അക്രോത്ത് തോട്ടം ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. ഐ വെന്റ് ഡൗൺ ഇൻ ടു ദ ഗാർഡൻ ഓഫ് നട്ട്സ്. അക്രോത്ത് തോട്ടം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഗാർഡൻ ഓഫ് നട്ട്സ് എന്നാണ്. നട്ട്സ്, പറങ്കണ്ടിയും ഒക്കെ ഉണ്ടല്ലോ, ബദാമണ്ടി, ബോധനണ്ടി. ഐ വെന്റ് ഇൻ ടു ദ ഗാർഡൻ ഓഫ് നട്ട്സ് to see the fruit of the valley and to see whether the vine flourished and the pomegranates budded. ഇവിടെ മലയാളത്തില് തോട്ടത്തിന് അരികെയുള്ള സസ്യങ്ങളെ കാണുന്നതിന് പോയെന്ന അങ്ങനെയല്ല. ഐ വെന്റ് ഇൻ ടു ദ ഗാർഡൻ ഓഫ് നട്ട്സ് ടു സീ ദ ഫ്രൂട്ട് ഓഫ് ദ വാലി ആൻഡ് ടു സീ വെദർ ദ വൈൻ ഫ്ലറിഷ് ആൻഡ് ദ പോമിഗ്രേറ്റ്സ് ബഡഡ്. തോട്ടിനരികത്തെന്നല്ല വാസ്തവത്തിൽ. അതിന്റെ മലയാളത്തിലെ 11ാം വാക്യം, ഐ വെന്റ് ഇൻ ടു ദ ഗാർഡൻ ഓഫ് നട്ട്സ്. അവൻ തോട്ടത്തിനകത്തോട്ട് പോയെന്ന്. ഐ വെന്റ് ഇൻ ടു ദ ഗാർഡൻ ഓഫ് നട്ട്സ് ടു സീ ദ ഫ്രൂട്ട് ഓഫ് ദ വാലി ആൻഡ് ടു സീ വെദർ ദ വൈൻ ഫ്ലറിഷ് ആൻഡ് ദ പോമിഗ്രേറ്റ്സ് ബഡഡ്. അങ്ങനെയാണത്. ടു സീ ദ ഫ്രൂട്ട് ഓഫ് ദ വാലി, ടു സീ ദ ഫ്രൂട്ട് ഓഫ് ദ വാലി. നമ്മളിവിടെ ഇതുവരെ പഠിക്കാത്തൊന്നാണ്. എന്താ? ഗാർഡൻ ഓഫ് നട്ട്സ്. വിശുദ്ധന്മാരുടെ ജീവിതത്തെ അത് വരച്ചു കാണിക്കുന്നു. ഈ ലോകം തരുന്ന ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നട്ട്സ്. നമ്മൾ ഓർമ്മയുണ്ടല്ലോ, യോസഫിനെ കാണാൻ പോകുമ്പോൾ യാക്കോബ് കൊടുത്തയക്കുന്ന ബോധനണ്ടി, ബദാമണ്ടി, ഇതുപോലുള്ള നട്ട്സുകൾ കൊടുത്തയക്കുന്നു. വിശുദ്ധന്മാരെ എന്തിനാണ് ഈ നട്ട്സിനോട് ഉപമിച്ചത്? കാരണം നട്ട്സിന്റെ പുറത്ത് കടുപ്പമേറിയ തോടുണ്ട്. പക്ഷെ അതിന്റെ അകത്തെന്താ? വലിയ വിലപ്പെട്ട, വാസ്തവത്തിൽ ജീവനാ നട്ട്സ് എന്ന് പറഞ്ഞാൽ. വളരെ വിലപ്പെട്ട ജീവനാണ്. ഇപ്പോൾ പറങ്കണ്ടി തന്നെ എടുത്തേ, കാഷ്യൂനട്ട്. കാഷ്യൂനട്ടിന്റെ അകത്തുള്ള പരിപ്പെന്ന് പറഞ്ഞാൽ അത് വിലപ്പെട്ട ജീവനുള്ള ഒന്നാണ്. പക്ഷെ അതിന്റെ പുറത്ത് വളരെ ഹാർഡൻഡ്, വളരെ തോടാണ്. വിശുദ്ധന്മാരുടെ എക്സ്റ്റീരിയർ, പുറമേ അതിന്റെ കറുപ്പും അല്ലെങ്കിൽ ആ തോടിനൊക്കെ സൗന്ദര്യമൊന്നും കാണില്ല. വളരെ കടുപ്പമേറി ഈ ലോകത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അതിനെ കടുപ്പമുള്ള ഒരു പുറന്തോടാക്കി. പക്ഷെങ്കിൽ അതിന്റെ അകത്തെന്തുണ്ട്? വളരെ വിലപിടിപ്പുള്ള ജീവനാണ് നട്ട്സ്. വളരെ വിലപിടിപ്പാണ്. പൗലോസ് തന്നെ പറയുന്നു, ആത്യന്തിക ശക്തി ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ജീവന്റെ തുടിപ്പിനെ അത് കാണിക്കുന്നുണ്ട്, ആ നട്ട്സ്. ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ വാലി, നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, വാലി താഴ്വരെ കാണിക്കുന്നു. ഈ വാലിയിലുള്ള ഒരു തോട്ടമാണ് നമ്മള്. വാസ്തവത്തിൽ അവിടെ പോകാനൊന്നുമില്ല. നമ്മള് വളരെ താഴെ ഒരു പ്രതലത്തിൽ വസിക്കുന്നവരാണ്. ഈ ലോകത്തിന്റെ ആ അവസ്ഥയെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. എന്നാൽ ഇവിടെ അവൻ ഇറങ്ങിച്ചത് എന്തിനാണ്? അവന്റെ തോട്ടത്തിലെ ഈ പൂക്കൾ, വൈന്, മുന്തിരി കായ്ച്ചിട്ടുണ്ടോ? ഈ മാതളത്തിന്
അത് ബഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ജീവന്റെ തുടിപ്പ് ഉണ്ടായിട്ടുണ്ടോ? അവൻ അതിനുവേണ്ടി നോക്കിയിരിക്കുകയാണ്. യെശയ്യാവ് 53:10 നമ്മൾ വായിക്കുന്നു, അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകുകയാണ്. ഹി ഷാൽ സീ ഹിസ് സീഡ് എന്ന്, അവനൊരു സന്തതിയെ കണ്ട് തൃപ്തനാകും. അവന്റെ പ്രയത്നത്താൽ രക്ഷിക്കപ്പെടുന്ന വലിയൊരു സമൂഹത്തെ അവന്റെ പ്രയത്നഫലമാണ്. അവരുടെ മധ്യത്തിൽ ഫലങ്ങളുളവായിട്ടുണ്ടോ എന്ന് അവൻ പരിശോധിച്ചു നോക്കുന്നു. 12-ാം വാക്യം, എന്റെ അഭിലാഷം ഹേതുവായി ഞാൻ അറിയാതെ എന്റെ പ്രഭുജനത്തിന്റെ രഥങ്ങളുടെ ഇടയിലെത്തി. 12-ാം വാക്യം ഇംഗ്ലീഷ് ഒന്ന് വായിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. Or even before I was aware, my soul made me like the chariots of Aminadab. ബിഫോർ ഐ വാസ് അവെയർ, ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ പ്രാണൻ എങ്ങനെയായിത്തീർന്നു? ഇറ്റ് വാസ് മെയ്ഡ് ലൈക്ക് ദ ചാരിയറ്റ്സ് ഓഫ് അമീനാദാബ്. നമുക്ക് നോക്കാം അതിന്റെ അർത്ഥം എന്താണ്. ചാരിയറ്റ് എപ്പോഴും, രഥങ്ങൾ എപ്പോഴും വേഗത കാണിക്കുന്നുണ്ട്. അമീനാദാബ്, അമ്മി എന്ന വാക്ക് ബൈബിളിൽ പരിചയമുള്ളതാണ്. അമ്മി, ലോ അമ്മി എന്നൊക്കെ പറയുന്നത് പീപ്പിൾ എന്നാണ്, ആളുകൾ. അമ്മി എന്ന് പറഞ്ഞാൽ ആളുകള്. നാദീബ് എന്ന് പറഞ്ഞാൽ പ്രിൻസ് എന്നാണ്. നാദീബ് എന്ന് പറഞ്ഞാൽ പ്രിൻസ്. അപ്പോൾ അമ്മീനാദാബ് എന്ന് പറഞ്ഞാൽ പ്രിൻസ്ലി പീപ്പിൾ എന്നാണ്. പ്രിൻസ്ലി, പ്രഭുത്വമുള്ള ജനം, പ്രിൻസ്ലി പീപ്പിൾ. ഈ അർത്ഥം മനസ്സിലായോ? അവൾ അറിയാതെ, ഇംഗ്ലീഷിൽ വായിച്ചാൽ ബിഫോർ ഐ വാസ് അവെയർ മൈ സോൾ വാസ് മെയ്ഡ് ലൈക്ക് ദ ചാരിയറ്റ്സ് ഓഫ് അമീനാദാബ്. പ്രഭുക്കന്മാരുടെ, പ്രഭുജനത്തിന്റെ രഥം പോലെ ഞാൻ അറിയാതെ എന്റെ പ്രാണനായി തീർന്നു എന്ന് പറഞ്ഞാൽ, അവൾ അറിയാതെ അവളുടെ പ്രാണൻ, ഇറ്റ് വാസ് ക്വിക്കൻഡ്, ആ സ്പിരിറ്റ് വാസ് ക്വിക്കൻഡ്. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, അവൾക്കൊരു ആത്മീകമായ ക്ഷീണവും മന്ദീഭാവവും സംഭവിച്ചിരുന്നു. അവൾ അറിയാതെ ആത്മീക വളർച്ചയുണ്ടായി. പ്രഭുജനത്തിന്റെ രഥത്തിന്റെ ഇടയിൽ ആ രഥങ്ങൾ എന്ത് ചെയ്യാണ്? പ്രഭുക്കന്മാരുടെ രഥങ്ങൾ ഓടുകയാണ്. നിന്റെ ശ്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ പ്രഭുകുമാരികളുണ്ട്. വേഗത്തിൽ സഞ്ചരിക്കുന്ന രഥങ്ങൾ, പ്രഭുത്വത്തിന്റെ രഥങ്ങൾ. അവളുടെ പ്രാണൻ അതിന്റെ ഇടയിലായെന്ന് പറഞ്ഞാൽ, അത് പെട്ടെന്ന് അത് ഓടുവാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഷീ വാസ് ഓവർവെൽംഡ് ക്വിക്ക്ലി. അവളുടെ ആത്മാവിനെ തട്ടി ഉണർത്തി വേഗതയോടുകൂടെ അവന്റെ പുറകെ ഓടുവാൻ തുടങ്ങി. മുമ്പൊരിക്കൽ നമ്മൾ വായിച്ചില്ലേ, നിന്റെ പിന്നാലെ എന്നെ വലിക്ക, ഡ്രോ മീ ആഫ്റ്റർ ദീ. 1:4, നിന്റെ പിന്നാലെ എന്നെ വലിക്ക. ഇവിടെ വാസ്തവത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്. ഷീ വാസ് ക്വിക്ക്ലി ഡ്രോൺ ആഫ്റ്റർ ഹിം. എന്തുകൊണ്ടത് സംഭവിച്ചു? നമുക്കതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് സംഭവിച്ചു? അവിടെ സംഭവിച്ചതിന്റെ ഒരു കാരണം എന്താണെന്നറിയാമോ? ഒരു കാരണം ഞാൻ പറയാം. കർത്താവ് അധികം കൃപ കൊടുത്തു. വേണമെങ്കിൽ എടുത്തു. യോഹന്നാൻ 6:44, 6:45. യെസ്, യോഹന്നാൻ 6 അവൾക്ക് ധാരാളം കൃപയുടെ പകർന്നു. ഈ സന്ദർഭമായപ്പോൾ ഹി ഹാസ് ഗിവൺ മോർ ഗ്രേസ്. യോഹന്നാൻ 6:44. 1:4 നമ്മൾ വായിച്ചു, ഡ്രോ മീ ആഫ്റ്റർ ദി, എന്നെ നിന്റെ പിന്നാലെ വലിക്കണം. യോഹന്നാൻ 6:44. 65-ാം വാക്യം. ആ 2 വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. എന്റെ പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആരും എന്റെ അടുക്കൽ വരില്ല, എന്റെ പിതാവ് കൃപ തരാതെ ആരും എന്റെ അടുക്കൽ വരില്ല. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാമോ? നോ മാൻ ക്യാൻ കം ടു മീ എക്സെപ്റ്റ് ദ ഫാദർ ഡ്രോസ് ഹിം. എന്റെ പിതാവ് അവനെ ആകർഷിക്കാതെ, അൺലെസ് ഹി ഡ്രോസ് ഹിം, അൺലെസ് ഹി പുൾസ് ഹിം, ഹി വിൽ നോട്ട് ബി ഏബിൾ ടു കം ടു ഹിം. അതോട് ചേർത്ത് 65-ൽ പറഞ്ഞു, അൺലെസ് ദ ഫാദർ ഗിവ്സ് ഗ്രേസ് ഹി വിൽ നോട്ട് ബി ഡ്രോൺ ടു ഹിം. പിതാവ് കൃപ തന്നെങ്കിൽ മാത്രമേ അവനെ അവങ്കിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുള്ളൂ. ശുനമി ഒരിക്കൽ 1:4 പറഞ്ഞു, ഡ്രോ മീ ആഫ്റ്റർ ദീ, എന്നെ നിന്റെ പിന്നാലെ വലിക്കണം, നിന്റെ പിന്നാലെ എന്നെ ഓടിക്കണം, എനിക്ക് നിന്റെ പിന്നാലെ ഓടി വരണം. ഇവിടെ വായിച്ചപ്പോൾ എന്താ പറഞ്ഞു? അവൾ പറഞ്ഞു, ഞാൻ അറിയാതെ എന്റെ പ്രാണൻ രഥങ്ങളെ പോലെ, പ്രഭുക്കന്മാരുടെ, പ്രഭുജനത്തിന്റെ രഥങ്ങളുടെ ഇടയിലായി മാറി എന്ന് പറഞ്ഞാൽ, ഷീ വാസ് ക്വിക്ക്ലി ഡ്രോൺ സ്പിരിച്വലി. അവളെ അവങ്കിലേക്ക് ഉയർത്തുന്ന ഒരാത്മീക വ്യായാമം, എക്സസൈസ് ഓഫ് ദ സ്പിരിറ്റ് അവൾക്ക് സംഭവിച്ചു. അവൾ ഓടാൻ തുടങ്ങി. നമ്മൾ ഒന്നാമത് ചിന്തിച്ചു, പിതാവ് അവൾക്ക് വളരെ കൃപ കൊടുത്തു. ഇനി രണ്ടാമതൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇവിടെ ഈ വിധത്തിൽ അവരുടെ പ്രാണനായി മാറിയത്? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ പ്രിയനെ കുറിച്ച് അവർ വർണ്ണിക്കാൻ തുടങ്ങി. ആ പ്രിയനെ കുറിച്ച് അവൾ വർണ്ണിക്കാൻ തുടങ്ങി. എന്റെ പ്രിയൻ ഇങ്ങനെയുള്ളവനാണ്, എന്റെ പ്രിയൻ ഇങ്ങനെയുള്ളവനാണ്. അവന്റെ സൽഗുണങ്ങളെ അവൾ ഘോഷിപ്പാൻ തുടങ്ങി. സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തുടങ്ങിയപ്പോൾ മറ്റനേകരെ അവന്റെ പിറകെ ആകർഷിപ്പാൻ അവൾ ഇടയാക്കി തീർത്തു.
അവൾ മറ്റുള്ളവരെ അവങ്കിലേക്ക് ആകർഷിപ്പാൻ ഇടയാക്കി തീർത്തത് 6:1 നമ്മൾ വായിച്ചു. ഞങ്ങളും അന്വേഷിക്കാം. അവരും അവന്റെ പുറകെ ഓടാൻ തുടങ്ങി. അതുമാത്രമല്ല, ഷീ വാസ് ഓൾസോ ഡ്രോൺ ക്വിക്ക്ലി ആഫ്റ്റർ ഹിം. അവളും അവരുടെ പുറകെ അവന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. എന്തൊരു ആത്മീയ സത്യമാണ് ഇവിടെ പറയുന്നത് നോക്കിയാട്ടെ. എന്തൊരു ആത്മീയ സത്യമാണ് നോക്കുക. ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞ പലതിന്റെയും വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. 1:4 നമ്മൾ ചിന്തിച്ചു, എന്നെ നിന്റെ പിന്നാലെ വലിക്കണം. രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം കൃപ തന്ന് നമ്മളെ അവന്റെ അടുക്കൽ അടുപ്പിച്ചു. രക്ഷിക്കപ്പെട്ട നമുക്ക് വീണ്ടും അവന്റെ പുറകെ പോകുവാൻ, അവനോട് അടുത്ത് നിൽപ്പാൻ, അവന്റെ ആദര ചുംബനങ്ങൾ അനുഭവിപ്പാൻ അവൻ കൃപ തന്ന് നമ്മളെ അടുപ്പിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അവളുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിൽ കണ്ടു. അവൻ ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിലേക്ക് അവൾ ഉയർന്നില്ലേ? ഉന്നത പ്രതലത്തിലേക്ക് വിളിച്ചു, അവൾ ചെന്നില്ലേ? അവനോടുകൂടെ താഴ്വരയിലേക്ക് വിളിച്ചു, അവൾ ചെന്നില്ല. അവൾ ഉറങ്ങുകയാണ്, അവൾ മടി പിടിച്ച് കിടക്കുകയാണ്. പ്രിയൻ അവളെ ഉപേക്ഷിക്കുകയല്ലേ, അവളെ ഒരു നിത്യ ഉദ്ദേശത്തോടെ വിളിച്ചു. ആ ഉദ്ദേശങ്ങൾ അവൻ നിവർത്തിക്കുവാൻ തുടങ്ങി. അവളെ ആത്മീയമായി തട്ടി ഉണർത്തി. അവൻ ചെറിച്ച് ചെയ്തു. അവൻ അവളെ ഉണർത്തി. എന്ത് സംഭവിച്ചു? അവസാനം അവനെക്കുറിച്ച് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ അവൾ പറയാൻ തുടങ്ങി. അവനെക്കുറിച്ച് പറയാൻ തുടങ്ങി. അവൾ അറിയാതെ അവനിലുള്ള സ്നേഹം വർദ്ധിക്കാൻ തുടങ്ങി. അവൾ പ്രേമപരശയായി മാറിയപ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലായി, ഇവൾ ഇത്ര പ്രേമപരശയായിരിക്കുന്ന പ്രിയൻ എന്തോ സൗന്ദര്യമുണ്ട്, ഞങ്ങളും കൂടെ അന്വേഷിക്കാം. അവരിലും ആത്മീയദാഹമുളവാക്കി. അവസാനം അധ്യായത്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവളുടെ പ്രാണൻ പ്രഭുത്വമുള്ള ആളുകളുടെ, പ്രിൻസിലി പീപ്പിളിന്റെ രഥങ്ങൾ പോലെ അവളുടെ പ്രാണൻ അതിന്റെ ഇടയിൽ ചെന്ന് പറ്റി. എന്ന് പറഞ്ഞാൽ അവളും ഓടാൻ തുടങ്ങി. ഷീ വാസ് ഓൾസോ ഡ്രോൺ ക്വിക്ക്ലി ആഫ്റ്റർ ഹിം. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന പാഠം, നമ്മുടെ കർത്താവ് നമുക്ക് കൃപകൾ തരണം. 2, നമ്മൾ അവനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ, അവനെക്കുറിച്ച് കൂടുതൽ ശുശ്രൂഷിക്കുമ്പോൾ, നമ്മളറിയാതെ നമ്മുടെ ആത്മീകത്വം വളരുകയും നമ്മൾ കുറച്ചുകൂടെ അവനോട് അടുക്കാനായിട്ട് ഇടയായി തീരുകയും ചെയ്യും. കർത്താവ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞില്ലേ, കൊടുത്താൽ നിങ്ങൾക്ക് ഏറെ ലഭിക്കും, അല്ലേ? കൊടുക്കും തോറും ഏറിടും. So the more we give, the more we receive. ദൈവത്തിന്റെ പ്രിൻസിപ്പിളാണ്. അവനെക്കുറിച്ചുള്ള കൂടുതൽ നമ്മൾ വിളമ്പിക്കൊടുത്താൽ, നമ്മൾ കൂടുതൽ എടുത്തു കൊടുത്താൽ നമുക്ക് കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. യെസ്, ഇവിടെ സംഭവിച്ചതാണ്. അവനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കുകയും കൂടുതൽ എടുത്തു കൊടുക്കുകയും ചെയ്തു. അവൾക്ക് കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെ അവസാനിപ്പിക്കാം.